Hi students, welcome to NEET Marathon. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ 2020 നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സമയമൊന്നും കളയാനില്ല, നമുക്ക് ഡയറക്റ്റ്ലി എന്തിലേക്ക് പോവാം, ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following amine will give the carbyl amine test? So this is a question from chapter amines. Amines എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇതിൽ ഏത് അമീനാണ് കാർബൈൽ അമീൻ ടെസ്റ്റ് തരുന്നത്? കാർബൈൽ അമീൻ റിയാക്ഷൻ ഇസ് ഗിവൺ ബൈ പ്രൈമറി അമീൻസ്. കാർബൈൽ അമീൻ റിയാക്ഷൻ ഏത് അമീൻസ് ആണ് തരുന്നത്? പ്രൈമറി അമീൻസ് ആണ് തരുന്നത്. ഓക്കെ, സോ വാട്ട് ആർ പ്രൈമറി അമീൻസ്? ആദ്യം പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി അമീൻസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രൈമറി അമീൻസ് മീൻസ് ദീസ് അമീൻസ് ആർ ആക്ച്വലി അമോണിയ ഡെറിവേറ്റീവ്സ് അല്ലേ? അമീൻസ് എന്താണ്? അമോണിയ ഡെറിവേറ്റീവ്സ് ആണ്. അതായത് അമോണിയയിലെ ഹൈഡ്രജൻ ആൽക്കൈൽ അല്ലെങ്കിൽ അറൈൽ ഗ്രൂപ്പ് വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോമ്പൗണ്ട്സ് ആണെന്ത്? അമീൻസ് എന്ന് പറയുന്നത്. സോ അമോണിയ ഇസ് NH3, റൈറ്റ്? അതിൽ ഒരു ഹൈഡ്രജൻ ആണ് ആൽക്കൈൽ അല്ലെങ്കിൽ അറൈൽ ഗ്രൂപ്പ് വെച്ച് റീപ്ലേസ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഇസ് നോൺ ആസ് വാട്ട്? പ്രൈമറി അമീൻസ്. സോ പ്രൈമറി അമീൻസ് ക്യാൻ ബി ജനറലി റെപ്രസെൻറ്റഡ് ആസ് വാട്ട്? RNH2. Okay, secondary amines if two hydrogens are replaced with alkyl or aryl group, so it can be represented as R2NH. And tertiary amines if all the three hydrogens are replaced with what? Alkyl or aryl groups, that is R3N. So RNH2 is primary amine, R2NH is secondary amine, R3N is what? Tertiary amine. So പ്രൈമറി അമീൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് NH2 ഗ്രൂപ്പ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. NH2 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? പ്രൈമറി അമീൻ ആയിരിക്കും. ഇഫ് ദർ ഇസ് NH ഗ്രൂപ്പ് ഇറ്റ് ഇസ് വാട്ട്? സെക്കൻഡറി അമീൻ. ആൻഡ് ഇഫ് ദർ ഇസ് N ഗ്രൂപ്പ് ഇറ്റ് ഇസ് വാട്ട്? ടെർഷ്യറി അമീൻ. സോ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി അമീൻസ് ക്ലിയർ ആയല്ലോ. ഇനി എന്താണ് കാർബൈൽ അമീൻ റിയാക്ഷൻസ് എന്നുകൂടെ നമുക്കൊന്ന് നോക്കാം. സോ ഇറ്റ് ഇസ് ഗിവൺ ബൈ വാട്ട്? പ്രൈമറി അമീൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ദറ്റ് ഇസ് any primary amine, whether it is aliphatic or aromatic, അതിൽ പ്രോബ്ലം ഇല്ല, ഏത് പ്രൈമറി അമീൻസ് വേണമെങ്കിലും എടുക്കാം. ഓൺ റിയാക്ഷൻ വിത്ത് ആൽക്കഹോളിക് KOH and chloroform, okay, you will get RNC plus KCl plus H2. ഓക്കെ, ഇതാണ് എന്ത്? കാർബൈൽ അമീൻ റിയാക്ഷൻ. ഇതിൽ പ്രൈമറി അമീൻസിനെ ആൽക്കഹോളിക് KOHും ക്ലോറോഫോമും വെച്ച് റിയാക്ട് ചെയ്താൽ, ആൽക്കഹോളിക് KOH, ക്ലോറോഫോം ഇസ് വാട്ട്? CHCl3 വെച്ച് റിയാക്ട് ചെയ്താൽ പ്രൈമറി അമീനിലെ NH2 ഗ്രൂപ്പ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഐസോസയനൈഡ് ഗ്രൂപ്പായിട്ട് കൺവേർട്ട് ചെയ്യും. ദാറ്റ് യു ആർ ഗെറ്റിംഗ് ആൻ ഐസോസയനൈഡ്. ആൻഡ് ഐസോസയനൈഡ് ഇസ് ഹാവിങ് എ ഫൗൾ സ്മെൽ. So this is actually a test for what? Primary amines. Primary amines in a test ആണെന്ത്? കാർബൈൽ അമീൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? സോ കാർബൈൽ അമീൻ റിയാക്ഷൻ എന്താന്ന് പറഞ്ഞു? പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി അമീൻസ് എന്താണെന്നും പറഞ്ഞു. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് അമീൻ വിൽ ഗിവ് കാർബൈൽ അമീൻ ടെസ്റ്റ്? അപ്പോൾ ഇതിൽ ഏതാണ് പ്രൈമറി അമീൻ എന്ന് നോക്കിയാൽ മതി. പ്രൈമറി അമീൻ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. NH2 ഗ്രൂപ്പ് ഉണ്ടോ എന്ന് നോക്കുക. NH2 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി വാട്ട്? പ്രൈമറി അമീൻ. അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നോക്കാം. ഇറ്റ് ഇസ് ഹാവിങ് വാട്ട്? NH2 ഗ്രൂപ്പ്. ഇറ്റ് ഇസ് അനിലിൻ. ഇറ്റ് ഇസ് എ പ്രൈമറി ആരോമാറ്റിക് അമീൻ ആണ്. സോ ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഇറ്റ് ഇസ് ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. ബാക്കി ഓപ്ഷൻസ് നമുക്കൊന്ന് നോക്കാം. സെക്കൻഡ് ഓപ്ഷൻ NH ഗ്രൂപ്പ് ആണുള്ളത്. സോ ഇറ്റ് ഇസ് എ സെക്കൻഡറി അമീൻ ആണ്. തേർഡ് ഓപ്ഷനിൽ N ഗ്രൂപ്പ് ആണുള്ളത്. സോ ഇറ്റ്സ് എ ടെർഷ്യറി അമീൻ. ആൻഡ് ഫോർത്ത് ഓപ്ഷനിൽ വീണ്ടും NH ഗ്രൂപ്പ് തന്നെയാണ്. ഇറ്റ് ഇസ് സെക്കൻഡറി അമീൻ. സോ പ്രൈമറി അമീൻ ഏതാണ്? ദാറ്റ് ഇസ് ഓപ്ഷൻ 1. Understood? So വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. കാർബൈൽ അമീൻ ടെസ്റ്റ് ഇസ് ഗിവൺ ബൈ വാട്ട്? പ്രൈമറി അമീൻസ്. പ്രൈമറി അമീൻസ് ഓൺ റിയാക്ഷൻ വിത്ത് ആൽക്കഹോളിക് KOH ആൻഡ് ക്ലോറോഫോം. അതിൽ NH2 ഗ്രൂപ്പ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഐസോസയനൈഡ് ഗ്രൂപ്പ്, NC ഗ്രൂപ്പായിട്ട് കൺവേർട്ട് ചെയ്യും. ആൻഡ് ഇറ്റ് ഇസ് ഹാവിങ് എ ഫൗൾ സ്മെൽ. ഓക്കെ, സോ ദിസ് ഇസ് ആക്ച്വലി ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റ് ഫോർ വാട്ട്? പ്രൈമറി അമീൻസ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Okay, next question is an alkene on ozonolysis gives methanol as one of the product. Its structure is. അതായത് ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഇതിൽ ഏത് ഓപ്ഷനിലാണ് ഓസോണോളിസിസ് നടത്തിയാൽ
Methanal means HCHO, formaldehyde product ആയിട്ട് കിട്ടുന്നത്. An alkene on ozonolysis give methanal as one of the product എന്നാണ്. അതായത് ഓസോണോളിസിസ് ചെയ്താൽ ഏതാണ് മെത്തനാൽ പ്രോഡക്റ്റ് ആയിട്ട് തരിക എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓസോണോളിസിസ് റിയാക്ഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം, അതിനുശേഷം ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, സോ ഓസോണോളിസിസ് റിയാക്ഷൻ ഞാൻ ഇവിടെ നിന്ന് എഴുതാം. ഇറ്റ് ഈസ് ഗിവൺ ബൈ വാട്ട്? ആൽക്കീൻസ്. ആൽക്കീൻസിൻ്റെ എന്താണ്, ഡബിൾ ബോണ്ടിൻ്റെ എന്താണ് പൊസിഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഓസോണോളിസിസ് റിയാക്ഷൻ യൂസ് ചെയ്യാം. ഓക്കെ, സോ ഓസോണോളിസിസ് റിയാക്ഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ഞാൻ എടുക്കാം. സോ ഐ എം ടേക്കിംഗ് ഈഥീൻ. ഓൺ റിയാക്ഷൻ വിത്ത് ഓസോൺ വിൽ ആഡഡ് അക്രോസ് ദിസ് ഡബിൾ ബോണ്ട്. ഡബിൾ ബോണ്ടിന് അക്രോസ് ആയിട്ട് എന്താ ആഡ് ചെയ്യും? ഓസോൺ ആഡ് ചെയ്യും. ആൻഡ് യു ആർ ഗെറ്റിംഗ് എൻ ഇൻ്റർമീഡിയറ്റ്. ഒരു ഇൻ്റർമീഡിയറ്റ് ആണ് കിട്ടുന്നത്. ആൻഡ് ദാറ്റ് ഇൻ്റർമീഡിയറ്റ് ഇസ് നോൺ ആസ് വാട്ട്? ഓസോണൈറ്റ്. ഓക്കെ, ഇതിന് സിങ്ക് ആൻഡ് വാട്ടർ വെച്ച് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ ദ ബോണ്ട് വിൽ ക്ലീവ് ലൈക്ക് ദിസ് ആൻഡ് യു വിൽ ഗെറ്റ് CH2. This C single bond O becomes what? C double bond O. Similarly here also what? This C single bond O becomes C double bond. So that is what? H C double bond O H. That is methanal. Okay, HCHO ine namukku venamengil you can also write it as what? CH2O. Okay, understood? So ഇതാണ് ഇതിൻ്റെ പ്രോപ്പർ മെക്കാനിസം. പക്ഷേ ഓസോണോളിസിസ് റിയാക്ഷൻ എഴുതാനായിട്ട് നിങ്ങൾക്ക് മെക്കാനിസം അറിയണമെന്ന് യാതൊരു നിർബന്ധമില്ല. വളരെ ഈസി ആയിട്ട് ഓസോണോളിസിസ് റിയാക്ഷൻ്റെ നമുക്ക് പ്രോഡക്ട്സ് എഴുതാൻ സാധിക്കും. വെരി ഈസി. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് യു ഹാവ് ടു ഡു, അതായത് ഇഫ് ദിസ് ഇസ് ദി ആൽക്കീൻ, ഇതാണ് ആൽക്കീൻ എങ്കിൽ എന്ത് ചെയ്യുക? യു കട്ട് ദ ഡബിൾ ബോണ്ട് ആൻഡ് പുട്ട് ഓക്സിജൻ ഓൺ എയ്തർ സൈഡ്. ദീസ് ടു വിൽ ബി ദ ടു പ്രോഡക്ട്സ്. അപ്പോൾ എന്തായിരിക്കും പ്രോഡക്ട്സ്? 2CH2O. അത് തന്നെയല്ലേ മെക്കാനിസം വഴി എഴുതിയാലും കിട്ടുന്നത്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ CH3CH ഡബിൾ ബോണ്ട് CH2. ഇതിൻ്റെ ഓസോണോളിസിസിൻ്റെ പ്രൊഡക്റ്റ് എഴുതാനായിട്ട് വളരെ സിമ്പിളാണ്. എന്ത് ചെയ്താൽ മതി? ഈ ഡബിൾ ബോണ്ട് അങ്ങോട്ട് കട്ട് ചെയ്യുക, എന്നിട്ട് ഡബിൾ ബോണ്ടഡ് കാർബൺസിലേക്ക് എന്ത് കൊടുക്കുക? ഓക്സിജൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ സോ വാട്ട് വിൽ ബി ദിസ് പ്രോഡക്റ്റ്? CH3CHO. ഈ പ്രോഡക്റ്റ് എന്തായിരിക്കും? CH2O. ഓക്കെ, അപ്പോൾ ഓസോണോളിസിസിൻ്റെ മെക്കാനിസം ഒന്നും അറിയണം നമുക്ക് യാതൊരു നിർബന്ധമില്ല. വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ഓസോണോളിസിൻ്റെ പ്രൊഡക്റ്റ് എഴുതാം. അപ്പോൾ നമുക്ക് ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്താ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്? ഇതിലേത് ആൽക്കീൻ ഓസോണോളിസിസ് അണ്ടർഗോ ചെയ്യുമ്പോഴാണ് മെത്തനാൽ? മെത്തനാൽ എന്ന് പറയുന്നത് HCHO ആണ്. അത് നമുക്ക് CH2O എന്നും എന്ത് ചെയ്യാം? എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം. മെക്കാനിസം ഒന്നും വേണ്ട, ഡയറക്റ്റ്ലി എന്ത് ചെയ്താൽ മതി? ഡബിൾ ബോണ്ട് കട്ട് ചെയ്യുക, പുട്ട് ഓക്സിജൻ ഓൺ എയ്തർ കാർബൺസ്. ഓക്കെ, സോ ഞാൻ ഡബിൾ ബോണ്ട് കട്ട് ചെയ്യുന്നു. യു വിൽ ഗെറ്റ് വാട്ട്? അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന ഫസ്റ്റിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് എന്തായിരിക്കും വരുന്നത്? യു വിൽ ഗെറ്റ് CHO. പിന്നെ വരുന്ന പ്രൊഡക്റ്റ് ഏതായിരിക്കും? ദിസ് പാർട്ട് എന്തായിട്ട് മാറും? CH3CHO. അപ്പോൾ ഇതെല്ലാം സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് ആദ്യമേ എലിമിനേറ്റ് ചെയ്യാം, കാരണം അതൊരു ആൽക്കീനേ അല്ല. ഓക്കെ, ഇനി നമുക്ക് തേർഡ് ഓപ്ഷൻ എടുക്കാം. തേർഡ് ഓപ്ഷൻ ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തു. അപ്പോൾ ഓക്സിജൻ ഏതർ സൈഡ്സിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്തായിരിക്കും വരിക? CH2CHO പ്ലസ് CH2O. CH2O is what? മെത്തനാൽ. CH2O എന്താണ്? മെത്തനാൽ അല്ലേ? സോ ഇതിനകത്ത് ഏത് ഓപ്ഷൻ ആണ് CH2O പ്രോഡക്റ്റ് ആയിട്ട് തരുന്നത്? ദാറ്റ് ഈസ് ഓപ്ഷൻ തേർഡ് വൺ. ദാറ്റ് ഈസ് ഓപ്ഷൻ തേർഡ് വൺ. അണ്ടർസ്റ്റുഡ്? ക്ലിയർ ആണല്ലോ? ഓസോണോളിസിസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ. ഇതിൻ്റെ പ്രോഡക്റ്റ് എഴുതാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. ജസ്റ്റ് വാട്ട് യു ഹാവ് ടു ഡു, കട്ട് ദ ഡബിൾ ബോണ്ട് കംപ്ലീറ്റ്ലി ആൻഡ് പുട്ട് ഓക്സിജൻ ഓൺ എയ്തർ ഡബിൾ ബോണ്ടഡ് കാർബൺസ്. ആസ് ഈസി ആസ് ദാറ്റ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, മാച്ച് ദ ഫോളോയിങ് ആൻഡ് ഐഡൻറ്റിഫൈ ദി കറക്റ്റ് ഓപ്ഷൻ. ഇതൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കൊന്ന് നോക്കാം. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ധാരാളമായിട്ട് നീറ്റിന് ചോദിക്കാറുണ്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് ദാറ്റ് ഹാസ് ബീൻ ആസ്ഡ് റെഗുലർലി. ഓക്കെ, അപ്പോൾ നമുക്ക് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ, ഇതിൽ ഫസ്റ്റ് പാർട്ടിൽ തരുന്നത് കാർബൺ മോണോക്സൈഡ് ആൻഡ് H2, ടെമ്പററി ഹാർഡ്നെസ് ഓഫ് വാട്ടർ B2H6 H2O2. ഓക്കെ, അതിൽ സെക്കൻഡ് കോളത്തിൽ തരുന്നത് മെഗ്നീഷ്യം ബൈകാർബണേറ്റ് പ്ലസ് കാൽഷ്യം ബൈകാർബണേറ്റ് ആൻഡ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ ഹൈഡ്രൈഡ്, സിന്തസിസ് ഗ്യാസ്, നോൺ പോളാർ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ കാർബൺ മോണോക്സൈഡ് ആൻഡ് H2, വാട്ട് ഇസ് ദാറ്റ്? ദാറ്റ് ഈസ് ആക്ച്വലി വാട്ടർ ഗ്യാസ് അല്ലേ? കാർബൺ മോണോക്സൈഡ് ആൻഡ് H2 എന്തിന് എക്സാമ്പിൾ ആണ്? ഇറ്റ് ഈസ് എക്സാമ്പിൾ ഫോർ വാട്ടർ ഗ്യാസ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വാട്ട്? സിന്തസിസ് ഗ്യാസ്. ഇതിന് നമ്മൾ എന്തായിട്ടും വിളിക്കും?
synthesis gas എന്ന് വിളിക്കും. Why it is known as synthesis gas? Because it is used for the production of very important commercial organic compounds. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള commercial organic compoundsൻ്റെ പ്രൊഡക്ഷന് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? സിന്തസിസ് ഗ്യാസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അതിൽ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അപ്പോൾ CO plus 3H2 in presence of nickel you will get CH4 plus H2. മീഥേൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് സിന്തസിസ് ഗ്യാസ് യൂസ് ചെയ്യാം. CO plus H2 in presence of copper you will get ഫോർമാൽഡിഹൈഡ് HCH കിട്ടും. അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ പ്രൊഡക്ഷന് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? വാട്ടർ ഗ്യാസ് യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ വാട്ടർ ഗ്യാസിനെ നമ്മൾ എന്തായിട്ട് പറയുന്നു? ഇറ്റ് ഇസ് നോൺ ആസ് സിന്തസിസ് ഗ്യാസ് ഓർ സിൻ ഗ്യാസ്. അപ്പോൾ CO and H2 എന്തുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്? ഇറ്റ് വിൽ ബി മാച്ചിങ് വിത്ത് 3. A എന്തുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്? 3 ആയിട്ടാണ് മാച്ച് ചെയ്യുന്നത്. ഓക്കെ, നൗ ഓപ്ഷൻ ബി, ടെമ്പററി ഹാർഡ്നെസ് ഓഫ് വാട്ടർ. നമ്മൾ ഹാർഡ് വാട്ടറിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കേട്ടിട്ടുണ്ട് അല്ലേ? സോ വാട്ട് ഈസ് ഹാർഡ് വാട്ടർ? ദോസ് വാട്ടർ കനോട്ട് ഫോം ലാത്തർ വിത്ത് സോപ്പ്. അതായത് സോപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലാത്തർ ഫോം ചെയ്യാത്ത വാട്ടറിനെയാണ് എന്ത് പറയുന്നത്? ഹാർഡ് വാട്ടർ എന്ന് പറയുന്നത്. അതിൽ തന്നെ രണ്ട് ടൈപ്പ് ഹാർഡ്നെസ് ഉണ്ട് അല്ലേ? ടെമ്പററി ഹാർഡ്നെസ്സും ഉണ്ട്, പെർമനൻറ്റ് ഹാർഡ്നെസ്സും ഉണ്ട്. അതിൽ ടെമ്പററി ഹാർഡ്നെസ്സിന് റെസ്പോൺസിബിൾ ആരാണ്? That is bicarbonates of calcium and magnesium. അതായത് കാൽഷ്യം മഗ്നീഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റ്സ് ആണ് എന്തിന് കാരണം? ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണം. പെർമനൻറ്റ് ഹാർഡ്നെസ്സിനോ? that is chlorides and sulfates of calcium and magnesium. അതായത് ഇപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് ഹാർഡ്നെസ് ഉണ്ട്, ടെമ്പററി ആൻഡ് പെർമനൻ്റ് ആണ്. ടെമ്പററി ഹാർഡ്നെസ് എന്താണ്? ബൈകാർബണേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം ആണ് എന്തിന് റെസ്പോൺസിബിൾ ആയിട്ട് വരുന്നത്? ടെമ്പററി ഹാർഡ്നെസ്സിന് റെസ്പോൺസിബിൾ ആയിട്ട് വരുന്നത്. പെർമനൻറ്റ് ഹാർഡ്നെസ്സിന് റെസ്പോൺസിബിൾ ആരാണ്? ക്ലോറൈഡ്സ് ആൻഡ് സൾഫേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം. ഓക്കെ, അപ്പോൾ ടെമ്പററി ഹാർഡ്നെസ് വിൽ ബി മാച്ചിങ് വിത്ത് ഓപ്ഷൻ 1 ആണ്. ദാറ്റ് ഇസ് മഗ്നീഷ്യം ബൈകാർബണേറ്റ് ആൻഡ് കാൽഷ്യം ബൈകാർബണേറ്റ്. നൗ യു ഹാവ് B2H6. B2H6 എന്തുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ദാറ്റ് ഈസ് ഡൈബൊറൈൻ ആണ് അല്ലേ? ഓക്കെ, B2H6 is actually an example for an electron deficient hydride ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ഡൈബൊറൈൻ്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ വി വിൽ ഡിസ്കസ് അബൌട്ട് ദി 3 center 2 electron bond. 3 center 2 electron bond ഡിസ്കസ് ചെയ്യും അല്ലേ? ആൻഡ് ദാറ്റ് ഇസ് എൻ ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് ബോണ്ടാണ്. ജസ്റ്റ് നമുക്കൊന്ന് ഡൈബൊറൈൻ്റെ സ്ട്രക്ചർ എന്ന് പറയാം. ഡൈബൊറൈനിൽ ബോറോണസ് sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഓക്കെ, ഡൈബൊറൈനിൽ ബോറോൺ എന്താണ്? sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. 2 ബോറോണാണുള്ളത്. ഈ 2 ബോറോണിനും എന്താണ്? ദർ വിൽ ബി 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. ഓക്കെ, ഇതിൽ 3 of them will be half filled and 1 will be vacant. ഓക്കെ, ഇതിൽ 2 ടൈപ്പ് ഓഫ് ബോണ്ട് ഉണ്ട്. ടെർമിനൽ BH ബോണ്ടും ഉണ്ട്, ബ്രിഡ്ജ് BHB ബോണ്ടും ഉണ്ട്. അതിൽ ടെർമിനൽ BH ബോണ്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബോറോണിൻ്റെ sp3 ഹൈബ്രിഡ് ഓർബിറ്റലും ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലും കൂടെ എന്ത് ചെയ്യുന്നു? ഓവർലാപ്പ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? BH ടെർമിനൽ BH ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ, ഇനി അതുകൂടാണ്ട് യു ക്യാൻ സീ ദാറ്റ് അപ്പോൾ ഇൻ ഈച്ച് ബോറോൺ ദർ ആർ 2 BH ബോണ്ട്, 2 BH ടെർമിനൽ ഹൈഡ്രജൻ ബോണ്ട്സ് ഉണ്ട്. അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ബോറോണിൻ്റെ sp3 ഹൈബ്രിഡ് ഓർബിറ്റലും ഹൈഡ്രജൻ്റെ എന്താണ് 1s ഓർബിറ്റലും കൂടെ ഓവർലാപ്പ് ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? BH ടെർമിനൽ ബോണ്ട്സ് ഫോം ചെയ്യുന്നത്. 2 ബോറോണിനും സിമിലർലി ആണ് എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത് കേട്ടോ. ഇനി അത് കൂടാണ്ട് BHB ബോണ്ട് കൂടെ എന്തിനുണ്ട്? ഡൈബൊറൈൻ ഉണ്ട്. അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് നോക്കാം, ശ്രദ്ധിച്ചിരിക്കണം. അതായത് ഒരു ബോറോണിൻ്റെ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള sp3 ഹൈബ്രിഡ് ഓർബിറ്റലും അടുത്ത ബോറോണിൻ്റെ വേക്കൻ്റ് ആയിട്ടുള്ള sp3 ഹൈബ്രിഡ് ഓർബിറ്റലും ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഓവർലാപ്പ് ചെയ്യുന്നത്. അത് ഒരു 3 center 2 electron ബോണ്ടാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുക? 3 centers. ദാറ്റ് ഇസ് ബോറോൺ ഹൈഡ്രജൻ ബോറോൺ 3 centers. പക്ഷേ എത്ര ഇലക്ട്രോണേ ഉള്ളൂ അതിനകത്ത്?
ഒരു ബോറോണിൻ്റെ ഒരു ഇലക്ട്രോണും ഹൈഡ്രജൻ്റെ ഒരു ഇലക്ട്രോണും, മറ്റേ ബോറോണിൻ്റെ എന്താണ് വേക്കൻ്റ് ഓർബിറ്റിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. സിമിലർലി രണ്ടാമത്തെ BHP ബോണ്ടും അങ്ങനെ തന്നെയാണ് ഫോം ചെയ്യുന്നത്. ഫസ്റ്റ് ബോറോണിൻ്റെ വേക്കൻറ്റും സെക്കൻഡ് ബോറോണിൻ്റെ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള sp3യും ഹൈഡ്രജൻ്റെ എന്താണ് 1s കൂടെ എന്ത് ചെയ്യും, ഓവർലാപ്പ് ചെയ്തിട്ടാണ് സെക്കൻഡ് BHP ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എന്താണ് ശരിക്കും 3 സെൻറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ ദർ ഷുഡ് ബി 4 ഇലക്ട്രോൺസ് ആണ് അല്ലേ. ഇപ്പോൾ ലൈക്ക് ദിസ് A എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ദിസ്, ഈ ബോണ്ടിൽ 2 ഇലക്ട്രോൺ വരും, ഈ ബോണ്ടിൽ എത്ര വരും, 2 ഇലക്ട്രോൺ. അപ്പോൾ ടോട്ടൽ എത്ര ഇലക്ട്രോൺ വരണം അവിടെ, 4 ഇലക്ട്രോൺ വരണം. പക്ഷേ എത്രയേ ഉള്ളൂ ഇവിടെ BHP 3 സെൻട്രൽ ലൈനകത്ത്, പക്ഷേ എത്ര ഇലക്ട്രോണേ ഉള്ളൂ, 2 ഇലക്ട്രോണേ ഉള്ളൂ. സോ ഇറ്റ് ഇസ് ഇൻ ഷോർട്ട് ഓഫ് വാട്ട്, 2 electrons. So it's an electron deficient hydride ആണ്. അപ്പോൾ ഡൈബൊറൈൻ എന്താണ്, ഇറ്റ്സ് an example for an electron deficient hydride. ഓക്കെ, അണ്ടർസ്റ്റുഡ്. ഡൈബൊറൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിൻ്റെ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ BHP ബോണ്ടിനെ ബനാന ബോണ്ട് എന്ന് കൂടെയാണ് എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. ഓക്കെ, ബിക്കോസ് ഇറ്റ്സ് ഇലക്ട്രോൺ ക്ലൗഡ് ഇസ് സിമിലർ ടു വാട്ട്, ദ ഷേപ്പ് ഓഫ് ബനാന. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഡൈബൊറൈൻ എന്തുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്, ഇറ്റ്സ് മാച്ചിങ് വിത്ത് ഇലക്ട്രോൺ ഡെഫിഷ്യൻ ഹൈഡ്രൈഡ് ആണ്. ഓക്കെ, ഇനി H2O2 ആണ്. സോ ഒബ്വിയസ്ലി H2O2 എന്തായിരിക്കും, ഇറ്റ് വിൽ ബി മാച്ചിങ് വിത്ത് നോൺ പോളാർ സ്ട്രക്ചർ. H2O2 ഇസ് ഹാവിങ് എ ഹാഫ് ഓപ്പൺ ബുക്ക് സ്ട്രക്ചർ ആണ്. ഓക്കെ, ഇതാണ് H2O2ൻ്റെ സ്ട്രക്ചർ. ഇറ്റ് ഇസ് നോട്ട് ഹാവിങ് എ പ്ലാനാർ അല്ല, ഒരു പ്ലെയിനിലല്ല 2 OH ബോണ്ടും വരുന്നത്, 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലെയിൻസിലാണ് വരുന്നത്. സോ ഇറ്റ് ഇസ് എ ഹാഫ് ഓപ്പൺ ബുക്ക് സ്ട്രക്ചർ ആണ്. സോ ഇറ്റ്സ് എ നോൺ പോളാർ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് മാച്ച് ചെയ്തല്ലോ. അപ്പോൾ A എന്തുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്, ഇറ്റ് ഇസ് മാച്ചിങ് വിത്ത് 3. B എന്തുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്, ഇറ്റ് ഇസ് മാച്ചിങ് വിത്ത് 1. അതുപോലെ തന്നെ C എന്തുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്, ഇറ്റ് ഇസ് മാച്ചിങ് വിത്ത് 2 ആൻഡ് D ഇസ് മാച്ചിങ് വിത്ത് 4. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഏത് വരും, ഇറ്റ് വിൽ ബി ഓപ്ഷൻ 1 itself. Understood? Is it clear for you? Clear ആണല്ലോ അല്ലേ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. Okay, now we can move on to the next question. It is a question from chapter Solutions. The freezing point depression constant Kf of benzene is 5.12 Kelvin kilogram per mole. The freezing point depression for the solution of molality 0.78 molal containing a non-electrolyte solute in benzene is. Round off up to 2 decimal places. Okay, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാം. ഇത് ക്വസ്റ്റ്യൻ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്, ഇറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു കൊള്ളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കൊള്ളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണെന്ത്, ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, അക്കോർഡിംഗ് ടു the theory, the depression in freezing point, it is represented as delta Tf is equal to I into Kf into M ആണ്. And what is I? That is Van Hoff factor അല്ലേ, Van Hoff factor ആണ്. But in this question it is clearly said that it is a solution containing a non-electrolyte solute ആണ്. Non-electrolyte എന്ന് പറഞ്ഞാൽ it does not undergo either association or dissociation. അവർക്ക് അസോസിയേഷനും ഇല്ല ഡിസോസിയേഷനും ഇല്ല, non-electrolytes ആണ്. Non-electrolytesന് I വാല്യൂ എന്താണ്, 1 ആണ്. ഓക്കെ, I value is 1. Okay, then you need Kf. Kf is depression constant ആണ്. So freezing point depression constant is already given 5.12 ആണ്. അത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്പെസിഫിക്കലി തന്നിട്ടുണ്ട്. Now you require molality. Molality is what? The freezing point depression for the solution of molality 0.078. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 0.078 മോളാൽ അല്ലേ. അതായത് 0.078 മോളാലുള്ള എന്താണ് നോൺ ഇലക്ട്രോലൈറ്റ് സൊല്യൂട്ട് ഉള്ള സൊല്യൂഷൻ്റെ ഡിപ്രഷൻ ആൻഡ് ഫ്രീസിങ് പോയിന്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വളരെ ഈസി, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു I ഇൻറ്റു കെ എഫ് ഇൻറ്റു എം ആണ്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
ഐ വാല്യൂ എന്താണ്? 1 ആണ്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് യു പുട്ട് ഐ വാല്യൂ. പല കുട്ടികളും പലപ്പോഴും ഐ വാല്യൂ ഇടാനായിട്ട് മറന്നു പോകും. ഒരിക്കലും അത് ചെയ്യരുത്. ഐ വാല്യൂ ഇട്ട് തന്നെ എന്ത് ചെയ്യണം. ഓക്കെ, നോൺ ഇലക്ട്രോലൈറ്റ്സിന് ഐ വാല്യൂ എന്താണ്? 1 ആണ്. ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് അണ്ടർഗോ അസോസിയേഷൻ ഓൺ ഡിസോസിയേഷൻ. ഓക്കെ, കെ എഫ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് 5.12. ഓക്കെ, ഇൻറ്റു എന്താണ്? 0.78 ആണ്. ഓക്കെ, ഞാനിവിടെ ഒരു സ്ലൈറ്റ് അപ്രോക്സിമേഷൻ ചെയ്യുകയാണ്. ഈ 0.78ന് ഞാൻ അപ്രോക്സിമേറ്റഡ് ആസ് 0.8 എന്ന് എടുക്കുകയാണ്. ഇതിന് ഞാൻ 5.12ന് 5 എന്നും എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ 5 × 8 എത്രയാണ്? 40 ആണ് അല്ലേ? 0.08 അല്ലേ, സോറി, ഇവിടെ ഒരു ഇറ്റ് ഇസ് 0.08 ആണ്. സോ ഇറ്റ് ഇസ് ഓക്കെ 0.078 ആണ് മൊളാലിറ്റി തന്നിരിക്കുന്നത്. അപ്പോൾ 0.078 ആകുമ്പോഴത്തേക്ക് അത് എങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്യും? 0.08 എന്ന് അപ്രോക്സിമേറ്റ് ചെയ്യും. അപ്പോൾ 5.12ന് ഞാൻ 5 എന്നേ എടുക്കുന്നുള്ളൂ ഫോർ ഈസി കാൽക്കുലേഷൻ. അപ്പോൾ 5 × 8 എത്രയാണ്? 40 ആണ്. 2 ഡെസിമൽ പ്ലേസസ് വരുമ്പോഴത്തേക്ക് എത്ര വരും? ഇറ്റ് വിൽ ബി 0.40. ഓക്കെ, അണ്ടർസ്റ്റുഡ്. അപ്പോൾ എന്താണ് ആൻസർ വരുന്നത്? വളരെ ഈസിയാണ്. ദ ആൻസർ ഇസ് വാട്ട്? 0.40. ദാറ്റ് ഇസ് ഓപ്ഷൻ 3. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് വി ക്യാൻ മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, now identify the compound X in the following sequence of reactions. അതായത് ഈ തന്നിരിക്കുന്ന സീക്വൻസ് ഓഫ് റിയാക്ഷൻസിൽ എക്സ് ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളതാണ്. ഇതിൽ സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ട് എന്താണ്? ഹിയർ ദ സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ട് ഇസ് ടൊളുവീൻ അല്ലേ? ഇത് ടൊളുവീൻ ആണ് അല്ലേ? ഓൺ റിയാക്ഷൻ വിത്ത് ക്ലോറിൻ ആൻഡ് ലൈറ്റ് യു ആർ ഗെറ്റിംഗ് എൻ എക്സ്. This on hydrolysis gives benzaldehyde. ആർക്കെങ്കിലും റിയാക്ഷൻ ഒന്ന് പറയാമോ? ആർക്ക് പറയാം? ഇത് ഏത് റിയാക്ഷൻ ആണ്? ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഒന്ന് പറയാമോ ഏതാണ് റിയാക്ഷൻ എന്ന്? ഏത് റിയാക്ഷൻ ആണിത്? വിച്ച് റിയാക്ഷൻ ഇറ്റ് ഈസ്? ഓക്കെ, സോ ഇത് ഞാൻ തന്നെ ഡയറക്റ്റ്ലി പറയുകയാണ്. This is actually side chain chlorination ആണ്, which is a very very important reaction which is used as the manufacture method of benzaldehyde. ഈ തന്നിരിക്കുന്ന റിയാക്ഷൻ എന്താണത്? സൈഡ് ചെയിൻ ക്ലോറിനേഷൻ ആണ്. ഓക്കെ, ഇത് എന്തിന് യൂസ് ചെയ്യുന്നതാണ്? ദാറ്റ് ഇസ് ആക്ച്വലി മാനുഫാക്ചർ മെത്തേഡ് ഓഫ് ബെൻസാൽഡിഹൈഡ്. ബെൻസാൽഡിഹൈഡിൻ്റെ മാനുഫാക്ചർ മെത്തേഡാണ്. ബെൻസാൽഡിഹൈഡ് നമ്മൾ ബൾക്കായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഈ റിയാക്ഷൻ വഴിയാണ്. വളരെ സിമ്പിളായിട്ടുള്ള റിയാക്ഷനാണ്. സോ ലെറ്റ് us ഡിസ്കസ്. ടൊളുവീൻ ഓൺ റിയാക്ഷൻ വിത്ത് ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ് ആണ്. HNu എന്ന് പറയുന്നത് എന്താണ്? ലൈറ്റ് ആണ്. നോർമലി ലൈറ്റിൻ്റെ പ്രസൻസിൽ ക്ലോറിനുമായിട്ട് ആരോമാറ്റിക് കോമ്പൗണ്ട്സ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സൈഡ് ചെയിനിൽ ഹൈഡ്രജൻ ആയിരിക്കും എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യുക? ക്ലോറിൻ വെച്ച് റീപ്ലേസ് ചെയ്യുന്നത്. സാധാരണ നോർമലി ഹാലജൻസ് ഇൻ ഡാർക്ക് ആണെങ്കിൽ, അതായത് പ്രത്യേകിച്ച് ലൈറ്റ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ബെൻസീൻ റിങ്ങിലെ ഹൈഡ്രജൻ ആയിരിക്കും എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യുന്നത്? ഹാലജൻസ് വെച്ച് റീപ്ലേസ് ചെയ്യുന്നത്. പക്ഷേ ലൈറ്റിൻ്റെ പ്രസൻസിലാണെങ്കിൽ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ലൈറ്റിൻ്റെ പ്രസൻസിലാണെങ്കിൽ എന്താണ്? ആരോമാറ്റിക് കോമ്പൗണ്ട്സിൽ സൈഡ് ചെയിനിൽ ഉള്ള ഹൈഡ്രജൻ ആയിരിക്കും എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യുക? ഹാലജൻസ് വെച്ച് റീപ്ലേസ് ചെയ്യുക. സോ ഇതിൽ സൈഡ് ചെയിൻ CH3 ആണ്. അതിൽ 2 ഹൈഡ്രജൻ ആയിരിക്കും എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യുക? ക്ലോറിൻ വെച്ച് റീപ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, സോ യു വിൽ ഗെറ്റ് CH, 2 ക്ലോറിൻ ആണ്. സോ 2 ഹൈഡ്രജൻസ് വിൽ ബി റീപ്ലേസ് CH, Cl2. ഇതാണ് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വരുന്നത്. ഫർദർ റിയാക്ഷൻ കൂടെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓൺ റിയാക്ഷൻ വിത്ത് വാട്ടർ, ദാറ്റ് ഇസ് ഹൈഡ്രോളിസിസ് ആണ് അല്ലേ? ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ക്ലോറിൻ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യും? OH വെച്ച് റീപ്ലേസ് ചെയ്യും. HCl ആണ് റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, ദീസ് 2 ക്ലോറിൻ വിൽ ബി റീപ്ലേസ് വിത്ത് വാട്ട്? OH. അപ്പോൾ എന്താ ഇവിടെ നിന്ന് എലിമിനേറ്റ് ആയി പോകുന്നത്? HCl എലിമിനേറ്റ് ആയിട്ട് പോയി. സോ യു വിൽ ഗെറ്റ് വാട്ട്? CHOH. ഓക്കെ, അതായത് ആ 2 ക്ലോറിന് പകരം എന്ത് വരും? 2 OH വരും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് പറയാം. വെനെവർ ദർ ഇസ് മോർ ദാൻ 1 OH ഇൻ എ കാർബൺ, ഒരു കാർബണിൽ തന്നെ ഒന്നിൽ കൂടുതൽ OH വന്നാൽ
there will be elimination of water. അവിടെ എന്ത് എലിമിനേറ്റ് ചെയ്തിരിക്കും? വാട്ടർ എലിമിനേറ്റ് ചെയ്തിരിക്കും. ലൈക്ക് ദിസ് H2 എലിമിനേറ്റ് ചെയ്ത് പോയി. So what will you are getting? You are getting CH2, that is benzaldehyde. ഇതാണ് റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ ടൊലുവീനെ ക്ലോറിൻ പ്രസൻസ് ഓഫ് ലൈറ്റ് ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അതിൽ CH3 ഹൈഡ്രജൻ ആയിരിക്കും എന്ത് വെച്ചാൽ അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. വെന്നെവർ അരോമാറ്റിക് കോമ്പൗണ്ട്സ് ആർ റിയാക്ടിങ് വിത്ത് halogens in presence of light ആണെങ്കിൽ the substitution occurs at the side chain. Make sure that. Okay. And അതിന് ശേഷം എന്ത് ചെയ്യുന്നു? 2 ക്ലോറിൻ ആണ്. അപ്പോൾ 2 ഹൈഡ്രജൻ ക്ലോറിൻ വെച്ച് റീപ്ലേസ് ചെയ്തു. അതിനെ ഹൈഡ്രലൈസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? 2 ക്ലോറിൻ മാറിയിട്ട് എന്ത് വരും? OH വരും. വെന്നെവർ ദർ ഇസ് more than 1 OH in a carbon ആണെങ്കിൽ എന്ത് എലിമിനേറ്റ് ചെയ്തിരിക്കും? വാട്ടർ എലിമിനേറ്റ് ചെയ്തിരിക്കും. ഇറ്റ് ഓൾവേസ് ഹാപ്പൻസ് ആൻഡ് യു ആർ ഗെറ്റിംഗ് വാട്ട്? ബെൻസാൽഡിഹൈഡ്. അപ്പോൾ നമ്മുടെ ഇന്റർമീഡിയറ്റ് എന്താണ്? സോ ഇറ്റ് ഇസ് ദ ഇന്റർമീഡിയറ്റ് ഇസ് ദിസ് വൺ. ഓക്കെ. സോ വിച്ച് ഇസ് ദി ആൻസർ? ദാറ്റ് ഇസ് ഓപ്ഷൻ 3. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ 3. അണ്ടർസ്റ്റുഡ്? ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. ഡയറക്റ്റ് എന്താണ് NCERT-യിൽ അതേ റിയാക്ഷൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം. That is, which one of the following has maximum number of atoms? A question related to some basic concept. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റൻ ആണ് അല്ലേ? അതായത് നമ്പർ ഓഫ് ആറ്റംസ് ഇത് ഏതിനകത്താണ് കൂടുതലെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. നിങ്ങൾക്ക് നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് നോക്കാം. Number of atoms is equal to atomicity into number of moles into Avogadro number. Okay. ഓക്കെ. ഇതാണ് നമ്പർ ഓഫ് ആറ്റത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഡയറക്റ്റ് ഇക്വേഷൻ ക്വസ്റ്റ്യൻ ആണ് അത്. ഓക്കെ. അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് പറയാം. അറ്റോമിസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി നമ്പർ ഓഫ് ആറ്റംസ് പെർ മോളിക്യൂൾ. ഒരു മോളിക്യൂളിൽ എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെന്നുള്ളതാണ് എന്ത് അറ്റോമിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്പർ ഓഫ് മോൾസ് നിങ്ങൾക്കറിയാം. ഇറ്റ് ഈസ് given mass by molar mass ആണ്. ആൻഡ് വാട്ട് ഇസ് ദിസ് Na? Avogadro number, that is 6.02 into 10 raised to 23 അല്ലേ? ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്പർ ഓഫ് ആറ്റത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അറ്റോമിസിറ്റി ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു Avogadro നമ്പർ. ഓക്കെ. അണ്ടർസ്റ്റുഡ്? ഓക്കെ. ഓക്കെ. നമുക്കിതിനകത്ത് ഓരോ ഓപ്ഷൻ ബൈ ഓപ്ഷനാണ്. ഇത് നമുക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാവും. നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. കാൽക്കുലേറ്റ് ഒന്നും ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ക്വസ്റ്റൻ ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ആദ്യം ഒന്ന് എടുക്കാം. 1 gram ഓഫ് സിൽവർ എന്നാണ് പറയുന്നത്. സിൽവർ ഒരു മോണോ അറ്റോമിക് എലമെൻ്റ് ആണ്. സോ അറ്റോമിസിറ്റി എന്ത് വരും? 1 വരും. ഇൻറ്റു നമ്പർ ഓഫ് ആറ്റംസ് എന്താണ്? ഗിവൺ മാസ് ബൈ മോളാർ മാസ് ആണ്. ഗിവൺ മാസ് എത്രയാണ്? 1 gram ആണ്. സോ ഇവിടെ മോളാർ മാസ് എലമെൻ്റ് ആയതുകൊണ്ട് ഇറ്റ് വിൽ ബി അറ്റോമിക് മാസ് ആയിരിക്കും 108 ആണ്. അത് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇൻറ്റു Na ആണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടി. നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ എടുക്കാം. സെക്കൻഡ് ഓപ്ഷനിൽ 1 gram മെഗ്നീഷ്യം ആണ്. മെഗ്നീഷ്യം എന്ത് തന്നെയാണ്? ഒരു മോണോ അറ്റോമിക് എലമെൻ്റ് ആണ്. സോ അറ്റോമിസിറ്റി എന്ത് വരും? 1 ആണ് വരുന്നത്. ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് ആണ്. ഗിവൺ മാസ് എന്ത് വരും? 1 gram. അതിൻ്റെ അറ്റോമിക് മാസ് ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ്? 24 ഇൻറ്റു Na ആണ് വരുന്നത്. ഇനി നമുക്ക് തേർഡ് ഓപ്ഷൻ എടുക്കാം. തേർഡ് ഓപ്ഷൻ 1 gram ഓഫ് O2 ആണ്. O2 ഡയറ്റോമിക് ആണ്. സോ നമ്പർ ഓഫ് ആറ്റംസ് പെർ മോളിക്യൂൾ എത്രയാണ്? 2 ആണ് അല്ലേ? സോ അറ്റോമിസിറ്റി വിൽ ബി 2 ഇൻറ്റു എത്രയാണ്? ഗിവൺ മാസ് എത്രയാണ്? 1 തന്നെയാണ്. മോളാർ മാസ് ഓക്സിജൻ അറ്റോമിക് മാസ് 16 ആണ്. ബട്ട് ഡയറ്റോമിക് ആണ്. അപ്പോൾ 16 ഇൻറ്റു 2 എത്ര വരും? 32 ഇൻറ്റു Na. ഓക്കെ. ഇനി ഓപ്ഷൻ 4 എടുക്കാം. ഓപ്ഷൻ 4 എടുക്കുമ്പോഴത്തേക്കും എന്താണ് വരുന്നത്? 1 gram ലിത്തിയം ആണ്. ലിത്തിയം ഇസ് ഓൾസോ മോണോ അറ്റോമിക് എലമെൻ്റ് ആണ്. 1 ഇൻറ്റു എന്താണ്? ഗിവൺ മാസ് എത്രയാണ്? 1 gram. അറ്റോമിക് മാസ് എത്രയാണ്? 7 ഇൻറ്റു Na അല്ലേ? അപ്പം ഇതിനകത്ത് ഇത് 1/16 ആണ്. ഇതിനകത്ത് നോക്കിക്കേ Na എല്ലാത്തിലും കോമൺ ആണ് അല്ലേ? അപ്പോൾ ഇതിനകത്ത് ആകെ വ്യത്യാസം വരുന്നത് ഡിനോമിനേറ്ററിൽ മാത്രമല്ലേ ഉള്ളൂ. എല്ലാത്തിലും ഡിനോമിനേറ്റർ മാത്രമല്ലേ വ്യത്യാസം വരുന്നുള്ളൂ. എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഡിനോമിനേറ്റർ വാല്യൂ കൂടുന്തോറും വാല്യൂ എന്ത് ചെയ്ത് വരും? ചെറുതായിട്ട് വരും അല്ലേ? ഇപ്പോൾ ഒന്ന് ഒരു എക്സാമ്പിൾ ആണെങ്കിൽ 1/2 എത്രയാണ്? 0.5 ആണ്. 1/5 0.2 ആണ്. അതായത് ഡിനോമിനേറ്റർ കൂടുന്തോറും എന്ത് കൊണ്ടുവരും? വാല്യൂ ചെറുതായിട്ട് വരും അല്ലേ? അങ്ങനെയല്ലേ സംഭവിക്കാറ്. സോ ഇതിനകത്ത് നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് മാക്സിമം നമ്പർ ഓഫ് ആറ്റംസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളതാണ് നമുക്ക് അല്ലേ? മാക്സിമം നമ്പർ ഓഫ് ആറ്റംസ്. അപ്പോൾ ഏറ്റവും ചെറിയ ഡിനോമിനേറ്ററിനുള്ളതായിരിക്കും എന്ത് വരുന്നത്? വലിയ വാല്യൂ വരുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ ഡിനോമിനേറ്റർ വരുന്നത് ഇതിനകത്താണ്. ഇറ്റ് വിൽ ബി ഇൻ
ഓപ്ഷൻ 4. ഓപ്ഷൻ 4ലുള്ള ഏറ്റവും ചെറിയ ഡിനോമിനേറ്റർ വരുന്നത്. സോ വിച്ച് ഇസ് ദ കറക്റ്റ് ആൻസർ? ദാറ്റ് ഈസ് 1 gram ഓഫ് ലിഥിയം വിൽ ഹാവ് വാട്ട്? മാക്സിമം നമ്പർ ഓഫ് ആറ്റംസ്. ഓക്കെ, ഇത് നിങ്ങൾ സോൾവ് ചെയ്യണോ? വേണ്ട, ഒന്നും നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കണ്ട, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇതിനകത്ത് ആകെ വ്യത്യാസം എന്തിന് മാത്രമേ ഉള്ളൂ? ഡിനോമിനേറ്റർ മാത്രമേ ഉള്ളൂ അല്ലേ? ഡിനോമിനേറ്റർ കൂടുന്തോറും വാല്യൂ എന്ത് ചെയ്യും? ചെറുതായി ചെറുതായി വരും. അപ്പോൾ നമുക്ക് വേണ്ടത് ഏറ്റവും വലിയ വാല്യൂ ആണ്. വലിയ വാല്യൂ കിട്ടണമെങ്കിൽ ചെറിയ ഡിനോമിനേറ്റർ ആയിരിക്കണം. അണ്ടർസ്റ്റുഡ്? ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? വെരി സിമ്പിൾ. സോൾവ് ചെയ്യണോ? വേണ്ട. സോ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ 4. Now moving on to next question. അതൊരു statement oriented question ആണ്. Identify the correct statements from the following. Wrought iron is impure iron with 4% carbon. Blister copper has blistered appearance due to the evolution of carbon dioxide. Vapor phase refining is carried out for nickel by Van Arkel method. Pig iron can be molded into variety of shapes. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് ചോദിക്കാം, നോക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എടുക്കാം. റോട്ട് അയോൺ ഇസ് ഇംപ്യൂർ അയോൺ വിത്ത് 4% കാർബൺ. അത് ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. റോട്ട് അയോൺ ഇസ് ദി പ്യുവറസ്റ്റ് ഫോം ഓഫ് അയോൺ ആണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദി റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് പിക്ക് ഔട്ട് ചെയ്യേണ്ടത്. ഇനി ബ്ലിസ്റ്റർ കോപ്പർ ഹാസ് ബ്ലിസ്റ്റേർഡ് അപ്പിയറൻസ് ഡ്യൂ ടു ദി എവല്യൂഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അതും ഒരു റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് ആക്ച്വലി ഞങ്ങൾ എക്സ്ട്രാക്ഷൻ ഓഫ് കോപ്പർ ഫ്രം കോപ്പർ പൈറൈറ്റ്സിൽ എന്ത് ചെയ്യുന്നതാണ്? ഡിസ്കസ് ചെയ്യുന്നതാണ്. അത് ഞാനൊന്ന് ഇക്വേഷൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, കോപ്പർ പൈറൈറ്റ്സ് CuFeS2 ആണ്. അതൊരു സൾഫൈഡ് ഓറാണ്. സൾഫൈഡ് ഓർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ നിങ്ങൾക്കറിയാം മെറ്റലർജിയിൽ ദർ ആർ 3 ഡിഫറെൻറ്റ് സ്റ്റെപ്പാണ് അല്ലേ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? കോൺസെൻട്രേഷൻ ആണ്. കോൺസെൻട്രേഷൻ ഇസ് റിമൂവൽ ഓഫ് വാട്ട്? എർത്ത്ലി ഇമ്പ്യൂരിറ്റീസ് ആണ്. സൾഫൈഡ് ഓർസിന് എന്താണ് പ്രിഫർ ചെയ്യുന്നത്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ടെക്നിക്കാണ്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺവേർഷൻ ടു ഓക്സൈഡ് ആണ്. സൾഫൈഡ് ഓർ ആയതുകൊണ്ട് തന്നെ റോസ്റ്റിംഗ് ആണ്. റോസ്റ്റിംഗ് എന്താണ്? ദാറ്റ് ഈസ് burning in presence of what? Oxygen ആണ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് റിഡക്ഷൻ ആൻഡ് ഫൈനലി എന്താണ്? റിഫൈനിങ് ആണ്. അതിൽ റിഡക്ഷൻ ഇവിടെ സെൽഫ് റിഡക്ഷൻ ആണ്. ഇത് എക്സ്ട്രാ റെഡ്യൂസിങ് ഏജൻ്റ് ഒന്നും ആഡ് ചെയ്യില്ല. സെൽഫ് റിഡക്ഷൻ പ്രോസസ്സാണ് എന്ത്? എക്സ്ട്രാക്ഷൻ ഓഫ് കോപ്പർ ഫ്രം കോപ്പർ പൈറൈറ്റ്സിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? കോൺസെൻട്രേഷൻ ടെക്നിക്കാണ്. സൾഫൈഡ് ഓർ ആയതുകൊണ്ട് തന്നെ ഏത് ടെക്നിക്കാണ്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് കൺവേർഷൻ ടു ഓക്സൈഡ് ആണ്. കൺവേർഷൻ ടു ഓക്സൈഡിൽ നമ്മൾ ഉപയോഗിക്കുന്നത് റോസ്റ്റിംഗ് ആണ്. എന്താ റോസ്റ്റിംഗ് എന്ന് പറയുന്നത്? ബേണിംഗ് ഇൻ പ്രസൻസ് ഓഫ് വാട്ട്? ഓക്സിജൻ ആണ്. അപ്പോൾ CuFeS2 ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജൻ യു വിൽ ഗെറ്റ് Cu2s ആൻഡ് Fes ആണ്. And this Cu2s will be converted to what? Cu2O. ഓക്കെ, അപ്പോൾ ആദ്യം കോപ്പർ പൈറൈറ്റ്സിന് ഓക്സിജൻ്റെ പ്രസൻസിൽ ബേൺ ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? Cu2s ഉം Fes ആയിട്ട് മാറും. അതിൽ Cu2s വീണ്ടും എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? Cu2O ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇതിൽ ഈ Cu2s ഉം Cu2O കൂടെ ഫർദർ കമ്പൈൻ ചെയ്യും ആൻഡ് ഫോംസ് 6Cu പ്ലസ് SO2. ഇങ്ങനെയാണ് കോപ്പർ എന്ത് ചെയ്യുന്നത്? എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ദിസ് കോപ്പർ ഇസ് നോൺ ആസ് വാട്ട്? ബ്ലിസ്റ്റർ കോപ്പർ. ഈ കോപ്പറിനെയാണ് എന്ത് വിളിക്കുന്നത്? ബ്ലിസ്റ്റർ കോപ്പർ. അതിന് കാരണം ഇറ്റ് ഇസ് ഡ്യൂ ടു ദ എവല്യൂഷൻ ഓഫ് വാട്ട്? SO2 ആണ് ഇവോൾവ് ചെയ്യുന്നത്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് അല്ല എന്താ ഇവോൾവ് ചെയ്യുന്നത്? SO2 ആണ് ഇവോൾവ് ചെയ്യുന്നത്. ഓക്കെ, ആ SO2 ബ്ലിസ്റ്റർ കോപ്പർ എന്ന് പറയുന്നത് ബ്ലിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കുമിള പോലെ എന്ത് ചെയ്യുന്നു? സർഫസിൽ വരും. അപ്പോൾ ഈ SO2 ഇവോൾവ് ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ഫോം ബ്ലിസ്റ്റേഴ്സ് ഓൺ ദ സർഫസ് ഓഫ് കോപ്പർ. അതുകൊണ്ടാണ് അതിന് എന്ത് വിളിക്കുന്നത്? ബ്ലിസ്റ്റർ കോപ്പർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എക്സ്ട്രാക്ഷൻ ഓഫ്, ഞാൻ വളരെ ബ്രീഫായിട്ടാണ് കേട്ടോ പറയുന്നത്. എക്സ്ട്രാക്ഷൻ ഓഫ് കോപ്പർ ഫ്രം CuFeS2. സൾഫൈഡ് ഓർ ആണ്. സോ കോൺസെൻട്രേഷൻ ടെക്നിക്ക് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ആയിരിക്കും. കൺവേർഷൻ ടു ഓക്സൈഡ് സൾഫൈഡ് ഓർസിന് എന്താണ്? റോസ്റ്റിംഗ് ആണ്. റോസ്റ്റിംഗ് ചെയ്ത് ഓക്സൈഡ് ആയിട്ട് മാറും. വൺസ് ദി ഓക്സൈഡ് ഇസ് ഫോം ഇറ്റ് വിൽ കമ്പൈൻ വിത്ത് ദ റെസ്റ്റ് ഓഫ് ദി സൾഫൈഡ് ഓർസ് ടു ഫോം വാട്ട്? കോപ്പർ. ഇതിൽ റിഡക്ഷൻ ടെക്നിക്കിന് എന്ത് വേണ്ട? എക്സ്ട്രാ റെഡ്യൂസിങ് ഏജൻറ്റ് വേണ്ട. സെൽഫ് റിഡക്ഷൻ ടെക്നിക്കാണ് പോകുന്നത്. ഓക്കെ, അണ്ടർസ്റ്റുഡ്? അപ്പോൾ
പറഞ്ഞിരിക്കുന്ന സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ത് തന്നെയാണ് വെച്ചാൽ റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നൗ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് കൂടെ നോക്കാം. വേപ്പർ ഫേസ് റിഫൈനിങ് ഇസ് ക്യാരീഡ് ഔട്ട് ഫോർ നിക്കൽ ബൈ വാൻ ആർക്കൽ മെത്തേഡ്. രണ്ട് ടൈപ്പ് വേപ്പർ ഫേസ് റിഫൈനിങ് ഉണ്ട്. ദാറ്റ് ഈസ് വാൻ ആർക്കൽ മെത്തേഡും മോൺസ് പ്രോസസ്സും. അതിൽ നിക്കലിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? മോൺസ് പ്രോസസ്സാണ്. നിക്കലിൻ്റെ വേപ്പർ ഫേസ് റിഫൈനിങ് ടെക്നിക്ക് ഏതാണ്? മോൺസ് പ്രോസസ്സാണ്. എന്താണ് മോൺസ് പ്രോസസ്സ്? നിക്കൽ ഇസ് ട്രീറ്റഡ് വിത്ത് carbon monoxide, you are getting NiCO4 times, which is a unstable volatile compound, which on heating you will get what? Pure nickel. ഓക്കെ, ഇതാണ് എന്ത്? മോൺസ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വേപ്പർ ഫേസ് റിഫൈനിങ്ങിൽ വാൻ ആർക്കൽ മെത്തേഡ് അല്ല എന്തിനെ യൂസ് ചെയ്യുന്നത്? നിക്കലിനെ യൂസ് ചെയ്യുന്നത്. ഏതാണ്? മോൺസ് പ്രോസസ് ആണ്. അപ്പോൾ വേപ്പർ ഫേസ് റിഫൈനിങ് ഇസ് ക്യാരീഡ് ഔട്ട് ഫോർ നിക്കൽ ബൈ വാൻ ആർക്കൽ മെത്തേഡ് എന്നാണ് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒബ്വിയസ്ലി അപ്പോൾ ഏതായിരിക്കും കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? ഓപ്ഷൻ 4 ആയിരിക്കും. പിഗ് അയൺ ക്യാൻ ബി മോൾഡഡ് ഇൻ ടു എ വെറൈറ്റി ഓഫ് ഷേപ്പ്. ദാറ്റ് ഇസ് ട്രൂ. പിഗ് അയൺ ഇസ് എ മാല്യബിൾ വൺ. മാല്യബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫറെൻറ്റ് ഷേപ്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോൾഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പിഗ് അയൺ എന്ന് പറയുന്നത് ഇംപ്യൂർ അയൺ ആണ്. 4% കാർബൺ അതിനകത്ത് പ്രസൻ്റ് ആണ് കേട്ടോ. പിഗ് അയൺ it contains 4% carbon and some trace of sulfur, phosphorus, okay, present ആയിരിക്കും. Okay, understood? Is it clear for you? So which is our option? Pig iron can be molded into variety of shapes. Okay, now moving on to next question. A tertiary butyl carbocation is more stable than a secondary butyl carbocation because of which of the following എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് ടെർഷ്യറി ബ്യൂട്ടൈൽ കാർബോക്യാരിയോൺ, നമുക്കതിൻ്റെ ഫോർമുല ഒന്ന് എഴുതാം. ഓക്കെ, ഇതാണ് ടെർഷ്യറി butyl carbocation. Secondary butyl carbocation, okay, this is secondary butyl carbocation. അപ്പോൾ tertiary butyl carbocation സെക്കൻഡറി ബ്യൂട്ടൈൽ കാർബോക്യാറ്റോണിനേക്കാൾ എന്താണ്? സ്റ്റേബിൾ ആണെന്നാണ് പറയുന്നത്. അതിൻ്റെ റീസൺ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോർമലി കാർബോക്യാറ്റോൺസിൻ്റെ സ്റ്റെബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് 3 ഫാക്ടേഴ്സിനെയാണ്. ഇൻഡക്റ്റീവ് ഇഫക്റ്റ്, then you have resonance effect, and then you have hyperconjugation. ഓക്കെ, ഈ 3 ഇഫക്ട്സ് ആണ് എന്തിനെ ഡിസൈഡ് ചെയ്യുന്നത്? കാർബോക്യാറ്റോൺസിൻ്റെ സ്റ്റെബിലിറ്റി ഡിസൈഡ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെസണൻസ് ഇഫക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു കേസിൽ ടെർഷ്യറി ബ്യൂട്ടൈലിലും സെക്കൻഡറി ബ്യൂട്ടൈലിലും എലിമിനേറ്റ് ചെയ്യാം. കാരണം ഇതിനകത്ത് റെസണൻസിനുള്ള കണ്ടീഷൻസ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ഇനി ഇൻഡക്റ്റീവ് ഇഫക്റ്റും അതുപോലെ തന്നെ എന്താണ്? ഹൈപ്പർ കോൺജുഗേഷനും ആണുള്ളത്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് നോക്കാം. ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആർ ഹാവിങ് വാട്ട്? ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. സോ CH3 ഗ്രൂപ്പിന് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് പ്ലസ് ഐ ഇഫക്റ്റ് ആണ്. ഈ പ്ലസ് ഐ ഇഫക്റ്റ് കാരണവും എന്ത് ചെയ്യുന്നുണ്ട്? കാർബോക്യാറ്റോൺ ഇസ് മോർ സ്റ്റെബിലൈസ്ഡ് ഹിയർ. ടെർഷ്യറി ബ്യൂട്ടൈലിന് ദർ ആർ 3 ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആണ്. സോ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഇഫക്റ്റ് ആണ്, വിച്ച് ഡിക്രീസസ് ദ പോസിറ്റീവ് ചാർജ് ഓൺ ദാറ്റ് കാർബൺ ത്രൂ ഇൻഡക്റ്റീവ് ഇഫക്റ്റ്, വിച്ച് സ്റ്റെബിലൈസസ് വാട്ട്? ടെർഷ്യറി ബ്യൂട്ടൈൽ കാർബോക്യാറ്റോൺ. സെക്കൻഡറി ബ്യൂട്ടൈലിലേക്ക് വരുമ്പോൾ 2 ആൽക്കൈൽ ഗ്രൂപ്പേ ഉള്ളൂ. സോ ടെർഷ്യറിയും സെക്കൻഡറിയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഏതിലാണ് വരുന്നത്? ടെർഷ്യറി ബ്യൂട്ടൈലിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ടെർഷ്യറി ബ്യൂട്ടൈലായിരിക്കും എന്തെന്ന്? മോർ സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോക്യാറ്റോൺ. അപ്പോൾ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഇതിനകത്തുണ്ട്. ഇനി അതിൽ പ്ലസ് ഐ ഇഫക്റ്റ് ആണ്. ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആർ ഹാവിങ് വാട്ട്? പ്ലസ് ഐ ഇഫക്റ്റ് ആണ്. കാരണം 2 ടൈപ്പ് ഓഫ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഉണ്ട്. പോസിറ്റീവ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് പ്ലസ് ഐ ഇഫക്റ്റ് ഉണ്ട്, നെഗറ്റീവ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഉണ്ട്, മൈനസ് ഐ ഇഫക്റ്റ്. ഓൾ ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആർ ഹാവിങ് വാട്ട്? പോസിറ്റീവ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. സോ കാർബോക്യാറ്റോൺസിനെ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് എന്തിന് സാധിക്കും? പ്ലസ് ഐ ഇഫക്റ്റിന് സാധിക്കും. കാരണം ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഇഫക്റ്റ് ആണ്. സോ പോസിറ്റീവ് ചാർജ് റെഡ്യൂസ് ആവുകയാണ് ചെയ്യുന്നത്. സോ ദർബൈ ഇൻക്രീസിങ് ദ സ്റ്റെബിലിറ്റി. ഇനി നമുക്ക് പറയാനുള്ളത് ഹൈപ്പർ കോൺജുഗേഷൻ ആണ്. ഹൈപ്പർ കോൺജുഗേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്? നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻസിനെയാണ്. ഹൈപ്പർ കോൺജുഗേഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻസ്. ഓക്കെ, നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻസ് ഇസ് ഈക്വൽ ടു വാട്ട്? നമ്പർ ഓഫ് ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ്. നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? വിച്ച് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ്. Greater the number of hyperconjugative structures, greater will be the stability. Hyperconjugation വേണമെങ്കിൽ ഞാൻ വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലൈക്ക് ദിസ്.
ഇപ്പോൾ ഇതൊരു കാർബോകാറ്റയോൺ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിൽ ദിസ് ഈസ് ആൽഫ കാർബൺ. ഈ ആൽഫ കാർബണിൽ CH ബോണ്ടിൽ ഇലക്ട്രോൺസ് നേരെ എന്ത് ചെയ്യും, ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യും. സോ ദർബൈ റെഡ്യൂസസ് ദ പോസിറ്റീവ് ചാർജ്, റൈറ്റ്? സോ CH ഡബിൾ ബോണ്ട് CH2 H ആൻഡ് ദിസ് ബിക്കംസ് വാട്ട്, H+. നൗ എന്ത് ചെയ്യുന്നു, ഈ ആൽഫ കാർബണിൽ CH ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂസ്ലി ഡീലോക്കലൈസ് ചെയ്യുന്നതാണ് എന്ത്, ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ആൽഫ ഹൈഡ്രജൻസ് ഉണ്ടോ അത്രയും എന്ത് വരും, ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ് വരും അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നോക്കാം. ഇതിൽ ടെർഷ്യറി ബ്യൂട്ടൈൽ എടുക്കുമ്പോൾ all these 3 are alpha carbons, all are having hydrogen. ടോട്ടൽ എത്ര വരുന്നുണ്ട്, 9 ആൽഫ ഹൈഡ്രജൻ വരുന്നുണ്ട്. സോ ദർ ആർ 9 ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ്. സെക്കൻഡറി ബ്യൂട്ടൈലേക്ക് വരുമ്പോൾ 2 ആൽഫയുള്ളൂ. ദീസ് ഇസ് ആൽഫ, ദീസ് 2 ആർ ആൽഫ. ടോട്ടൽ എത്രയാണ്, 5 ആൽഫ ഹൈഡ്രജനേ ഉള്ളൂ. ഇവിടെ 3, ഇവിടെ 2. ടോട്ടൽ എത്രയേ ഉള്ളൂ, 5 ഉള്ളൂ. സോ എത്രയേ ഉള്ളൂ, 5 ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ് ഉള്ളൂ. ഗ്രേറ്റർ ദ നമ്പർ ഓഫ് ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ്, ഗ്രേറ്റർ വിൽ ബി ദി സ്റ്റെബിലിറ്റി. അപ്പോൾ ടെർഷ്യറി ബ്യൂട്ടൈൽ ആൻഡ് സെക്കൻഡറി ബ്യൂട്ടൈൽ കാർബോകാറ്റയോൺസിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത് 2 ഫാക്ടേഴ്സാണ്. ഇൻഡക്റ്റീവ് ഇഫക്റ്റ്, ദാറ്റ് ഇസ് പ്ലസ് ഐ ഇഫക്റ്റും പിന്നെ ഏതാണ്, ഹൈപ്പർ കോൺജുഗേഷനുമാണ്. അപ്പോൾ ഈ ഓപ്ഷൻ അനുസരിച്ച് നമുക്ക് എന്ത് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത് -I ഇഫക്റ്റ് ഓഫ് CH3 ഗ്രൂപ്പാണ്. CH3 ഗ്രൂപ്പിന് -I അല്ല, +I ഇഫക്റ്റ് ആണ്. സോ ദാറ്റ്സ് എ റോങ്. CH3 ഗ്രൂപ്പിന് റെസണൻസ് ഇഫക്റ്റ് ഇല്ല. റെസണൻസ് വേണമെന്നുണ്ടെങ്കിൽ ദർ വിൽ ബി കോൺജുഗേറ്റഡ് സിസ്റ്റംസ് ഉണ്ടായിരിക്കണം, എന്നാലാണ് റെസണൻസ് പോസിബിൾ ആയിട്ടുള്ളൂ. കോൺജുഗേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, ആൾട്ടർനേറ്റീവ് ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട്, അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ആയിട്ട് ഒരു ഡബിൾ ബോണ്ട് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ചാർജ്, അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ആയിട്ട് എന്ത് വരുന്നു, ഒരു ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽ, അങ്ങനെയൊക്കെ വന്നാലാണ് എന്ത്, കോൺജുഗേറ്റഡ് സിസ്റ്റംസ് വന്നാൽ, അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ആയിട്ട് എന്താണ്, ഒരു ഡബിൾ ബോണ്ട്, ഒരു ലോൺ പെയർ, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, റെസണൻസ് പോസിബിൾ ആവുള്ളൂ. അങ്ങനെയുള്ള ഒരു കണ്ടീഷൻസും ഇതിനകത്തില്ല. സോ +R ഇഫക്റ്റ് അല്ല, -R ഇഫക്റ്റും, റെസണൻസ് ഇഫക്റ്റേ പോസിബിൾ അല്ല. സോ ഒബ്വിയസ്ലി ഏതാണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്, സോ ദാറ്റ് വിൽ ബി ഓപ്ഷൻ 4, that is hyper conjugation. Very good. Okay, understood? Is it clear for you? ഇനി അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, യൂറിയ റിയാക്ട്സ് വിത്ത് വാട്ടർ ടു ഫോം A, which will decompose to form B. When passed through Cu2+, a deep blue color solution C is formed. What is the formula of C ഫ്രം ദി ഫോളോയിങ്? ഓക്കെ, നമുക്ക് ഇതൊന്ന് എഴുതാം. യൂറിയ റിയാക്ട്സ് വിത്ത് വാട്ടർ ടു ഫോം A ആണ്, വിച്ച് വിൽ ഡീകമ്പോസ് ടു ഫോം B എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം ആ റിയാക്ഷൻ. യൂറിയ എന്താണ്, NH2CO NH2 ആണ്. ഓൺ റിയാക്ഷൻ വിത്ത് H2 you will get അമോണിയം കാർബണേറ്റ്. നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്, അമോണിയം കാർബണേറ്റ് ആണ്. യൂറിയനെ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് എന്താ കിട്ടും, അമോണിയം കാർബണേറ്റ് ആണ്. അമോണിയം കാർബണേറ്റ് ഹീറ്റ് ചെയ്താൽ എന്ത് ചെയ്യും, ഡീകമ്പോസ് ചെയ്യും. ആൻഡ് യു വിൽ ഗെറ്റ് വാട്ട്, അമോണിയ വിത്ത് ദ എവല്യൂഷൻ ഓഫ് വാട്ട്, കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, നമുക്ക് എന്ത് കിട്ടും, അമോണിയ കിട്ടും പ്ലസ് CO2 പ്ലസ് H2. ഇതാണ് റിയാക്ഷൻ. ഇതിൽ അപ്പോൾ യൂറിയ റിയാക്ട്സ് വിത്ത് വാട്ടർ ടു ഫോം A എന്ന് പറയുന്നത് ഇതാണ്. വിച്ച് വിൽ ഡീകമ്പോസ് ടു ഫോം B എന്ന് പറയുന്നത് എന്താണ്, അമോണിയാണ്. ഈ Bനെ ഇസ് പാസ്ഡ് ത്രൂ എ Cu2+ സൊല്യൂഷൻ. Cu2+ സൊല്യൂഷനിലേക്ക് എന്ത് പാസ് ചെയ്യുന്നു, അമോണിയ പാസ് ചെയ്താൽ യു വിൽ ഗെറ്റ് എ ഡീപ് ബ്ലൂ കളർ സൊല്യൂഷൻ. ഓക്കെ, സോ Cu2+ സൊല്യൂഷനിലേക്ക് എന്ത് പാസ് ചെയ്യുന്നു, അമോണിയ പാസ് ചെയ്യുന്നു. യു വിൽ ഗെറ്റ് CuNH3 4 times 2+. This complex is actually responsible for what, deep blue color solution. ഇത് നിങ്ങളുടെ NCERT-യിൽ P ബ്ലോക്കിൽ ഈ ഇക്വേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഓക്കെ, അമോണിയ എന്ന് പറയുന്ന കോമ്പൗണ്ട് പഠിക്കുന്നതിനകത്ത് വ്യക്തമായിട്ട് പഠിക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ്, കോപ്പറിൻ്റെ എന്താണ് ഒരു ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ അമോണിയയുടെ ടെസ്റ്റായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളാണ്. ഓക്കെ, ഈ റിയാക്ഷൻ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ NCERT-യിൽ P ബ്ലോക്കിൽ, അതായത് സെക്കൻഡ് ഇയർ NCERT, ഓക്കെ, അതിൽ P ബ്ലോക്കിൽ എന്താണ്, അമോണിയ എന്ന് പറയുന്ന കോമ്പൗണ്ടിൻ്റെ താഴെ ഈ പറയുന്ന റിയാക്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻ ഒന്നുമല്ല, ഇറ്റ് ഇസ് ഓൾറെഡി ഇൻ വാട്ട്, NCERT itself. അണ്ടർസ്റ്റുഡ്? സോ എന്താണ് ആ ഡീപ് ബ്ലൂ കളർ സൊല്യൂഷൻ? ആക്ച്വലി ഇറ്റ് ഈസ് CuNH3 4 times 2+. ഓക്കെ, understood?
ക്ലിയർ ആണല്ലോ അല്ലേ? അതായത് കോപ്പർ Cu2+ൻ്റെ സൊല്യൂഷൻ ഓൾറെഡി ഒരു ബ്ലൂ കളർ ഉണ്ട്, അതിനകത്തേക്ക് അമോണിയ പാസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഒന്നുകൂടെ ഡീപ്പൺ ചെയ്യും. അതിന് കാരണം എന്താണ്? ഇറ്റ് ഇസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ദാറ്റ് കോർഡിനേഷൻ കോമ്പൗണ്ട്. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ഓക്കെ, നൗ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എ മിക്സ്ചർ ഓഫ് നൈട്രജൻ ആൻഡ് ആർഗൺ ഗ്യാസസ് in a cylinder contains 7 gram of nitrogen and 8 gram of argon. If the total pressure of the mixture of the gases in the cylinder is 27 bar, the partial pressure of nitrogen is. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പല പ്രാവശ്യങ്ങളിലായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ, അതായത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിലെ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷറുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ പല പ്രാവശ്യങ്ങളിൽ പല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. അക്കോർഡിംഗ് ടു ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ of any gas, let it be P, is equal to P total into mole fraction of that gas. അതായത് partial pressure of any gas is equal to P total into mole fraction of gas. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോവാം. എ മിക്സ്ചർ ഓഫ് nitrogen gas and argon gas in a cylinder contains 7 gram nitrogen and 8 gram argon. അതായത് നൈട്രജൻ ആൻഡ് ആർഗൺ നോൺ റിയാക്ടിങ് ഗ്യാസ് ആണ്. ആ നോൺ റിയാക്ടിങ് ഗ്യാസിൻ്റെ മിക്സ്ചറാണ്. ഓക്കെ, അതിൽ എത്ര ഗ്രാം നൈട്രജൻ ഉണ്ട്? 7 gram നൈട്രജൻ ആണ്, അതുപോലെ തന്നെ 8 gram ആർഗൺ ആണ്. ടോട്ടൽ പ്രഷർ ഓഫ് ദ മിക്സ്ചർ, അതായത് ആ ഗേഷ്യസ് മിക്സ്ചറിൻ്റെ ടോട്ടൽ പ്രഷർ എന്താണ്? 27 ബാർ ആണെങ്കിൽ നൈട്രജൻ്റെ പാർഷ്യൽ പ്രഷറാണ് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നൈട്രജൻ്റെ പാർഷ്യൽ പ്രഷറാണ്. അപ്പോൾ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രജൻ ഇസ് ഈക്വൽ ടു പി ടോട്ടൽ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് നൈട്രജൻ ആണ്. പി ടോട്ടൽ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ തന്നിട്ടുണ്ട് 27 ബാർ എന്നുള്ളത്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ വാട്ട് ഈസ് മോൾ ഫ്രാക്ഷൻ? മോൾ ഫ്രാക്ഷൻ ഇസ് number of moles of nitrogen divided by what? Total number of moles. Total number എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? number of moles of nitrogen plus number of moles of argon ആയിരിക്കും അല്ലേ? ഇതല്ലേ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്? ഇറ്റ്സ് ആക്ച്വലി റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് എ കമ്പണൻറ്റ് ടു ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ഇവിടെ നമുക്ക് മോൾ ഫ്രാക്ഷൻ ഓഫ് നൈട്രജൻ ആണ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ ടു എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആയിരിക്കും എന്തായിട്ട് വരുന്നത്? മോൾ ഫ്രാക്ഷൻ ഓഫ് നൈട്രജൻ ആയിട്ട് വരുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ എന്താണ്? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. എത്ര ഗ്രാം നൈട്രജൻ ആണ് ക്വസ്റ്റ്യനിൽ? ദാറ്റ് ഈസ് 7 gram. മോളാർ മാസ് എത്രയാണ്? 28. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 അല്ലേ? 7 and 28. നമ്പർ ഓഫ് മോൾസ് ഓഫ് ആർഗൺ അല്ലേ? ആർഗൺ എത്രയാണ് വരുന്നത്? 8 gram ആണ് ഗിവൺ മാസ്. ആൻഡ് ആർഗൺ ഇസ് മോണോഅറ്റോമിക് ആണ്. സോ ഇറ്റ് ഇസ് അറ്റോമിക് മാസ് 40. ദാറ്റ് ഈസ് 1/5 അല്ലേ? അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ത് വരും? n total will be is equal to 1/4 plus 1/5 ആണ്. that is equal to എത്ര വരും? 9/20 വരും അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ എത്രയാണ്? that is equal to 1/4 ഹോൾ ഡിവൈഡഡ് ബൈ എത്ര വരും? 9/20 ആണ്. ഓൺ ടേക്കിംഗ് റെസിപ്രോക്കൽ 1/4 ഇൻറ്റു 20/9 ആണ് വരുന്നത്. സോ 4 and 25 that is equal to 5/9. അപ്പോൾ എന്ത് വന്നു? that is മോൾ ഫ്രാക്ഷൻ is equal to 5/9 വന്നു. മോൾ ഫ്രാക്ഷൻ എത്ര കിട്ടി? 5/9. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മോൾ ഫ്രാക്ഷൻ കിട്ടി, ഇനി ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താ പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രജൻ? പി ടോട്ടൽ എത്രയാണ്? 27 ഇൻറ്റു എത്രയാണ്? 5/9. ഓക്കെ, അപ്പോൾ 9 + 27 എത്രയിലാണ്? 3 times ആണ്. അപ്പോൾ 3 × 5 എത്രയാണ്? that is equal to 15 bar. എത്രയാണ്? 15 bar. അപ്പോൾ ഏതാണ് ഓപ്ഷൻ വരുന്നത്? that is option 3. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണെന്ത്? ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. അതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏത് ഇക്വേഷനാണ്? പാർഷ്യൽ പ്രഷർ ഓഫ് എനി ഗ്യാസ് ആണ്. ഏതാണ് ഇക്വേഷൻ? പാർഷ്യൽ പ്രഷർ ഓഫ് എനി ഗ്യാസ് ഇസ് ഈക്വൽ ടു P total into mole fraction of that gas. Understood? Okay, can we move on to the next question? Now next question വളരെ simple ആയിട്ടുള്ളൊരു question ആണ്. An element has a body centered cubic structure with a cell edge of 288 picometer. The atomic radius is. ഇത് നമ്മുടെ സോളിഡ് സ്റ്റേറ്റിലെ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു എലമെൻറ്റിൻ്റെ
ക്രിസ്റ്റൽ ലാറ്റിസ് എന്താണ്? ബോഡി സെൻറ്റേർഡ് ക്യൂബിക് ആണ്, BCC സ്ട്രക്ചറാണ്. അതിൻ്റെ സെൽ എഡ്ജ്, അതായത് എഡ്ജ് ലെങ്ത് എത്രയാണ്? 288 പൈക്കോമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അറ്റോമിക് റേഡിയസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. നിങ്ങൾക്ക് ആകെ NCERT-യിൽ പഠിക്കാൻ 3 ക്യൂബിക് സിസ്റ്റംസേ ഉള്ളൂ. ഏതൊക്കെയാണ്? സിമ്പിൾ ക്യൂബിക്, ബോഡി സെൻറ്റേർഡ് ക്യൂബിക് ആൻഡ് ഫേസ് സെൻറ്റേർഡ് ക്യൂബിക്. ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മെയിൻ റിലേഷൻസ് ഏതാണ്? എഡ്ജ് ലെങ്തും അതുപോലെ തന്നെ റേഡിയസ് ഓഫ് ആറ്റവുമായിട്ടുള്ള റിലേഷനാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നില്ലേ, സിമ്പിൾ ക്യൂബിക് ആണെങ്കിൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു എഡ്ജ് ലെങ്ത് ഈസ് ഈക്വൽ ടു 2r ആണ് ഈ റിലേഷൻ അറിഞ്ഞിരിക്കുന്നത്. ബോഡി സെൻറ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ A ഈസ് ഈക്വൽ ടു 4r/√3 ആണ്. ആൻഡ് FCC ആണെങ്കിൽ A ഈസ് ഈക്വൽ ടു 2√2r ആണ്. ഈ 3 റിലേഷനും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. പലപ്പോഴായി ഈ റിലേഷനെ ബേസ് ചെയ്ത് എന്ത് ചെയ്യാറുണ്ട്? ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇതിൻ്റെ ഡെറിവേഷൻ പാർട്ടൊക്കെ ഉണ്ട്, അതൊന്നും നിങ്ങൾ അറിയണമെന്ന് യാതൊരു നിർബന്ധമില്ല എൻട്രൻസിന്. ബട്ട് യു ഷുഡ് നോ വാട്ട് ദിസ് റിലേഷൻ. സിമ്പിൾ ക്യൂബിക്, BCC ആൻഡ് FCC, ഇത് 3 മാത്രമേ പഠിക്കാനുള്ളൂ. ഓക്കെ, അതിൽ BCCയിലെയാണ് നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത്. ആൻ എലമെൻറ്റ് ഹാസ് BCC വിത്ത് ആൻ സെൽ എഡ്ജ് ഓഫ് 288 പൈക്കോമീറ്റർ ആണ്. അങ്ങനെയുള്ള അറ്റോമിക് റേഡിയസ് എന്താണെന്നാണ്. അപ്പോൾ നമുക്ക് വേണ്ട ഇക്വേഷൻ ഏതാണ്? ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ. A ഈസ് ഈക്വൽ ടു 4r/√3. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ഇതിനകത്ത് റേഡിയസ് ആണ്. അപ്പോൾ റേഡിയസിൻ്റെ രീതിയിൽ എഴുതുമ്പോൾ എങ്ങനെ വരും? റേഡിയസ് ഈസ് ഈക്വൽ ടു √3a/4 അല്ലേ. ഇവിടെ A എത്രയാണ്? √3 ഇൻറ്റു 288 ഡിവൈഡഡ് ബൈ 4 അല്ലേ. ഇതല്ലേ വരുന്നത്? പൈക്കോമീറ്ററിൽ തന്നെയാണ് ആൻസർ വന്നിരിക്കുന്നത്. സോൾവ് ചെയ്യണോ? വേണ്ട, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ദാറ്റ് വിൽ ബി ഓപ്ഷൻ 1, √3 ഇൻറ്റു 288 ഡിവൈഡഡ് ബൈ 4. അണ്ടർസ്റ്റുഡ്? ക്ലിയർ? സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ, വളരെ സിമ്പിളാണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. അറിഞ്ഞിരിക്കേണ്ടത് ഈ 3 റിലേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Now again വളരെ എളുപ്പമുള്ള മറ്റൊരു ക്വസ്റ്റൻ ആണ് കേട്ടോ. ദാറ്റ് ഈസ് ഫ്രം കൈനറ്റിക്സ്. The rate constant for a first order reaction is 4.606 into 10 raised to minus 3 second raised to minus 1. The time required to reduce 2 gram of the reactant to 0.2 gram. അതായത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിരിക്കുന്നത്? 4.606 into 10 raised to minus 3 second raised to minus 1. The time required to reduce 2 gram of the reactant to 0.2 gram. അതായത് 2 gram reactant 0.2 gram ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനീഷ്യലി എത്രയുണ്ടായിരുന്നു? 2 gram ആയിരുന്നു. ഇപ്പോൾ അത് എത്രയാണ്? 0.2 ഗ്രാമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ കൺവേർഷന് എടുത്ത ടൈമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്താണ്? That is K is equal to 2.303 by T log initial concentration R0 by the concentration at time T R. ഇത് പല രീതികളിൽ എഴുതാറുണ്ട്. ചിലവർ A0/A എന്നായിരിക്കും എഴുതുന്നത്, ചിലവർ A/A-x എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ പല ടൈപ്പ് ഓഫ് റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഏത് യൂസ് ചെയ്താലും പ്രശ്നമില്ല. R0 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. വാട്ട് ഇസ് R0? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. അതായത് ഇനീഷ്യലി എത്ര ഉണ്ടായിരുന്നു. ഓക്കെ, അത് റേഷ്യോ ആയതുകൊണ്ട് തന്നെ അത് കോൺസെൻട്രേഷനിൽ തന്നെ എടുക്കണം എന്നല്ല, വെയ്റ്റിൻ്റെ ടേംസിൽ എടുത്താലും ഇറ്റ് ഇസ് ഓക്കെ ആണ്. സോ ഹിയർ R0 ഈസ് ഈക്വൽ ടു എത്രയാണ്? 2 gram. ഇനീഷ്യൽ എത്രയാണ്? 2 അല്ലേ ഉണ്ടായിരുന്നത്. ആൻഡ് വാട്ട് ഈസ് ആർ കോൺസെൻട്രേഷൻ അറ്റ് ടൈം T? അതായത് T ടൈം കഴിയുമ്പോഴുള്ള റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ആണ്. അതായത് T ടൈം എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞു, ബാക്കി ഇനി എത്ര റിയാക്റ്റൻ്റ് ഉണ്ട് അതാണെന്ത്? R. അപ്പോൾ ഇവിടെ 2 gram എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? 0.2 gram ആയിട്ട് കൺവേർട്ട് ചെയ്തു എന്നാണ് പറഞ്ഞത്. സോ R എത്രയായിരിക്കും ഇവിടെ? 0.2 ആയിരിക്കും. ഓക്കെ, ഇതിൽ നമുക്ക് റേറ്റ് കോൺസ്റ്റൻറ്റ് ഓൾറെഡി തന്നിട്ട് എത്രയാണ്? 4.606 ഇൻറ്റു 10 raised to minus 3 ആണ്. ടൈമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. T is equal to 2.303 by K അല്ലേ വരുന്നത്. അപ്പോൾ എത്ര വരും? 4.606 ഇൻറ്റു 10 raised to minus 3 ആണ്. ലോഗ് എന്ത് വരും? ദാറ്റ് ഇസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 0.2 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് 2 ഡിവൈഡഡ് ബൈ 0.2 എന്ന് പറയുമ്പോഴത്തേക്ക് വരും 0.1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു log 10 വരും അല്ലേ. സോ 2.303 ഡിവൈഡഡ് ബൈ 4.606 ഇൻറ്റു 10 raised to minus 3 log 10 വരും. log 10ൻ്റെ വാല്യൂ 1 ആണ് കേട്ടോ.
അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? 2.303 ആൻഡ് 4.606 എത്രയാണ്? 2 ടൈംസ് ആണ്. 10⁻³ ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ എന്താവും? 10⁻³ ആവും, ഡിവൈഡഡ് ബൈ 2 ആണ്. ദാറ്റ് ഇസ് 10⁻³ എന്ന് പറയുമ്പോൾ എത്രയാണ്? 1000 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 500 seconds. ഓക്കെ, ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് യൂണിറ്റ് കൺവേർഷൻ്റെ ഒന്നും ആവശ്യമില്ല. റേറ്റ് കോൺസ്റ്റന്റ് തന്നിരിക്കുന്നത് (10⁻⁻1) ആണ്. ഓപ്ഷനിലും ടൈം എന്തിൽ തന്നെയാണ്? സെക്കൻഡ്സിൽ തന്നെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് കൺവേർഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഓൾറെഡി ഡയറക്റ്റ്ലി എന്തിൽ തന്നെ കിട്ടും? കറക്റ്റ് ഫോർമാറ്റിൽ തന്നെയാണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ദാറ്റ് ഇസ് ഓപ്ഷൻ 3. ഓപ്ഷൻ 3 ആണ് കേട്ടോ. അണ്ടർസ്റ്റാൻഡ്? ഇത് വളരെ സിമ്പിളാണ്. കാൽക്കുലേഷൻ പോലും വളരെ ഈസിയാണ്. ഇഫ് യു നോ ദ ഇക്വേഷൻ ഇറ്റ് ക്യാൻ ബി ഈസിലി കാൽക്കുലേറ്റഡ്. ഓക്കെ, ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, നൗ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The reaction of acetone and methyl magnesium chloride followed by hydrolysis will give. This is actually preparation of alcohols. Alcohols in the preparation reaction ആണ് എന്തെന്ന് പറയുന്നത്. ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഞാനൊന്ന് ബ്രീഫ് ചെയ്യാം. ദ റിയാക്ഷൻ, ഓക്കെ, അതായത് എനി കാർബണിൽ കോമ്പൗണ്ട്സ്, ഏത് കാർബണിൽ കോമ്പൗണ്ട്സിലും കോമൺ ആയിട്ടുള്ള ഗ്രൂപ്പ് ഏതാണ്? സി ഡബിൾ ബോണ്ടോ ഗ്രൂപ്പാണ്. ഓൺ റിയാക്ഷൻ വിത്ത് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് RMgX. ഓക്കെ, നിങ്ങൾക്കറിയാം ഈ സി ഡബിൾ ബോണ്ടോ ഗ്രൂപ്പിൽ ദാറ്റ് ഇസ് എ പോളാർ ഗ്രൂപ്പാണ്. ഓക്സിജൻ മോർ ഇലക്ട്രോ നെഗറ്റീവ് ആണ്. സോ ഓക്സിജൻ പാർഷ്യലി നെഗറ്റീവും കാർബൺ എന്താണ്? പാർഷ്യലി പോസിറ്റീവ് ആണ്. ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൽ RMgXൽ മെഗ്നീഷ്യം ലെസ് ഇലക്ട്രോ നെഗറ്റീവ് ആണ് വെൻ കമ്പയർഡ് വിത്ത് കാർബൺ. സോ മെഗ്നീഷ്യം പോസിറ്റീവും ആർ ഗ്രൂപ്പ് എന്തായിരിക്കും? ആർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കാർബൺ എന്തായിരിക്കും? പാർഷ്യലി നെഗറ്റീവ് ആയിരിക്കും. എന്ത് സംഭവിക്കും? ഇതിൽ ആർ ഗ്രൂപ്പ് നേരെ എവിടേക്ക് അറ്റാച്ച് ചെയ്യും? പാർഷ്യലി പോസിറ്റീവായ കാർബണിലേക്ക് അറ്റാച്ച് ചെയ്യും. മെഗ്നീഷ്യം എവിടേക്ക് അറ്റാച്ച് ചെയ്യും? നെഗറ്റീവ് ചാർജുള്ള ഓക്സിജനിലേക്കും അറ്റാച്ച് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ രണ്ട് വാലൻസീസ് അവിടെ തന്നെ ഇരുന്നോട്ടെ. ദിസ് ബിക്കംസ് OMgX. ഇതിനെ എന്ത് ചെയ്യുന്നു? ആറായിട്ട് അറ്റാച്ച് ചെയ്തു. ഓക്കെ, ഇനി ഫൈനലി ഹൈഡ്രോളിസിസ് ആണ്. ഹൈഡ്രോളിസിസ് നടക്കുമ്പോൾ ഈ OMgക്ക് അക്രോസ് ആയിട്ടാണ് ഹൈഡ്രോളിസിസ് നടക്കുക. ഓക്സിജൻ മൈനസ് മെഗ്നീഷ്യം പോസിറ്റീവ് അല്ലേ? H2ൽ H+ എവിടേക്ക് വരും? ഓയിലേക്ക് വരും. മെഗ്നീഷ്യത്തിലേക്ക് എന്തും അറ്റാച്ച് ചെയ്യും? OH- അറ്റാച്ച് ചെയ്യും. അപ്പോൾ ഫൈനലി നമ്മുടെ പ്രോഡക്റ്റ് എന്തായിരിക്കും? ROH + MgOHX. ഇതാണ് ഇതിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത്. അതായത് ഏതൊരു കാർബണൽ കോമ്പൗണ്ടും ഗ്രിഗ്നാർഡ് റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രലൈസ് ചെയ്താൽ എന്ത് കിട്ടും? ആൽക്കഹോൾ കിട്ടും. അതിൽ ഫോർമാൽഡിഹൈഡ് ആണെങ്കിൽ യു ആർ ഗെറ്റിംഗ് പ്രൈമറി ആൽക്കഹോൾ ആയിരിക്കും. എനി അതർ ആൽഡിഹൈഡ് ആണെങ്കിൽ സെക്കൻഡറി ആൽക്കഹോൾ ആയിരിക്കും. കീറ്റോൺ ആണെങ്കിൽ എന്തായിരിക്കും? ടെർഷ്യറി ആൽക്കഹോൾ ആയിരിക്കും ആൻസറായിട്ട് കിട്ടുക. ഓക്കെ, അല്ലെങ്കിൽ കോമ്പൗണ്ടായിട്ട് കിട്ടുക. ഇതിൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഏത് ഗ്രൂപ്പ് ആയിക്കോട്ടെ ഓൺ റിയാക്ഷൻ വിത്ത് RMgX ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സി ഡബിൾ ബോണ്ടോ കാർബണിലേക്ക് എന്ത് അറ്റാച്ച് ചെയ്തേക്കുക? ആർ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുക. ആ ഡബിൾ ബോണ്ടോ എന്തായിട്ടും എഴുതുക? OH ആയിട്ടും എഴുതുക. അതാണ് പ്രോഡക്റ്റ്. മെക്കാനിസം ഒന്നും നിങ്ങൾ അറിയണ്ട. അപ്പോൾ ഏതൊരു കാർബണിൽ കോമ്പൗണ്ട് വെദർ ഇറ്റ് ഇസ് എൻ ആൽഡിഹൈഡ് ഓർ കീറ്റോൺ, ആൽഡിഹൈഡോ കീറ്റോണോ എന്തോ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഇസ്, അതിനെ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് ചെയ്താൽ ഗ്രിഗ്നാർഡ് റിയേജൻറ്റിലെ ആർ ഗ്രൂപ്പ്, അത് ഏത് ആർ ഗ്രൂപ്പ് വേണമെങ്കിലും ആവാം, ആ ആർ ഗ്രൂപ്പിനെ നേരെ എവിടേക്ക് അറ്റാച്ച് ചെയ്യുക? കാർബണിലേക്ക് അറ്റാച്ച് ചെയ്യുക. ആ കാർബണിലുള്ള ഡബിൾ ബോണ്ടോ എന്തായിട്ട് എഴുതുക? OH ആയിട്ട് എഴുതുക. വെരി ഈസി അല്ലേ? അത്രയേ ഉള്ളൂ അതിനകത്ത്. മെക്കാനിസം ഒക്കെ അവിടെ നിന്നോട്ടെ. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് എടുക്കാം. നമുക്ക് ഈ ഒരു രീതിയിലൊന്ന് ഇതിൻ്റെ പ്രോഡക്റ്റ് എഴുതി നോക്കാം. എന്താണിത്? റിയാക്ഷൻ ബിറ്റ്വീൻ അസറ്റോൺ. എന്താണ് അസറ്റോൺ എന്ന് പറയുന്നത്? CH3 C ഡബിൾ ബോണ്ടോ CH3, ഇതല്ല അസറ്റോൺ എന്ന് പറയുന്നത്. പ്രൊപ്പനോൺ അല്ലേ? ഓൺ റിയാക്ഷൻ വിത്ത് മീഥൈൽ മെഗ്നീഷ്യം ക്ലോറൈഡ്, അതായത് CH3 MgCl ആണ്. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഇതാണ് RMgX അല്ലേ? ഈ RMgXൽ ആർ എവിടേക്ക് അറ്റാച്ച് ചെയ്യണം? സി ഡബിൾ ബോണ്ടോ കാർബണിലേക്ക് അറ്റാച്ച് ചെയ്യണം എന്നല്ല പറഞ്ഞത്. അപ്പോൾ എന്ത് സംഭവിക്കും? CH3 C CH3 CH3, ഈ സി ഡബിൾ ബോണ്ടോ എന്താക്കി എഴുതിയേക്കുക? OH ആയിട്ട് എഴുതിയേക്കുക. ഫിനിഷ്ഡ്. ഓക്കെ, വളരെ ഈസി ആയിട്ട് എന്ത് എഴുതാം? നമുക്ക് പ്രോഡക്റ്റ് എഴുതാം. മെക്കാനിസം ഒന്നും എഴുതണോ? വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഏത് കോമ്പൗണ്ടും ഏത് കേസിലും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് എന്ത് ചെയ്യുക?
ഏത് കാർബണൽ കോമ്പൗണ്ട്, അത് ആൽഡിഹൈഡ് ആയിക്കോട്ടെ കീറ്റോൺ ആയിക്കോട്ടെ, ഏത് ടൈപ്പ് ആൽഡിഹൈഡോ കീറ്റോണോ ആയിക്കോട്ടെ, എന്ത് ചെയ്യുക, ഗ്രിഗ്നാർഡ് റിയേഷൻ ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് ആണെങ്കിൽ എന്ത് ചെയ്യുക, ഗ്രിഗ്നാർഡ് റിയേഷനിൽ R ഗ്രൂപ്പിനെ നേരെ എവിടേക്ക് എന്താ അറ്റാച്ച് ചെയ്യുക, കാർബണൽ കോമ്പൗണ്ടിന് C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ് കാർബണിലേക്ക് അറ്റാച്ച് ചെയ്യുക. ആ C ഡബിൾ ബോണ്ടോയിൽ ഓക്സിജൻ എന്താക്കി മാറ്റിയേക്കുക, സിംഗിൾ ബോണ്ട് OH ആയിട്ട് എഴുതുക. ഫിനിഷ്ഡ്, യു വിൽ ഗെറ്റ് ദ പ്രോഡക്റ്റ്. അണ്ടർസ്റ്റുഡ്? ഇസ് ഇറ്റ് ക്ലിയർ? മെക്കാനിസം ഞാൻ ആദ്യമേ പറഞ്ഞു, ആ ഒരു മെക്കാനിസം ഫോളോ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഫൈനൽ പ്രോഡക്റ്റ് എഴുതുന്ന മെത്തേഡാണ് കേട്ടോ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അണ്ടർസ്റ്റുഡ്? അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ഇതാണ്. ദിസ് ഈസ് ടെർഷ്യറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ. ഇനി കുട്ടികളോട് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഇത് പറയാം. എപ്പോഴും കോമ്പൗണ്ട്സിൻ്റെ കോമൺ നെയിംസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എസ്പെഷ്യലി NCERT-യിൽ തന്നിരിക്കുന്ന കോമൺ നെയിംസ്. വേറെ പുറത്തുനിന്നുള്ളതൊന്നും നിങ്ങൾ അറിയണമെന്ന് നിർബന്ധമില്ല. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് തന്നിരിക്കുന്നത് ആ കോമ്പൗണ്ടിൻ്റെ ഫോർമുല അല്ല, അതിൻ്റെ കോമൺ നെയിമാണ് തന്നിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ ഓപ്ഷനിലേക്ക് എത്തുന്നതെന്ന് പറയുന്നത് എന്തായിരിക്കും, ഡിഫിക്കൾട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും NCERT-യിൽ നിങ്ങളുടെ NCERT-യിൽ എല്ലാ ചാപ്റ്റർ എടുക്കുമ്പോഴും ഓർഗാനിക്കിൻ്റെ ചാപ്റ്റേഴ്സ് എടുക്കുമ്പോൾ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, സർട്ടൻ കോമ്പൗണ്ട്സും അതിൻ്റെ IUPAC നെയിം, അതിൻ്റെ കോമൺ നെയിംസ്. ആ കോമൺ നെയിംസ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം. അണ്ടർസ്റ്റുഡ്? ഓക്കെ, ഇത് മറ്റൊരു രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാം ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫോർമാൽഡിഹൈഡ് ആണെങ്കിൽ എന്താണ്, യു വിൽ ഗെറ്റ് വാട്ട്, പ്രൈമറി ആൽക്കഹോളാണ്. എനി അതർ ആൽഡിഹൈഡ് ആണെങ്കിൽ സെക്കൻഡറി ആൽക്കഹോളാണ്. കീറ്റോൺ ആണെങ്കിൽ എന്താണ്, ടെർഷ്യറി ആൽക്കഹോളാണ്. ഇതിൽ ടെർഷ്യറി ആൽക്കഹോൾ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ റിയാക്ഷൻ ഒന്നും എഴുതിയില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് എഴുതാൻ സാധിക്കും, പ്രോഡക്റ്റ് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ദാറ്റ് ഈസ് ഓൾസോ അനദർ വേ. എന്തുകൊണ്ടാണ് ഈ ഒരു മെത്തേഡൂടെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതേ ടൈപ്പ് വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് എളുപ്പം എഴുതാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഈ ഒരു മെത്തേഡൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്തത്, ഡിസ്കസ് ചെയ്തത്. അണ്ടർസ്റ്റുഡ്? ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ഓക്കെ, now moving on to next question. Which of the following set of molecules will have zero dipole moment? Dipole moment is actually a measure of what? Polarity ആണ് അല്ലേ? Okay, dipole moment is equal to Q into D ആണ്. അത് പല ടൈപ്പ് ഓഫ് അബ്രിവേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. Q is charge into distance between atoms ആണ് എന്തെന്ന് പറയുന്നത് ഡൈപോൾ മൊമെൻറ്റ്. ഡൈപോൾ മൊമെൻറ്റ് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. It is having magnitude as well as direction. Direction is always towards a more electronegative atom. More electronegative atomത്തിലേക്കാണ് എന്ത് വരുന്നത്, ഡൈപോൾ മൊമെൻറ്റ് ഡയറക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് എന്തിൻ്റെ ഇൻഡിക്കേഷൻ ആണ്, ഇറ്റ് ഇസ് ആക്ച്വലി മെഷർ ഓഫ് പൊളാരിറ്റി ആണ്. അപ്പോൾ എൻ്റെ ഇക്വേഷൻ എന്താണ്, ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആറ്റംസ് ആണ് വരുന്നത്. ഓക്കെ, ഇതിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഓഫ് മോളിക്യൂൾസ് വിൽ ഹാവ് സീറോ ഡൈപോൾ മൊമെൻ്റ് ആണ്. അതും ഞാനൊന്ന് ഡിസ്കസ് ചെയ്യാം. ഹോമോ ഡയറ്റാമിക് മോളിക്യൂൾസ്, ദാറ്റ് ഈസ് H2O2N2. ഇതിൽ ദർ ഇസ് നോ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ്. അതുകൊണ്ട് തന്നെ ദ കമ്പൗണ്ട് ഇസ് നോൺ പോളാർ ആണ് അല്ലേ, ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഒന്നുമില്ല. അതുകൊണ്ട് ചാർജ് സെപ്പറേഷൻ ഇല്ല അവർ തമ്മിൽ അല്ലേ. അതുകൊണ്ട് തന്നെ അവരെന്തായിരിക്കും, ദർ ഇസ് നോ പൊളാരിറ്റി. അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാവരുടെയും ഡൈപോൾ മൊമെൻറ്റ് എപ്പോഴും എന്തായിരിക്കും, സീറോ ആയിരിക്കും. ദെയർ ഡൈപോൾ മൊമെൻറ്റ്സ് വിൽ ബി ഓൾവേസ് സീറോ. ഇനി അതുപോലെ തന്നെ ലീനിയർ ഡയറ്റാമിക് മോളിക്യൂൾസ് ലൈക്ക് CO2, ഇതിൽ C ഡബിൾ ബോണ്ടോ ഇതിൽ പോളാർ ബോണ്ടുണ്ട്. CO ബോണ്ട് പോളാറാണ്, കാരണം കാർബണും ഓക്സിജനും തമ്മിൽ എന്തുണ്ട്, ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ട്. ആൻഡ് CO ബോണ്ട് എന്തുണ്ട്, ദർ ഇസ് ആക്ച്വലി എ ഡൈപോൾ മൊമെൻറ്റ്. പക്ഷേ ഇവിടെ ഫസ്റ്റ് CO ബോണ്ടിൻ്റെ ഡയറക്ഷൻ എവിടേക്കാണ് വരുന്നത്, ടുവേർഡ്സ് ദിസ് ഓക്സിജൻ ആണ്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ വരും. സെക്കൻഡ് CO ബോണ്ടിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് ഡയറക്ഷൻ എന്തായിരിക്കും, ടുവേർഡ്സ് ദ ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ഇവരുടെ ഡൈപോൾ മൊമെൻറ്റ് എന്തായിരിക്കും, സീറോ ആയിരിക്കും. അപ്പോൾ ഹോമോ ഡയറ്റാമിക് മോളിക്യൂൾസിൻ്റെ എന്താണ്, ഡൈപോൾ മൊമെൻറ്റ് സീറോ ആണ്. ലീനിയർ ഡയറ്റാമിക് മോളിക്യൂൾസ് CO2 പോലുള്ള ലീനിയർ ഡയറ്റാമിക് മോളിക്യൂൾസിൻ്റെയും എന്താണ്, ലീനിയർ മോളിക്യൂൾസിൻ്റെ ലീനിയർ ഡയറ്റാമിക് എന്നല്ല, ലീനിയർ പോളിയറ്റോമിക്. യു കനോട്ട് സേ ഇറ്റ് ഇസ് ഡയറ്റാമിക്, ലീനിയർ മോളിക്യൂൾസ് എഴുതിയാൽ മതി. ലീനിയർ മോളിക്യൂൾസ് ലൈക്ക് വാട്ട്, CO2, അതിൻ്റെയും എന്താണ്, ഡൈപോൾ മൊമെൻറ്റ് സീറോ ആണ്. അതുപോലെ തന്നെ സിമ്മെട്രിക് മോളിക്യൂൾസ്
ടെയും ഡൈപോൾ മൊമെൻറ്റ് എന്ത് വരും? 0 വരും. സിമെട്രിക് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ ലോൺ പെയർ ഇല്ല, ബോണ്ട് പെയർ മാത്രമേ ഉള്ളൂ എങ്കിൽ അത്തരത്തിലുള്ള കോമ്പൗണ്ട്സിൻ്റെയും ഡൈപോൾ മൊമെൻറ്റ് എന്ത് തന്നെയായിരിക്കും? 0 തന്നെ ആയിരിക്കും. അണ്ടർസ്റ്റുഡ്? അതായത് ലോൺ പെയർസ് ഒന്നും തന്നെ ഇല്ല എങ്കിൽ എന്താണ് അവരുടെ എല്ലാവരുടെയും ഡൈപോൾ മൊമെൻറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ സിമെട്രിക് മോളിക്യൂൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്താണ്? അതിനകത്ത് ലോൺ പെയർ ഉണ്ടോ എന്ന് എന്ത് ചെയ്യാൻ നോക്കുക. ലോൺ പെയർ ഉണ്ടെങ്കിൽ അത് സിമെട്രിക് ആയിരിക്കില്ല, ലോൺ പെയർ ഇല്ല എങ്കിൽ എന്തായിരിക്കും? അത് സിമെട്രിക് ആയിരിക്കും. സിമെട്രിക് മോളിക്യൂൾസിനും എന്ത് തന്നെയായിരിക്കും? ഡൈപോൾ മൊമെൻറ്റ് 0 ആയിരിക്കും. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ അമോണിയ, ബെറീലിയം ഡൈഫ്ലൂറൈഡ്, H2O, 1,4 ഡൈക്ലോറോബെൻസ്, ഇതാണ് ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത്. അമോണിയയിൽ നിങ്ങൾക്കറിയാം 1 ലോൺ പെയർ ഉണ്ട്, അതുകൊണ്ട് തന്നെ എൻ്റെ ഡൈപോൾ മൊമെൻറ്റ് എന്തല്ല? 0 അല്ല. ഓക്കെ, ഇനി ബെറീലിയം ഡൈഫ്ലൂറൈഡ് ആണ്. ബെറീലിയം ഡൈഫ്ലൂറൈഡിൻ്റെ ജോമെട്രി വരുന്നത് BF2 ആണ്. ഇതിലും എന്തുണ്ട്? BFന് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ട്, പക്ഷേ അത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് ഹാവിങ് എ ലീനിയർ സ്ട്രക്ചറാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് എന്താണ്? 0 ആണ്. H2Oയുടെ ഡൈപോൾ മൊമെൻറ്റ് എന്തല്ല? 0 അല്ല, കാരണം H2Oയ്ക്ക് 2 ലോൺ പെയർ വരും. H2Oയുടെ സ്ട്രക്ചർ ഇങ്ങനെയാണ് വരുന്നത്, ഇറ്റ് ഇസ് ഹാവിങ് 2 ലോൺ പെയർസ്. ഓക്കെ, അതിൽ OH ബോണ്ടിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടാവും, അതുകൂടാണ്ട് ലോൺ പെയറിനും ഡൈപോൾ മൊമെൻറ്റ് ഉണ്ട്. സോ ഓവറോൾ എന്തുണ്ടാവും? അതിന് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ട്. ഇനി അടുത്തത് 1,4 ഡൈക്ലോറോബെൻസീൻ ആണ്. ദിസ് ഇസ് 1,4 ഡൈക്ലോറോബെൻസീൻ. ഇതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് 0 ആണ്, കാരണം കാർബൺ ക്ലോറിൻ ബോണ്ടിന് എന്തുണ്ട്? ഡൈപോൾ മൊമെൻറ്റ് ഉണ്ട്. ബട്ട് ബോത്ത് ആർ ഇൻ വാട്ട്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് ഇതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് എന്ത് വരും? 0 വരും. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഓഫ് മോളിക്യൂൾസ് വിൽ ഹാവ് ഡൈപോൾ മൊമെൻറ്റ് 0 ആണ്. അതിൽ ഫസ്റ്റ് ഓപ്ഷനിൽ അമോണിയയ്ക്കും വാട്ടറിനും എന്തുണ്ട്? ഡൈപോൾ മൊമെൻറ്റ് ഉണ്ട്. ബെറീലിയം ഡൈഫ്ലൂറൈഡിനും 1,4 ഡൈക്ലോറോബെൻസീനും ഡൈപോൾ മൊമെൻറ്റ് എന്താണ്? 0 ആണ്. അപ്പോൾ അതല്ല. ഇനി അടുത്തത് ബോറോൺ ട്രൈഫ്ലൂറൈഡ് ആണ്, BF3 ആണ്. BF3 ഒരു സിമെട്രിക് മോളിക്യൂളാണ്, ഇതിനകത്ത് ബോണ്ട് പെയർ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് എന്താണ്? 0 ആണ്. പക്ഷേ HFൻ്റെ ഡൈപോൾ മൊമെൻറ്റ് എന്തല്ല? 0 അല്ല. HF ഇറ്റ് ഈസ് ഹാവിങ് എ ഡൈപോൾ മൊമെൻറ്റ് ആൻഡ് ദാറ്റ് ഇസ് ടുവേർഡ്സ് വാട്ട്? ഫ്ലൂറിൻ. ഇനി അടുത്തത് ഓപ്ഷൻ 2 അല്ല, ഓപ്ഷൻ 3ലേക്ക് പോവാം. നൈട്രജൻ ട്രൈഫ്ലൂറൈഡ് ആണ്, NF3. NF3ക്ക് ഇത് സിമിലർ സ്ട്രക്ചർ ടുവേർഡ്സ് ഓഫ് വാട്ട്? അമോണിയാണ്. Hന് വരെ F ആണെന്ന് മാത്രമേ ഉള്ളൂ. അവിടെയും എന്തുണ്ട്? ഡൈപോൾ മൊമെൻറ്റ് വരും, കാരണം ലോൺ പെയർ ഉള്ള സ്പീഷീസാണ്. ദെൻ അപ്പോൾ ഓപ്ഷൻ 3 എലിമിനേറ്റ് ചെയ്യാം. സോ ഓട്ടോമാറ്റിക്കലി ഏതാണ് വരുന്നത്? ഓപ്ഷൻ 4 ആണ് വരുന്നത്. ഓപ്ഷൻ 4 വരാൻ കാരണം എന്താണ്? ബോറോൺ ട്രൈഫ്ലൂറൈഡ്, BF3 സിമെട്രിക് മോളിക്യൂളാണ്, ദർ ഇസ് നോ ലോൺ പെയർ അറ്റ് ഓൾ. ബെറീലിയം ഡൈഫ്ലൂറൈഡ് അഗെയിൻ സെൻട്രൽ ആറ്റത്തിന് ലോൺ പെയർ ഇല്ല. കാർബൺ ഡൈ ഓക്സൈഡ് ഇറ്റ് ഈസ് എ ലീനിയർ മോളിക്യൂൾ ആണ്, വിച്ച് ഈസ് ഹാവിങ് polar bond, but they cancel off each other because they are in opposite direction. And 1,4 ഡൈക്ലോറോബെൻസീൻ, ഇതിലും ഒക്കെ എന്തുണ്ട്? പോളാർ ബോൺസ് ഉണ്ട്, പക്ഷെ അവർ എന്ത് ചെയ്ത് പോകും? ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് 0 ഉള്ള കോമ്പൗണ്ട്സ് കണ്ടുപിടിക്കാൻ എന്താണെന്ന് നോക്കുക. ഹോമോ ഡയറ്റോമിക് ആണോ നോക്കുക, സിമെട്രിക് ആണോ നോക്കുക. സിമെട്രിക് ആണോ എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ലോൺ പെയർ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയാൽ മതി. ലോൺ പെയർ ഉണ്ടെങ്കിൽ അത് സിമെട്രിക് അല്ല, ലോൺ പെയർ ഒന്നുമില്ല, ബോണ്ട് പെയർ മാത്രമാണെങ്കിൽ എന്താണത്? സിമെട്രിക് ആണ്. സിമെട്രിക് മോളിക്യൂൾസിൻ്റെ ഒക്കെ എന്തായിരിക്കും? ഡൈപോൾ മൊമെൻറ്റ് 0 ആയിരിക്കും. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള മോളിക്യൂൾസ്, ലീനിയർ സിമെട്രിക് മോളിക്യൂൾസ്, അവർക്ക് പോളാർ ബോണ്ട് ഉണ്ടാവും, പക്ഷേ അവരുടെ ഡൈപോൾ മൊമെൻറ്റ് എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോകും, ബിക്കോസ് ദ ബോൺസ് ആർ ഇൻ വാട്ട്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അണ്ടർസ്റ്റുഡ്? ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? സോ ഓപ്ഷൻ ഏതാണ് വരുന്നത്? ദാറ്റ് ഈസ് ഓപ്ഷൻ 4. ഓക്കെ, now moving on to next question. What is the change in oxidation number of carbon in the following reaction? ഈ ഫോളോയിങ് റിയാക്ഷനിലുള്ള കാർബണിൻ്റെ എന്താണ്? ഓക്സിഡേഷൻ നമ്പറിൻ്റെ ചേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ എല്ലാത്തിലെയും കാർബണിൻ്റെ എന്താണ്? ഓക്സിഡേഷൻ നമ്പർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ CH4 ആണ്. CH4ൽ കാർബൺ X ആണ്, പ്ലസ് നമുക്കറിയാം ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? 1 × 4 = 0 അല്ലേ? സം ഓഫ് ദി ഓക്സിഡേഷൻ നമ്പേഴ്സ് എന്താണ്? ഓൾവേസ് ഈക്വൽ ടു ഓവറോൾ ചാർജ് ആണ്. CH4 ഒരു ന്യൂട്രൽ കോമ്പൗണ്ട് ആയതുകൊണ്ട് ഓവറോൾ ചാർജ് എന്ത് വരും? 0 വരും. അപ്പോൾ കാർബൺ എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട? X ആണ്, പ്ലസ് 1 × 4 = എന്താണ്? 0. X = എന്ത് വരും?
-4 ആണ്. ഓക്കെ, എക്സ് ഇസ് -4. ഇനി നമുക്ക് കാർബണിൻ്റെ മാത്രമേ ചോദിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ കാർബണിൻ്റെ മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യും. CCl4 കണ്ടുപിടിക്കാം. CCl4 കാർബൺ എന്താണ് എക്സ്, ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ് -1 ആണ് ഹാലജൻസിന്, ഇൻറ്റു 4 ഇസ് ഈക്വൽ ടു എന്താണ് 0, എക്സ് ഇസ് ഈക്വൽ ടു എത്രയാണ് +4 ആണ്. സോ +4. അപ്പോൾ ഏതാണ് ഓക്സിഡേഷൻ നമ്പറിൻ്റെ ചേഞ്ച് -4 ടു +4? ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ 3. ഓക്കെ, അണ്ടർസ്റ്റുഡ്. Now moving on to next question. Oxide and its nature ആയിട്ട് എന്ത് ചെയ്യുക? മാച്ച് ദ ഫോളോയിങ് ആണ് ചെയ്യുന്നത്. ഇതും പലപ്പോഴായിട്ട് ചോദിക്കുന്ന ഒരു റിപ്പീറ്റഡ് സെക്ഷനാണ്. അതായത് ഓക്സൈഡ്സിൻ്റെ അസിഡിക്, ബേസിക്, ആംഫോട്ടറിക് നേച്ചറൊക്കെ പല പ്രാവശ്യങ്ങളിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പല രീതികളിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ടും അല്ലാതെയുമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു കാറ്റഗറിയാണെന്ത് ഓക്സൈഡ്സിൻ്റെ അസിഡിക്, ബേസിക്, ആംഫോട്ടറിക്, ന്യൂട്രൽ നേച്ചറൊക്കെ. ഓക്കെ, അപ്പോൾ അതിന് ഞാൻ പറഞ്ഞുതരാം. നോർമലി non-metal oxides are acidic ആണ്. non-metal oxides എന്താണ്? acidic ആണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ്, Cl2O7, SO2 പോലെയുള്ളവർ, ഇവരൊക്കെ non-metal oxides ആണ്. non-metal oxides നോർമലി എന്താണ്? acidic nature ഉള്ളവരാണ്. ഇനി മെറ്റൽ ഓക്സൈഡ്സ് നോർമലി എന്താണ്? ബേസിക് നേച്ചറാണ്. മെറ്റൽ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ കാൽഷ്യം ഓക്സൈഡ്, അതുപോലെ തന്നെ എന്താണ് Na2O, ഇതൊക്കെ എന്താണ്? ബേസിക് ഓക്സൈഡ്സ് ആണ്. ഇനി ബേസിക് മെറ്റൽ ഓക്സൈഡ്സ് വിത്ത് ഹൈ ഓക്സിഡേഷൻ നമ്പർ ഓഫ് മെറ്റൽ ആണെങ്കിൽ ദേ ആർ അസിഡിക് ആണ്. എക്സാമ്പിൾ Mn2O7, CrO3 ഒക്കെ, ഇവരൊക്കെ അസിഡിക് ഓക്സൈഡ്സ് ആണ്. ദെൻ ദർ ആർ ആംഫോട്ടറിക് ഓക്സൈഡ്സ് ഉണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, നോൺ മെറ്റൽ ഓക്സൈഡ്സ് ഒക്കെ നോർമലി എന്ത് തന്നെയാണ്? അസിഡിക് ആണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നോൺ മെറ്റൽ ഓക്സൈഡ്സിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്താൽ യു വിൽ ഗെറ്റ് ആസിഡ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ എടുത്ത് വാട്ടറിൽ ഡിസോൾവ് ചെയ്താൽ യു വിൽ ഗെറ്റ് കാർബോണിക് ആസിഡ് H2CO3 ആണ്. അതുകൊണ്ടാണ് അതിനെന്ത് വിളിക്കുന്നത്? നോൺ മെറ്റൽ ഓക്സൈഡ്സിനെ അസിഡിക് ഓക്സൈഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് മെറ്റൽ ഓക്സൈഡ്സിനെ ബേസിക് ഓക്സൈഡ് എന്ന് വിളിക്കുന്നത്? കാരണം ഇപ്പോൾ കാൽഷ്യം ഓക്സൈഡ് എടുത്ത് വാട്ടറിൽ ഡിസോൾവ് ചെയ്താൽ യു വിൽ ഗെറ്റ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് വിച്ച് ആർ സ്ട്രോങ് ബേസസ്. അതുകൊണ്ടാണ് മെറ്റൽ ഓക്സൈഡ്സിനെ എന്ത് വിളിക്കുന്നത്? ബേസിക് ഓക്സൈഡ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അണ്ടർസ്റ്റുഡ്. ഇനി മെറ്റൽ ഓക്സൈഡ്സിൽ തന്നെ ആ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഹൈ ആണ്. ഇപ്പോൾ Mn2O7, Cr2O3 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മെറ്റൽ ഓക്സൈഡാണ്. പക്ഷേ ആ മെറ്റലൊക്കെ അതിൻ്റെ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും? ആസിഡിക് ഓക്സൈഡ് ആയിരിക്കും. ഇനി ന്യൂട്രൽ ഓക്സൈഡ്സ് പറയുകയാണെങ്കിൽ അതിൻ്റെ ലിസ്റ്റ് നിങ്ങൾ പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ന്യൂട്രൽ ഓക്സൈഡ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ N2O, CO, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ന്യൂട്രൽ ഓക്സൈഡ്സിന് എക്സാമ്പിളാണ്. ഇനി ആംഫോട്ടറിക് ഓക്സൈഡ്സ് ആണെന്നുണ്ടെങ്കിൽ ആംഫോട്ടറിക് ഓക്സൈഡ് ബെറീലിയം ഓക്സൈഡ്, Al2O3, സിങ്ക് ഓക്സൈഡ്, SnO2, PbO2, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഓൾ ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് വാട്ട്? ആംഫോട്ടറിക് ഓക്സൈഡ്. അപ്പോൾ നിങ്ങൾ ആംഫോട്ടറിക്കിൻ്റെയും ന്യൂട്രൽ ഓക്സൈഡ്സിൻ്റെയും ലിസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക. നോൺ മെറ്റൽ ഓക്സൈഡ്സ് എന്താണ്? അസിഡിക് ആണ്. മെറ്റൽ ഓക്സൈഡ്സ് എന്താണ്? ബേസിക് ആണ്. അതിൽ മെറ്റൽ ഓക്സൈഡ്സിന് എക്സെപ്ഷൻ ഉണ്ട്. എന്താണ്? ആ മെറ്റൽ ഓക്സൈഡിൽ മെറ്റൽ അതിൻ്റെ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ വരുന്നത് Mn2O7, Cr2O3 പോലെയുള്ള കേസുകളിൽ എന്തായിരിക്കും? അത് ദേ വിൽ ബി അസിഡിക് ആയിരിക്കും. ആ കേസ് മാത്രം ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ നോക്കാം. ഓക്സൈഡ് ഫസ്റ്റ് കാർബൺ മോണോക്സൈഡ് ആണ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഇറ്റ് ഈസ് ആക്ച്വലി എ ന്യൂട്രൽ ഓക്സൈഡ് ആണ്. ബേരിയം ഓക്സൈഡ് ആണ്. ബേരിയം എന്താണ്? ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എ മെറ്റൽ. മെറ്റൽ ഓക്സൈഡ്സ് ആർ ബേസിക്. Al2O3 എന്താണ്? ആംഫോട്ടറിക് ആണ് അല്ലേ? Cl2O7 ക്ലോറിൻ എന്താണ്? നോൺ മെറ്റൽ ആണ്. നോൺ മെറ്റൽ ഓക്സൈഡ്സ് എന്താണ്? അസിഡിക് ആണ്. അപ്പോൾ എ എന്തുമായിട്ടാണ് മാച്ച് ചെയ്തിരിക്കുന്നത്? എ ഈസ് മാച്ചിങ് വിത്ത് 2. അവിടെ തന്നെ നമുക്ക് എന്ത് കിട്ടും? കറക്റ്റായിട്ട് ഓപ്ഷൻ കിട്ടും. ദാറ്റ് ഈസ് ഓപ്ഷൻ 2. അണ്ടർസ്റ്റുഡ്? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾ ആകെ അറിഞ്ഞിരിക്കുന്നത് ന്യൂട്രൽ ഓക്സൈഡ്സും ആംഫോട്ടറിക് ഓക്സൈഡ്സിൻ്റെയും ലിസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ബൈ ഹാർട്ട് അറിയാം. അണ്ടർസ്റ്റുഡ്? നൗ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് കറക്റ്റ് അബൌട്ട് കാർബൺ മോണോക്സൈഡ്? കാർബൺ മോണോക്സൈഡിനെ കുറിച്ച് എന്താണ് കറക്റ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഫോംസ് കാർബോക്സി ഹീമോഗ്ലോബിൻ ആണ്. Hemoglobin, that is iron, is having greater affinity for what? Carbon monoxide. So obviously iron will be bonded with what? Carbon monoxide. So it will form what? Carboxy hemoglobin. And correct statement ആണ്. It reduces oxygen carrying ability of blood. That is true. നമുക്കറിയാം ബ്ലഡിൽ ഓക്സിജൻ കാരിയർ ആരാണ്? ഹീമോഗ്ലോബിൻ ആണ് അല്ലേ? ഹീമോഗ്ലോബിനിൽ അയണിലേക്കാണ് ആര് ബൈൻഡ് ചെയ്യുന്നത്? ഓക്സിജൻ ബൈൻഡ് ചെയ്യുന്നത്. പക്ഷേ ഓക്സിജനും കാർബൺ മോണോക്സൈഡും കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അയൺ ആരുമായിട്ടേ ബൈൻഡ് ചെയ്യുള്ളൂ? കാർബൺ മോണോക്സൈഡുമായിട്ടേ ബൈൻഡ് ചെയ്യുള്ളൂ. ബിക്കോസ് ഓഫ് ദി സ്ട്രെങ്ത് ഓഫ് വാട്ട്? അയൺ കാർബൺ മോണോക്സൈഡ് ബോണ്ട്. അയൺ കാർബൺ മോണോക്സൈഡ് ബോണ്ട് എന്താണ്? ഹൈലി സ്റ്റേബിൾ ആണ്, ഹൈ സ്ട്രെങ്ത് ഉള്ള ബോണ്ടാണ്. അതുകൊണ്ട് തന്നെ ഓക്സിജനും കാർബൺ മോണോക്സൈഡും കൂടെ വന്നാൽ അയൺ ആരുമായിട്ടേ ബോണ്ട് ചെയ്യുള്ളൂ? കാർബൺ മോണോക്സൈഡുമായിട്ടേ ബോണ്ട് ചെയ്യുള്ളൂ. സോ ഇറ്റ് റെഡ്യൂസ്. അപ്പോൾ ഓക്സിജനും കാർബൺ മോണോക്സൈഡും കൂടെ വന്നു കഴിഞ്ഞാൽ അയൺ ആരുമായിട്ട് ബോണ്ട് ചെയ്യും? കാർബൺ മോണോക്സൈഡായിട്ടല്ലേ ബോണ്ട് ചെയ്യുള്ളൂ. അപ്പോൾ കാർബൺ മോണോക്സൈഡ് ആയിരിക്കും ടിഷ്യൂസിലേക്ക് എത്തുന്നത്, ഓക്സിജൻ എത്തില്ല. സോ ഓക്സിജൻ ക്യാരിയിങ് എബിലിറ്റി എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. ദാറ്റ് ഇസ് ട്രൂ. Carboxy hemoglobin is less stable than oxyhemoglobin. That is a wrong statement. Carboxy hemoglobin ആണ് more stable than oxyhemoglobin. Okay, understood? Because of the synergic bonding of iron and carbon monoxide. അത് നിങ്ങൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ എന്താണ് മെറ്റൽ കാർബണൽസിൽ പഠിക്കുന്നുണ്ട് അല്ലേ? കാർബണിൽ ലിഗാൻഡായിട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ്? കാർബൺ ഗ്രൂപ്പ് ലിഗാൻഡായിട്ട് വന്നു കഴിഞ്ഞാൽ ദർ ഇസ് ബാക്ക് ബോണ്ടിങ് ഓൾസോ. നോർമൽ മെറ്റൽ ലിഗാൻഡ് ബോണ്ട് കൂടാണ്ട് എന്താണ്? ലിഗാൻഡിൻ്റെ ഇലക്ട്രോൺസ് മെറ്റലിലേക്ക് ഷെയർ ചെയ്തിട്ട് എന്താണ് മെറ്റലിൻ്റെ ഇലക്ട്രോൺസ് ലിഗാൻഡിലേക്ക് ഷെയർ ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ബാക്ക് ബോണ്ടിങ് കൂടെ എന്തിനകത്ത് വരും? കാർബൺ മോണോക്സൈഡ് ലിഗാൻഡായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഇത് എക്സ്ട്രാ സ്റ്റേബിൾ ആണെന്ത്? അയൺ കാർബൺ മോണോക്സൈഡ് ബോണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്? കാർബോക്സി ഹീമോഗ്ലോബിൻ ആണ് ആരെക്കാൾ സ്റ്റേബിൾ? ഓക്സി ഹീമോഗ്ലോബിനേക്കാൾ. അണ്ടർസ്റ്റുഡ്? ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ഏതാണ് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്? ദാറ്റ് ഈസ് ഓപ്ഷൻ 3. ഓക്കെ. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ് ഡ്യൂ ടു ഇൻകംപ്ലീറ്റ് കമ്പഷൻ. അതും കറക്റ്റാണ്. കംപ്ലീറ്റ് കമ്പഷൻ ആണെങ്കിൽ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ ആണ്. ഇൻകംപ്ലീറ്റ് കമ്പഷൻ ആണെങ്കിൽ എന്ത് ഫോം ചെയ്യും? കാർബൺ മോണോക്സൈഡ് ഫോം ചെയ്യും. അപ്പം നോട്ട് കറക്റ്റ് അബൌട്ട് കാർബൺ മോണോക്സൈഡ് ഏതാണ്? ഓപ്ഷൻ 3 ആണ്. Now moving on to next question. Measuring zeta potential is useful in determining which property of colloidal solution. അതായത് സീറ്റ പൊട്ടൻഷ്യൽ മെഷർ ചെയ്യുന്നത് ഏത് പ്രോപ്പർട്ടീനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? മെഷറിംഗ് സീറ്റ പൊട്ടൻഷ്യൽ ഇസ് യൂസ്ഫുൾ ഇൻ ഡിറ്റർമിനിങ് വിച്ച് പ്രോപ്പർട്ടി ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻ? വിസ്കോസിറ്റി, സോളിബിലിറ്റി, സ്റ്റെബിലിറ്റി ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആൻഡ് സൈസ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ്. നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ അതിനൊരു എക്സാമ്പിൾ വെച്ച് പറയട്ടെ. ഐ എം ഗോയിങ് ടു പ്രിപ്പയർ എ കൊളോയിഡ്. ഓക്കെ, ഇവിടെ ഞാനൊരു കൊളോയിഡ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. കൊളോയിഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ AgIയുടെ കൊളോയിഡാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതായത് AgI ആണ് അവിടുത്തെ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ ഡിസ്പേഴ്സ്ഡ് ഫേസ്. ഓക്കെ, അത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് AgNO3 ആൻഡ് KI ആണ്. അവിടെ KI എക്സസ് ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും? Agയും ഐയും കൂടെ കമ്പൈൻ ചെയ്യുന്നത് ഫോം ചെയ്യും, AgI ഫോം ചെയ്യും. ദാറ്റ് ഇസ് എ ഡിസ്പേഴ്സ് ഫേസ്. ഇവിടെ KI എക്സസ് ആയിട്ട് എടുത്തിരിക്കുന്ന കാരണം KI ആയിരിക്കും എന്തായിട്ട് വരുന്നത്? ഡിസ്പേർഷൻ മീഡിയമായിട്ട് വരുന്നത്. എന്തായിരിക്കും വരുന്നത്? ദാറ്റ് വിൽ ബി ദി ഡിസ്പേർഷൻ മീഡിയം. ഓക്കെ, ഈ ഡിസ്പേഴ്സ് ഫേസിലും ഡിസ്പേർഷൻ മീഡിയത്തിലും ഒരാൾ കോമൺ ആണ്. വിച്ച് ഇസ് ദ കോമൺ ഓവർ ദെയർ? ദാറ്റ് ഈസ് I മൈനസ് ഇസ് കോമൺ. അപ്പോൾ ഏതാണോ കോമൺ ആയിട്ടുള്ള അയൺ, ദാറ്റ് വിൽ ബി അബ്സോർബ് ടു ദി ഡിസ്പേഴ്സ്ഡ് ഫേസ് പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ സർഫസിലേക്ക് ആര് അബ്സോർബ് ചെയ്യും? കോമൺ ആയിട്ടുള്ള അയൺ എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. ഇവിടെ കോമൺ ആയിട്ടുള്ള അയൺ ആരാണ്? I മൈനസ് ആണ് അല്ലേ? അപ്പോൾ I മൈനസ് എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. ആൻഡ് ഇറ്റ് ഫോംസ് എ ലെയർ ദാറ്റ് ഇസ് നോൺ ആസ് വാട്ട്? ഫിക്സഡ് ലെയർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഫിക്സഡ് ലെയറിലേക്ക് ലൂസ്ലി ബൗണ്ടഡ് ആയിട്ട് ആര് അറ്റാച്ച്ഡ് ആയിരിക്കും? ദ കൗണ്ടർ അയോൺ അറ്റാച്ച്ഡ് ആയിരിക്കും. ഇവിടുത്തെ കൗണ്ടർ അയോൺ ആരാണ്? K+ അല്ല, കാരണം K ആണ് ഇവിടെ എക്സസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിനാണ് എന്ത് പറയുന്നത്? ഡിഫ്യൂസ് ലെയർ എന്ന് പറയുന്നത്. ഓക്കെ,
So there is a charge separation between these two layers, that is fixed layer and diffuse layer. ആ പൊട്ടൻഷ്യലിൽ പറയുന്ന പേരാണ് എന്താ, ഇലക്ട്രോ കൈനറ്റിക് പൊട്ടൻഷ്യൽ ഓർ സീറ്റ പൊട്ടൻഷ്യൽ. ഓക്കെ, ഈ എഡ്സോർപ്ഷൻ ആണ് എന്തിന് കാരണം, സ്റ്റെബിലിറ്റി ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസിന് കാരണം. ഓക്കെ, അതുകൊണ്ടാണ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യാത്തത്, സെറ്റിൽ ഡൗൺ ചെയ്യാത്തത്. അപ്പോൾ ആക്ച്വലി ചാർജ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആണ് എന്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്, സ്റ്റെബിലിറ്റി ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ്. ആ ചാർജ് എങ്ങനെയാണ് വരുന്നത്, ഡിസ്പേഴ്സ് ഫേസിലും ഡിസ്പേർഷൻ മീഡിയത്തിലും കോമൺ ആയിട്ടുള്ള അയൺ എന്തിലേക്ക് അഡ്സോർബ് ചെയ്യും, ഈ പറയുന്ന ഡിസ്പേഴ്സ് ഫേസ് പാർട്ടിക്കിൾസിലേക്ക് അഡ്സോർബ് ചെയ്യും. ഇവിടെ ആരായിരുന്നു കോമൺ അയൺ, I- ആണ്. I- ഒരു ലെയർ ഫോം ചെയ്യും. ആ ലെയറിന് എന്ത് പറയും, ഫിക്സഡ് ലെയർ. ആ ലെയറിലേക്ക് ലൂസ്ലി ബൗണ്ട് ആയിട്ട് ആര് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെ കൗണ്ടർ അയോൺസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് ഇസ് നോൺ ആസ് വാട്ട്, ഡിഫ്യൂസ്ഡ്. അവിടുത്തെ കൗണ്ടർ അയോൺ ആരാണ്, K+ ആണ് അല്ലേ. അപ്പോൾ ഈ രണ്ട് ലെയേഴ്സ് തമ്മിൽ എന്തുണ്ട്, ഒരു ചാർജ് സെപ്പറേഷൻ ഉണ്ട്. ഈ ചാർജ് സെപ്പറേഷൻ പറയുന്ന പേരാണ് എന്താ, സീറ്റ പൊട്ടൻഷ്യൽ. അപ്പോൾ സീറ്റ പൊട്ടൻഷ്യൽ എന്ത് മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്, ചാർജ് ആണ്, വിച്ച് ഇസ് ഇൻഡിക്കേറ്റിംഗ് വാട്ട്, സ്റ്റെബിലിറ്റി ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ്. ഓക്കെ, സോ വിച്ച് ഇസ് ദ കറക്റ്റ് വൺ, ദാറ്റ് ഈസ് ഓപ്ഷൻ 3. അണ്ടർസ്റ്റാൻഡ്. ഈ രണ്ട് ലെയേഴ്സിനെയും ഒരുമിച്ച് വിളിക്കുന്നവർ ഹെൽമോൾട്സ് ഡബിൾ ലെയർ എന്നാണ് കേട്ടോ. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്. Now moving on to next question. അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇതും ഒരു ഡയറക്റ്റ് NCERT ക്വസ്റ്റ്യൻ ആണ്. NCERT സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻഡ് ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഫ്രം DNF ബ്ലോക്ക് എലമെൻറ്റ്സ്, coordination compounds. Which of the following is the correct order of increased field strength of ligands to form coordination compounds? അതായത് ലിഗാൻസിൻ്റെ സ്ട്രെങ്ത്തിൻ്റെ ഓർഡർ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. സോ ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു സ്പെക്ട്രോ കെമിക്കൽ സീരീസ്. സ്പെക്ട്രോ കെമിക്കൽ സീരീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താ സ്പെക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദി സീരീസ് ഇൻ വിച്ച് ദ ലിഗാൻസ് ആർ അറേഞ്ച്ഡ് ഇൻ ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് വാട്ട്, ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് അനുസരിച്ച് എന്ത് ചെയ്തിരിക്കുന്നു, ലിഗാൻസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഓർഡർ ആണെന്താ, സ്പെക്ട്രോ കെമിക്കൽ സീരീസ്. അപ്പോൾ NCERT തന്നിരിക്കുന്ന സ്പെക്ട്രോ കെമിക്കൽ സീരീസ് ഞാനൊന്ന് എഴുതാം. ആദ്യം വരുന്ന വീക്ക് ലിഗാൻസ് ആണ് I-, Br-, SCN-, Cl-, S2-, F-. ഇൻക്രീസിങ് ഓർഡറിലാണ് കേട്ടോ ഞാൻ എഴുതുന്നത്. OH-, C2O4 2-, H2O, EDTA4-, NH3, EN, CN-, Cu. ഓക്കെ, ഇത് നിങ്ങളുടെ NCERT തന്നിരിക്കുന്ന എന്താണ്, സ്പെക്ട്രോ കെമിക്കൽ സീരീസ് ആണ്. ഈ സ്പെക്ട്രോ കെമിക്കൽ സീരീസ് അറിഞ്ഞിരിക്കണം. കാരണം ഇതനുസരിച്ചാണ് നമുക്ക് വീക്ക് ലിഗാൻഡ് ആണോ സ്ട്രോങ് ലിഗാൻഡ് ആണോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് എന്തിൻ്റെ ഓർഡറാണ്, ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് അനുസരിച്ച് ലിഗാൻസിൻ്റെ ഓർഡറാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതായത് വിച്ച് ഇസ് ദ ഫോളോയിങ് ഇസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് ഇൻക്രീസ്ഡ് ഫീൽഡ് സ്ട്രെങ്ത് ഓഫ് ലിഗാൻസ് ടു ഫോം കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ നോക്കാം. SCN-, ആണ് ലീസ്റ്റ്. പിന്നെ വരുന്ന ഏതാണ്, F-, പിന്നെ C2O4-, പിന്നെ ഏതാണ് വരുന്നത്, CN-. അപ്പോൾ തന്നിരിക്കുന്ന ഫസ്റ്റ് ഓപ്ഷൻ തന്നെ എന്തിലാണ് കിടക്കുന്നത്, ഇൻക്രീസിങ് ഓർഡർ ഓഫ് സ്പെക്ട്രോ കെമിക്കൽ സീരീസിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, കിടക്കുന്നത്. സോ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ, ദാറ്റ് ഇസ് ഓപ്ഷൻ 1. പ്രത്യേകിച്ച് നമുക്ക് മറ്റ് ഓപ്ഷൻസ് ഒന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദാറ്റ് ഇസ് കറക്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ. അണ്ടർസ്റ്റുഡ്? ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ഇത് ക്ലിയർ ആണല്ലോ അല്ലേ? Now moving on to next question. Elimination reaction of 2-bromopentane to pent-2-ene is a beta elimination, follows Seytz's rule, dehydrohalogenation reaction, dehydration reaction. 2-bromopentane എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, pent-2-ene ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു അല്ലേ. 2-bromopentane എന്താണ്, CH3 CHBr CH2 CH2 CH3 ഇതാണ് 2-bromopentane അല്ലേ. On reaction with any strong base, alcoholic KOH, you can use any other bases also. എങ്ങനെയാണ് എലിമിനേഷൻ റിയാക്ഷൻ നടക്കുന്നത്,
ആൽഫ ഹൈഡ്രജനിലുള്ള ഹാലജനും ബീറ്റ കാർബൺസിലുള്ള എന്താണ് ഹൈഡ്രജനും കൂടെ എന്തായിട്ട് എലിമിനേറ്റ് ചെയ്യും? എന്നിട്ട് ആൽഫ ബീറ്റ കാർബണിൻ്റെ ഇടയിൽ ഡബിൾ ബോണ്ട് വരും അല്ലേ? അതാണ് എലിമിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ രണ്ട് ബീറ്റയുണ്ട്. ദർ ഇസ് ബീറ്റ 1 ആൻഡ് ബീറ്റ 2. ബീറ്റ 1 ഉണ്ട്, ബീറ്റ 2 ഉണ്ട്. അപ്പോൾ രണ്ട് പ്രോഡക്ട്സ് ഫോം ചെയ്യും. ബീറ്റ 1 ഹൈഡ്രജൻ റിമൂവ് ചെയ്ത പ്രോഡക്റ്റും ഫോം ചെയ്യാം, ബീറ്റ 2 ഹൈഡ്രജൻ റിമൂവ് ചെയ്ത പ്രോഡക്റ്റും. ഞാൻ ആദ്യം ബീറ്റ 1 ആണ് കേട്ടോ റിമൂവ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? സി. അപ്പോൾ ബീറ്റ 1 ആൽഫയും തമ്മിലായിരിക്കും ഡബിൾ ബോണ്ട് വരാം. ദിസ് ഇസ് പെൻറ്റ്-1 ആണ്. ഇനി ബീറ്റ 2 ഹൈഡ്രജനും ആൽഫ കാർബണിലെ ഹാലജനും കൂടെ എലിമിനേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? CH3 CH ഡബിൾ ബോണ്ട് CH CH2 CH3. ഓക്കെ, ഇതാണ് നടക്കുന്ന റിയാക്ഷൻ. സോ ഇതിനെ ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ എന്ന് പറയാൻ കാരണം ബീറ്റ കാർബണിലെ ഹൈഡ്രജനാണ് എന്ത് ചെയ്തിരിക്കുന്നത്? എലിമിനേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ പറയുന്നതിൽ എന്താണ് ബീറ്റ എലിമിനേഷൻ എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള പോയിൻ്റാണ് അല്ലേ? ഇനി ഇതിൽ മേജർ പ്രോഡക്റ്റ് ഏതാണ്? ഇവിടെ പെൻറ്റ്-1 ഉണ്ട്, പെൻറ്റ്-2 ഉണ്ട്. പെൻറ്റ്-2 എന്ത് മേജർ പ്രോഡക്റ്റ്, ആൻഡ് ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു സെയ്റ്റ്സഫ് റൂൾ. അതെന്തനുസരിച്ചാണ്? സെയ്റ്റ്സഫ് റൂൾ അനുസരിച്ചാണ്. എന്താ സെയ്റ്റ്സഫ് റൂൾ എന്ന് പറയുന്നത്? മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ഇസ് ദ പ്രിഫേർഡ് പ്രോഡക്റ്റ് എന്നാണ് പറയുന്നത്. മോർ സബ്സ്റ്റിറ്റ്യൂട്ട് ആൽക്കീൻ ആണ് പ്രിഫേർഡ് പ്രോഡക്റ്റ്. എന്താണ് മോർ സബ്സ്റ്റിറ്റ്യൂട്ട് ആൽക്കീൻ എന്ന് പറയുന്നത്? ഡബിൾ ബോണ്ട് വിത്ത് ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആയിരിക്കും എന്ത് മോർ സബ്സ്റ്റിറ്റ്യൂട്ട് ആൽക്കീൻ. അപ്പോൾ നമുക്ക് ഈ രണ്ട് ആൽക്കീനും ഒന്ന് നോക്കാം. ഇപ്പോൾ ഈ രണ്ട് ആൽക്കീനും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ള ഡബിൾ ബോണ്ടഡ് കാർബൺസ് ഉള്ള കോമ്പൗണ്ട് ആയിരിക്കും എന്ന് മോർ സബ്സ്റ്റിറ്റ്യൂട്ട് ആൽക്കീൻ. ഇപ്പോൾ ഫസ്റ്റ് പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ പെൻറ്റ്-1 ഡബിൾ ബോണ്ടഡ് കാർബൺസിൽ 3 ഹൈഡ്രജൻസ് ഉണ്ട്. നോക്കിക്കേ, ഇതല്ലേ ഡബിൾ ബോണ്ടഡ് കാർബൺ. ടോട്ടൽ എത്ര ഹൈഡ്രജൻ വരും? 2 1 എത്രയാണ്? 3 ഹൈഡ്രജൻസ് വരും. ഓക്കെ, സോ ഇതിനകത്ത് ആകെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പേ സബ്സ്റ്റിറ്റ്യൂൻ്റ് ആയിട്ട് വരുന്നുള്ളൂ. പക്ഷേ നേരെ മറിച്ച് സെക്കൻഡ് കോമ്പൗണ്ട് നോക്കിയാൽ പെൻറ്റ്-2 എടുക്കുമ്പോഴത്തേക്ക് ഇതാണ് ഡബിൾ ബോണ്ടഡ് കാർബൺ. ടോട്ടൽ എത്ര ഹൈഡ്രജൻസേ ഉള്ളൂ? 2 ഹൈഡ്രജനല്ലേ ഉള്ളൂ. ബാക്കി രണ്ടും എന്താണ് ആൽക്കൈൽ ഗ്രൂപ്പ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നത്. അപ്പോൾ മോർ സബ്സ്റ്റിറ്റ്യൂട്ട് ആൽക്കീൻ ഏതാണ്? ദിസ് വൺ ആണ്. അപ്പോൾ അതായിരിക്കും എന്ത് മേജർ ആയിട്ട് വരുന്നത്. സോ സെയ്റ്റ്സഫ് റൂൾ എന്താണ് പറയുന്നത്? മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ഇസ് ദി പ്രിഫേർഡ് പ്രോഡക്റ്റ് ബിക്കോസ് ദാറ്റ് വിൽ ബി ദ മോർ സ്റ്റേബിൾ ആൽക്കീൻ. ഓക്കെ, അക്കോർഡിംഗ് ടു ഹൈപ്പർ കോൺജുഗേഷൻ. അപ്പോൾ അതാണ് സെയ്റ്റ്സഫ് റൂൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ മേജർ പ്രോഡക്റ്റ് എന്താണ്? പെൻറ്റ്-2 ആണ്. അതെന്തനുസരിച്ചാണ് ഫോളോ ചെയ്തിരിക്കുന്നത്? സെയ്റ്റ്സഫ് റൂൾ. അപ്പോൾ ഈ പറയുന്ന സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും ശരിയല്ലേ? ശരിയാണ്. നൗ ഇറ്റ് ഈസ് എ ഡീഹൈഡ്രോഹാലജനേഷൻ റിയാക്ഷൻ. ഡി മീൻസ് വാട്ട്? റിമൂവ്. ഹൈഡ്രോ മീൻസ് ഹൈഡ്രജൻ. ഹാലജൻ മീൻസ് എനി ഹാലജൻ, റൈറ്റ്? അപ്പോൾ ഇവിടെ നിന്ന് റിമൂവ് ആയിരിക്കുന്ന ഹൈഡ്രജനും ഹാലജനും അല്ലേ? ആൽഫയിൽ നിന്ന് ഹാലജനും ബീറ്റയിൽ നിന്ന് ഹൈഡ്രജനും അല്ലേ പോയിരിക്കുന്നത്? സോ വി ക്യാൻ കോൾ ദിസ് റിയാക്ഷൻ ആസ് വാട്ട്? ഡീഹൈഡ്രോ ഹാലജനേഷൻ. അപ്പോൾ തേർഡ് പറഞ്ഞിരിക്കുന്നതും ശരിയല്ലേ? ശരിയാണ്. നൗ വാട്ട് അബൌട്ട് ഡീഹൈഡ്രേഷൻ? ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് വാട്ടർ ആണ്. ഇവിടെ വാട്ടർ ഒന്നും റിമൂവ് ചെയ്തിട്ടില്ല. സോ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നത്? A B C. അപ്പോൾ ഏത് വരും? ഇറ്റ് വിൽ ബി ഓപ്ഷൻ 1. ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും വരിക. അണ്ടർസ്റ്റുഡ്? ഇസ് ഇറ്റ് ക്ലിയർ? ഇതാണ് എലിമിനേഷൻ റിയാക്ഷൻ ഓഫ് 2-bromopentane to pentane. Now moving on to next question. The correct option for free expansion of ideal gas under adiabatic condition. Adiabatic conditionലുള്ള കറക്റ്റ് ഓപ്ഷൻ ഈ തന്നിരിക്കുന്നതിൽ എന്താണ് കറക്റ്റ് ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അഡിയാബാറ്റിക് കണ്ടീഷൻ? വാട്ട് ഇസ് മീൻ ബൈ അഡിയാബാറ്റിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ? അഡിയാബാറ്റിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ ഹീറ്റ് എക്സ്ചേഞ്ച്. ഹീറ്റ് എക്സ്ചേഞ്ച് ഒന്നും തന്നെ ഇല്ല. ദാറ്റ് ഈസ് Q എന്താണ്? 0 ആണ്. ഓക്കെ, ഫ്രീ എക്സ്പാൻഷൻ എന്നാണ് പറയുന്നത്. ഫ്രീ എക്സ്പാൻഷൻ്റെ കേസിൽ വാട്ട് ഇസ് ഫ്രീ എക്സ്പാൻഷൻ? എക്സ്പാൻഷൻ എഗെയിൻസ്റ്റ് വാക്വം. വാക്വത്തിലുള്ള എക്സ്പാൻഷനെയാണ് എന്ത് പറയുന്നത്? ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഫോർ ദാറ്റ് എക്സ്റ്റേണൽ പ്രഷർ ഇസ് വാട്ട്? 0. എക്സ്റ്റേണൽ പ്രഷർ എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് എക്സ്പാൻഷൻ എഗെയിൻസ്റ്റ് വാക്വം ആണ് കേട്ടോ അത് ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. വാക്വത്തിൽ പ്രഷറുണ്ടോ? ഓക്കെ, അണ്ടർസ്റ്റുഡ്? ഓക്കെ, നമുക്കറിയാം വർക്ക് ഇസ് ഈക്വൽ ടു എന്താണ്? -P external ഇൻറ്റു ΔV ആണ്. P external 0 അല്ലേ ഫ്രീ എക്സ്പാൻഷന്? അപ്പോൾ വർക്ക് എന്ത് വരും? 0 വരും. നോ ഹീറ്റ് എക്സ്ചേഞ്ച് ആയതുകൊണ്ട് Q എന്താണ്? 0 ആണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം ΔU ഇസ് ഈക്വൽ ടു Q + W ആണ് അല്ലേ?
ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു എന്താണ്? 0 ആണ്. ഡെൽറ്റ യു ദാറ്റ് ഈസ് ഇന്റേണൽ എനർജി വിച്ച് ഇസ് ആക്ച്വലി എ ഫംഗ്ഷൻ ഓഫ് വാട്ട്? ടെമ്പറേച്ചർ അല്ലേ? സോ ഡെൽറ്റ ടിയും എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഏതാണ് വരുന്നത്? Q0, ഡെൽറ്റ T0, W0. ഓക്കെ, അപ്പോൾ ഫ്രീ എക്സ്പാൻഷൻ ആയതുകൊണ്ട് ഇറ്റ് ഇസ് എക്സ്പാൻഷൻ അഗെയിൻസ്റ്റ് വാക്വം ആണ്. വാക്വത്തിൽ പ്രത്യേകിച്ച് ഒരു മീഡിയമില്ല, ദർ ഇസ് നോ പ്രഷർ അറ്റ് ഓൾ. സോ എക്സ്റ്റേണൽ പ്രഷർ 0 ആണ്. എക്സ്റ്റേണൽ പ്രഷർ 0 വരുമ്പോൾ വർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? -P external into delta V. അപ്പോൾ വർക്ക് എന്ത് വന്നു? 0 ആണ്. ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് അണ്ടർ അഡിയാബാറ്റിക് കണ്ടീഷൻ എന്നാണ്. അഡിയാബാറ്റിക് കണ്ടീഷൻ ഹീറ്റ് എക്സ്ചേഞ്ച് അല്ല. Q എന്താണ്? 0 ആണ്. നമുക്കറിയാം ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു Q + W ആണ്. ഡെൽറ്റ യു എന്താണ്? 0 ആണ്. ഇന്റേണൽ എനർജി എന്തിൻ്റെ ഫംഗ്ഷനാണ്? ടെമ്പറേച്ചറിൻ്റെ ഫംഗ്ഷനാണ്. സോ ഡെൽറ്റ ടിയും എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അണ്ടർസ്റ്റുഡ്? സോ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? സോ ദാറ്റ് വിൽ ബി ഓപ്ഷൻ 1. അണ്ടർസ്റ്റുഡ്? ഇസ് ഇറ്റ് ക്ലിയർ? Now moving on to next question. Identify the incorrect statement. Incorrect statement identify ചെയ്യാനാണ്. നമുക്കൊന്ന് നോക്കാം സ്റ്റേറ്റ്മെൻറ്റ്സ്. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റ് ബൈ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. Cr2 plus D4 is a stronger reducing agent than Fe2 plus D6 in water. Reducing agent എന്താ സംഭവിക്കുന്നത്? What happens to reducing agent? Undergoes oxidation ആണ്. ഓക്കെ, അപ്പോൾ Cr2+ എന്തായിട്ട് മാറും? Cr3+ ആയിട്ട് എളുപ്പം മാറുന്നത് കൊണ്ടാണ് എന്തായത്? അവർ ഗുഡ് റെഡ്യൂസിങ് ഏജൻറ്റ് ആയത്. ബിക്കോസ് Cr2+ വിൽ ബി ഈസിലി ഓക്സിഡൈസ്ഡ് ടു വാട്ട്? +3. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഇസ് നോൺ ആസ് എ ഗുഡ് റെഡ്യൂസിങ് ഏജൻറ്റ്. Fe2+ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? Fe3+ ആയിട്ട് കൺവേർട്ട് ചെയ്യും. Fe2+ എളുപ്പം എന്ത് ചെയ്യും? ഓക്സിഡൈസ് ചെയ്ത് എന്തായിട്ട് മാറും? Fe3+ ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ Fe2+ എന്ത് തന്നെയാണ്? ഗുഡ് റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. ഇതിൽ ആരാണ് മോർ റെഡ്യൂസിങ് ഏജൻറ്റ്? Cr2+ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. Cr3+ നമുക്കറിയാം ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ കോമ്പൗണ്ട്സിൽ എല്ലാ ഡി ഓർബിറ്റൽസിനും ഒരേ എനർജി അല്ല. ദാറ്റ് യു ഓൾറെഡി നോ. അല്ലേ? അപ്പോൾ Cr3+ എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന 3 ഇലക്ട്രോൺസും നേരെ വരുന്നത് എന്താണ്? T2g ഓർബിറ്റൽസിലായിരിക്കും. ആൻഡ് വെയിറ്റ് മേക്സ് T2g ഓർബിറ്റൽസ് ഹാഫ് ഫിൽഡ്. ഇനി Fe2+ ഇസ് കൺവേർട്ടഡ് ടു Fe3+. Fe3+ന് D5 ആണ്. ഇതിൽ T2g ഓർബിറ്റൽസും ഹാഫ് ഫിൽഡ് ആയിരിക്കും. Eg ഓർബിറ്റൽസും എന്തായിരിക്കും? ഹാഫ് ഫിൽഡ് ആയിരിക്കും. പക്ഷേ Ed ഓർബിറ്റൽസിന് എന്ത് കൂടുതലാണ്? എനർജി കൂടുതലാണ്. T2gക്ക് എന്താണ്? എനർജി കുറവാണ്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ചൊരു സ്ലൈറ്റ്ലി നിങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിലും ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും. അതായത് ക്രോമിയവും Cr2+ഉം Fe2+ഉം രണ്ടുപേരും എന്ത് തന്നെയാണ്? റെഡ്യൂസിങ് ഏജൻ്റ് ആണ്, യാതൊരു സംശയവുമില്ല. കാരണം രണ്ടുപേരും എളുപ്പം ഓക്സിഡൈസ് ചെയ്യും. ക്രോമിയം 2+ഉം +3 ആയിട്ട് മാറും. അയൺ Fe2+ഉം +3 ആയിട്ട് മാറും. പക്ഷേ ഇതിൽ ആരാണ് എളുപ്പം കൺവേർട്ട് ചെയ്യുക? എളുപ്പം കൺവേർട്ട് ചെയ്യുന്നത് Cr2+ തന്നെയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ Cr2+ Cr3+ ആയിട്ട് മാറുമ്പോൾ അതിൽ T2g ഓർബിറ്റൽസ് മാത്രമാണ് ഹാഫ് ഫിൽഡ് ആയിട്ട്. നമുക്കറിയാം ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ കോമ്പൗണ്ട്സിൽ ഡി ബ്ലോക്ക് എലമെൻസിന് എല്ലാത്തിനും ഒരേ എനർജി അല്ല, അവരുടെ എനർജി ചേഞ്ച് ഉണ്ട്. അവർ T2gയും Eg ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? സ്പ്ലിറ്റ് ചെയ്താണ് നിൽക്കുന്നത് അല്ലേ? അപ്പോൾ ക്രോമിയം 3+ൽ T2g മാത്രമാണ് ഹാഫ് ഫിൽഡ് ആയിട്ട് വരുന്നത്. അയൺ Fe2+ Fe3+ ആകുമ്പോൾ അവരുടെ കോൺഫിഗറേഷൻ D5 ആണ്. അപ്പോൾ അവരുടെ കേസിൽ എന്താണ്? T2gയും ഹാഫ് ഫിൽഡ് ആവും, Egയും എന്താവും? ഹാഫ് ഫിൽഡ് ആവും. ഇനി പെയറപ്പ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ Egയിലേക്ക് പോകില്ല, പക്ഷേ എന്ത് ചെയ്യും? T2g തന്നെ എന്ത് ചെയ്യും? പെയറപ്പ് ചെയ്ത അവസ്ഥയിലായിരിക്കും. ഇതെങ്ങനെ എടുത്താലും എന്താണ്? സ്റ്റെബിലിറ്റി ആർക്കാണ് കൂടുതൽ? Cr3+നാണ് കൂടുതൽ. കാരണം T2g മാത്രമേ അവർക്ക് എന്തായിട്ട് വരുന്നുള്ളൂ? ഹാഫ് ഫിൽഡ് ആയിട്ട് വരുന്നുള്ളൂ. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ക്രോമിയം ആയിരിക്കും പെട്ടെന്ന് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? Cr3+ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്രോമിയം ആയിരിക്കും, Cr2+ ആയിരിക്കും എന്ത്? Fe2+നേക്കാൾ ഒരു ബെറ്റർ റെഡ്യൂസിങ് ഏജൻറ്റ്. അണ്ടർസ്റ്റുഡ്? ഇത് നിങ്ങൾ NCERTയിൽ ഇല്ലയെന്ന് വിചാരിക്കാതെ NCERTയിൽ ഡി ബ്ലോക്ക് എലമെൻസിൽ ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്?
കറക്റ്റാണ്, ക്ലിയർ ആണല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് CR2 പ്ലസ് CR better reducing agent ആയത്? because CR3 plus is much more stable than Fe3 plus because of half filled T2G levels. അയണിലേക്ക് വരുമ്പോൾ EGയിൽ ഫില്ലാവാം, അല്ലെങ്കിൽ T2G തന്നെ എന്താവാം, പേരപ്പായിട്ട്. അപ്പോൾ പേരപ്പാകുമ്പോഴത്തേക്കും അത് എന്താ ആയിരിക്കില്ല, ഒരു സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആയിരിക്കില്ല. ഓക്കെ, എനിവേസ് CR3 plus is much more stable than what? Fe3 plus. Understood? സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, കറക്റ്റാണ്. ഇനി അടുത്തത് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോവാം. ട്രാൻസിഷൻ മെറ്റൽസ് ആൻഡ് ദെയർ കോമ്പൗണ്ട്സ് ആർ നോൺ ഫോർ ദെയർ കാറ്റലിക് ആക്ടിവിറ്റി ഡ്യൂ ടു ദെയർ എബിലിറ്റി ടു അഡോപ്റ്റ് മൾട്ടിപ്പിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആൻഡ് ടു ഫോം കോംപ്ലെക്സ്. ട്രാൻസിഷൻ മെറ്റൽസിന് കാറ്റലറ്റിക് പ്രോപ്പർട്ടി കൂടുതലാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതെന്ത് തന്നെയാണ്, റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട്സ് ആർ ദോസ് that are formed when small atoms like hydrogen, carbon or nitrogen are trapped inside the crystal lattices of metals. അതും കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. എന്ത് ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്? ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ട്രാൻസിഷൻ മെറ്റൽസിൻ്റെ ക്രിസ്റ്റൽ ലാറ്റിസസിൽ എത്രയൊക്കെ ടൈറ്റായിട്ട് ക്ലോസ് പൈക്ക് ചെയ്താലും ദർ വിൽ ബി സം വോയിഡ്സ് അല്ലേ. ഈ വോയിഡ്സിൽ ആര് ട്രാപ്പ് ചെയ്യും? ഈ പറയുന്ന സ്മോളർ ആറ്റംസ് ട്രാപ്പ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സ് ആണെന്ത്, ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അതും എന്ത് തന്നെയാണ്, കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഒബ്വിയസ്ലി ലാസ്റ്റ് വൺ ആണ്. ദാറ്റ് ഇസ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ക്രോമിയം ഇൻ CR2O4 2- ആൻഡ് CR2O7 2- ആർ നോട്ട് സെയിം. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ അല്ലേ. CrO4 2- ക്രോമിയം അല്ലേ എക്സ്, ഓക്സിജൻ എന്താണ് -2 × 4, ഓവറോൾ ചാർജ് എത്രയാണ് -2. അപ്പോൾ എത്ര വരും? എക്സ് ഇസ് ഈക്വൽ ടു -2 + 8 ഇസ് ഈക്വൽ ടു എന്താണ്, +6 ആണ് വരുന്നത്. ഇനി CR2O7 2- ചെക്ക് ചെയ്യാം. ക്രോമിയം ലെറ്റ് ഇറ്റ് ബി 2x, ഓക്സിജൻ -2 × 7 ഇസ് ഈക്വൽ ടു എത്രയാണ്, -2. ഓൺ സോൾവിങ് എക്സ് ഇസ് ഈക്വൽ ടു അഗെയിൻ വാട്ട്, +6. +6 അല്ലേ കിട്ടുന്നത്. രണ്ടിലൊന്ന് തന്നെയാണ്, ഓക്സിഡേഷൻ സ്റ്റേറ്റ് സെയിം ആണ്, ഡിഫറെൻ്റ് അല്ല. ഇവിടെ നോട്ട് സെയിം എന്നാണ് പറഞ്ഞത്, സോ ഇറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, നൗ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദി ഇൻകറക്റ്റ് മാച്ച്. അൺനിൽ അണ്ണിയം, അൺനിൽ ട്രൈയം, അൺനിൽ ഹെക്സിയം, അണ്ണിയം. അപ്പോൾ 1 നിൽ അണ്ണിയം എന്ന് പറയുന്നത് എന്താണ്? അൺ സ്റ്റാൻഡ്സ് ഫോർ 1, നിൽ സ്റ്റാൻഡ്സ് ഫോർ 0, അൺ സ്റ്റാൻഡ്സ് ഫോർ 1. 1 0 1 ആണ്. അൺനിൽ ട്രൈയം എന്താണ്? 1 0 3. അൺനിൽ ഹെക്സിയം 1 0 6. അണ്ണിയം 1 1 1. ഓക്കെ, ഇതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. 1 0 1. A is matching with 1, B is matching with 2, C is matching with 3 and D is matching with the 4. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഏതാണ് ഇൻകറക്റ്റ് മാച്ച്? ആർക്ക് പറയാമോ ആർക്കെങ്കിലും? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ്, 1 1 1. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ഡ്രംസ്റ്റാഡിയം, ഇറ്റ് ഈസ് റൂച്ചിനിയം. ഓക്കെ, 101 എന്ത് തന്നെയാണ്? മെൻഡലീവിയം ആണ്. 103 എന്താണ്? ലോറൻഷ്യം ആണ്. 106 എന്താണ്? സീബോർഗിയം ആണ്. 1111 എന്തല്ല? ഡംസ്റ്റാഡിയം അല്ല, ഇറ്റ്സ് റൂച്ചിനിയം ആണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ആക്ച്വലി ഡി, ദാറ്റ് ഈസ് ദ ഇൻകറക്റ്റ് മാച്ച്. ഓക്കെ, അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക കേട്ടോ. ഇനി now reaction between benzaldehyde and acetophenone in presence of dilute NaOH is known as benzaldehyde and acetophenone in presence of dilute NaOH. What is benzaldehyde? C6H5CHO. എന്താണ് acetophenone എന്ന് പറയുന്നത്? CH3C double bond O C6H5 അല്ല acetophenone. ഓക്കെ, on treatment with a dilute NaOH. ഓക്കെ, ഇതിൽ ഒരു കീറ്റോണിന് എന്തുണ്ട്? ദർ ഇസ് ആൽഫ ഹൈഡ്രജൻ ഉണ്ട്, മറ്റേതിന് എന്തില്ല? ആൽഫ ഹൈഡ്രജൻ ഇല്ല. ദിസ് ഇസ് ആക്ച്വലി ആൻ എക്സാമ്പിൾ ഫോർ ക്രോസ് ആൽഡോൾ കണ്ടൻസേഷൻ ആണ്. എന്താണ് ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്? ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് വിത്ത് ആൽഫ ഹൈഡ്രജൻ on treatment with dilute base you will get what? Alpha beta unsaturated aldehyde or ketone. അതാണ് എന്ത്? ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. അതിൽ 2 ഡിഫറെൻറ്റ് ആൽഡിഹൈഡ്സോ ഒരു ആൽഡിഹൈഡോ കീറ്റോണോ ആയിട്ട് റിയാക്ട് ചെയ്താൽ അതെല്ലാം എന്താണ്? ക്രോസ് ആൽഡോൾ കണ്ടൻസേഷൻ ആണ്.
ഇതിൽ അസറ്റോഫിനോണിന് ആൽഫ ഹൈഡ്രജൻ ഉണ്ട്, ബെൻസാൽഡിഹൈഡിന് എന്തില്ല, ആൽഫ ഹൈഡ്രജൻ ഇല്ല. ഇതിൻ്റെ റിയാക്ഷൻ എങ്ങനെ എഴുതാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഒരു യൂണിറ്റിൻ്റെ കാർബണിൽ ഗ്രൂപ്പിൽ ഓയും മറ്റേ യൂണിറ്റിൽ എന്താണ് ആൽഫ കാർബണിലെ 2 ഹൈഡ്രജനും കൂടെ ആയിട്ട് എന്തായിട്ട് എലിമിനേറ്റ് ചെയ്യും, H2 ആയിട്ട് എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, so here the elimination of H2O takes place and the product will be like this. ഇത് നിങ്ങൾക്ക് ഏത് കോമ്പൗണ്ടിന് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. ആൽഡോൾ കണ്ടൻസേഷൻ്റെ പ്രോഡക്റ്റ് എഴുതാൻ വളരെ എളുപ്പമാണ്. 2 യൂണിറ്റാണ് ആൽഡോൾ കണ്ടൻസേഷൻ. അത് ആൽഡിഹൈഡോ കീറ്റോണോ എന്തോ ആയിക്കോട്ടെ. ഫസ്റ്റ് യൂണിറ്റിൻ്റെ എന്താണ് കാർബണിൽ ഗ്രൂപ്പിൻ്റെ ഓക്സിജനും സെക്കൻഡ് യൂണിറ്റിൻ്റെ ആൽഫ ഹൈഡ്രജനിലെ 2 ഹൈഡ്രജൻസ് കൂടെ എന്തായിട്ട് എലിമിനേറ്റ് ചെയ്യാം, H2 ആയിട്ട് എലിമിനേറ്റ് ചെയ്യാം ആൻഡ് റൈറ്റ് ദ പ്രോഡക്റ്റ്. അപ്പം മറ്റൊരു എക്സാമ്പിൾ എടുക്കാം. ഞാൻ വേറൊരു സിമ്പിൾ എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പം ലൈക്ക് ദിസ് CH3CHO ഓൺ റിയാക്ഷൻ വിത്ത് ഡൈല്യൂട്ട് ബേസ് ആണെന്ന് വിചാരിക്കാം. എങ്ങനെ പ്രൊഡക്റ്റ് എഴുതും, ഫസ്റ്റ് യൂണിറ്റ് CH3CHO അങ്ങനെ തന്നെ എഴുതുക. സെക്കൻഡ് യൂണിറ്റിൻ്റെ എന്താണ്, ഇതല്ലേ ആൽഫ കാർബൺ, ആൽഫ കാർബണിലെ എന്താണ് ഹൈഡ്രജനും കൂടെ എന്തായിട്ട് എലിമിനേറ്റ് ചെയ്യും, H2 ആയിട്ട് എലിമിനേറ്റ് ചെയ്യും. എന്നിട്ട് ആ 2 കാർബൺസ് നമ്മൾ എന്തിട്ടാൽ മതി, ഒരു ഡബിൾ ബോണ്ട് അങ്ങോട്ട് ഇട്ടാൽ മതി. ഇതാണ് എന്ത് ഫൈനൽ പ്രൊഡക്റ്റ്, ഇൻ്റർമീഡിയറ്റ് അല്ല കേട്ടോ, ഫൈനൽ പ്രൊഡക്റ്റ് ആണ് എഴുതുന്നത്. ഓക്കെ, അണ്ടർസ്റ്റുഡ്. അപ്പോൾ ഇതെന്താണ് ആൽഡോൾ കണ്ടൻസേഷൻ ആണ്. ഇവിടെ 2 ഡിഫറെൻറ്റ് ആൽഡിഹൈഡ്സ് ഓർ ആൽഡിഹൈഡ്സ് അല്ലെങ്കിൽ 2 ഡിഫറെൻറ്റ് കീറ്റോൺസ് അല്ലെങ്കിൽ ഒരു ആൽഡിഹൈഡ് ഒരു കീറ്റോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും, ക്രോസ് ആൽഡോൾ കണ്ടൻസേഷൻ ആയിരിക്കും. അപ്പോൾ ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്, ദിസ് ഓപ്ഷൻ 4 ആണ് വരുന്നത്. അണ്ടർസ്റ്റുഡ്, ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? അപ്പോൾ ഇഫ് അറ്റ്ലീസ്റ്റ് 1 യൂണിറ്റ്, അതായത് ഏത് യൂണിറ്റ്, അത് ആൽഡിഹൈഡ് ആയിക്കോട്ടെ കീറ്റോൺ ആയിരിക്കാം, ഏതെങ്കിലും ഒരെണ്ണത്തിനെങ്കിലും ആൽഫ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൽഡിഹൈഡോ കീറ്റോണോ ഓൺ ട്രീറ്റ്മെൻറ്റ് വിത്ത് ഡൈല്യൂട്ട് ബേസ് ആണെങ്കിൽ അതെന്തായിരിക്കും, ആൽഡോൾ കണ്ടൻസേഷൻ ആയിരിക്കും. അണ്ടർസ്റ്റുഡ്, ക്ലിയർ? Now moving on to next question. Which of the following oxo acid of sulfur has OO linkage? OO linkage ഉള്ള ഓക്സോ ആസിഡ് ഓഫ് സൾഫർ ഏതാണെന്നാണ്. ഇത് ഡയറക്റ്റ് ഒരു NCERT ക്വസ്റ്റൻ ആണ്, P ബ്ലോക്കിലെ ക്വസ്റ്റ്യൻ ആണ്. ഈ 4 കോമ്പൗണ്ട്സിൻ്റെയും സ്ട്രക്ചർ നിങ്ങൾക്ക് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, NCERTയിൽ കൊടുത്തിട്ടുണ്ട്. പെറോക്സൈഡ് ലിങ്കേജ്, OO ലിങ്കേജ് എന്ന് പറഞ്ഞാൽ പെറോക്സൈഡ് ലിങ്കേജ് ഉള്ള എന്താണ് ഓക്സോ ആസിഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ പേരിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാം. പെറോക്സോ ഡൈസൾഫ്യൂരിക് ആസിഡ്, OO ലിങ്കേജ് എന്താണ്, ഇറ്റ്സ് പെറോക്സൈഡ് ലിങ്കേജ് ആണ്, H2S2O8 ആണ്. ഓക്കെ, എങ്കിലും ബാക്കിയുള്ളതിൻ്റെയും കൂടെ സ്ട്രക്ചർ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. H2SO3, ഇതാണ് H2SO3യുടെ സ്ട്രക്ചറായിട്ട് വരുന്നത്. ദെൻ H2SO4, ഇതാണ് H2SO4 ആയിട്ട് വരുന്നത്. H2S2O7, അടുത്തത് H2S2O8. ഓക്കെ, ഇതിൽ നിങ്ങൾ ഓക്സോ ആസിഡ്സ് ഓഫ് സൾഫർ ആണ്. ഇതിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണമെന്നില്ല, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കത് എഴുതാൻ സാധിക്കും. എല്ലാ ഓക്സോ ആസിഡ്സ് ഓഫ് സൾഫറിലും നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും, ഒരു S ഡബിൾ ബോണ്ട് ഓയും ഒരു SOH ഗ്രൂപ്പും എല്ലാ ഓക്സോ ആസിഡ്സ് ഓഫ് സൾഫറിലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഏത് ഓക്സോ ആസിഡ്സ് ഓഫ് സൾഫർ എടുത്താലും ഒരു ഡബിൾ ബോണ്ട് ഓയും ഒരു OHും കൊടുക്കുക. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കി ഏതൊക്കെ എലമെൻറ്റ്സ് ആണോ ഉള്ളത് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, കൊടുക്കുക. ഓക്കെ, അപ്പോൾ പെറോക്സോ ഡൈസൾഫ്യൂരിക് ആസിഡിലാണ് എന്തുള്ളത്, പെറോക്സൈഡ് ലിങ്കേജ് ആയ OO ബോണ്ട് ഉള്ളത്. അത് പേര് നോക്കിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. ഓക്കെ, സോ ഇതിനകത്ത് കറക്റ്റ് ഓപ്ഷൻ ഏതാണ് വരുന്നത്, ദാറ്റ് ഈസ് തേർഡ് ഓപ്ഷൻ. Now next question. HCl was passed through
a solution of calcium chloride, magnesium chloride and NaCl, which of the following compound crystallize? ഇതിലേത് കോമ്പൗണ്ടാണ് ക്രിസ്റ്റലൈസ് ചെയ്യുക? അതായത് നിങ്ങളുടെ സൊല്യൂഷനിൽ 3 കമ്പണൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? കാൽഷ്യം ക്ലോറൈഡ് ഉണ്ട്, മഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ട്, സോഡിയം ക്ലോറൈഡ് ഉണ്ട്. ഇതിൽ HCl പാസ് ചെയ്താൽ ആരായിരിക്കും പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് കോമൺ അയൺ എഫക്റ്റും ഒന്ന് സാല്യുബിലിറ്റിയും. ഓക്കെ, അപ്പോൾ ഇതിനകത്തേക്ക് നിങ്ങളുടെ സൊല്യൂഷനിൽ ആരൊക്കെയുണ്ട്? NaCl ഉണ്ട്, കാൽഷ്യം ക്ലോറൈഡ് ഉണ്ട്, മഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ട്. ഇതിനകത്തേക്ക് എന്താണ് ആഡ് ചെയ്തിരിക്കുന്നത്? HCl ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത് NaCl ആയിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ NaCl എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്? Na+ഉം Cl-ഉം. അതിനകത്തേക്ക് എന്ത് ആഡ് ചെയ്തു? HCl ആഡ് ചെയ്തു. HCl എങ്ങനെയാണ് ഡിസോസിയേറ്റ് ചെയ്യുക? H+ഉം Cl-ഉം. അപ്പോൾ ആരുടെ അയോണിൻ്റെ കോൺസെൻട്രേഷൻ കൂടി? Cl- കോൺസെൻട്രേഷൻ കൂടി. സോ ഇക്വിലിബ്രിയം എവിടേക്ക് ഷിഫ്റ്റ് ചെയ്യും? ബാക്ക് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും അല്ലേ? പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ കൂടിയാൽ ഇക്വിലിബ്രിയം എവിടേക്ക് ഷിഫ്റ്റ് ചെയ്യും? ബാക്ക് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ എന്ത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും? NaCl പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്തുകൊണ്ടാണ് കാൽഷ്യം ക്ലോറൈഡും മഗ്നീഷ്യം ക്ലോറൈഡും പ്രസിപ്പിറ്റേറ്റ് ചെയ്യാത്തത്? ഓക്കെ, കാൽഷ്യം ക്ലോറൈഡ്, മഗ്നീഷ്യം ക്ലോറൈഡ് ആർ ഹൈലി സോല്യൂബിൾ ഇൻ വാട്ടർ ഡ്യൂ ടു ഹൈ ഹൈഡ്രേഷൻ എൻതാൽപ്പി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 3 കമ്പണൻസ് ഉള്ളതിൽ ഏത് മാത്രമേ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുള്ളൂ? NaCl മാത്രമേ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൽ 2 ഫാക്ടേഴ്സാണ് വരുന്നത്. ഒന്ന് കോമൺ അയൺ ഇഫക്റ്റും പിന്നെ ഏതാണ്? സോല്യുബിലിറ്റി. അപ്പോൾ കോമൺ അയൺ ഇഫക്റ്റ് അനുസരിച്ച് HCl ആഡ് ചെയ്യുമ്പോൾ ഇതിൽ Cl- കോൺസെൻട്രേഷൻ കൂടും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇക്വിലിബ്രിയം എവിടേക്ക് ഷിഫ്റ്റ് ചെയ്യും? ബാക്ക്വേർഡായിട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുന്നു? അതിൽ NaCl റീപ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ഓക്കെ, അണ്ടർസ്റ്റുഡ്. എന്തുകൊണ്ടാണ് മഗ്നീഷ്യം ക്ലോറൈഡും കാൽഷ്യം ക്ലോറൈഡും പ്രസിപ്പിറ്റേറ്റ് ചെയ്യാത്തത്? ഇതിൻ്റെ രണ്ടിൻ്റെയും സോല്യുബിലിറ്റി കൂടുതലാണ് ബിക്കോസ് ഓഫ് ഹൈ ഹൈഡ്രേഷൻ എൻതാൽപ്പി. ഓക്കെ, അണ്ടർസ്റ്റുഡ്. സോ ദ ആൻസർ ഇസ് only NaCl. Understood? Now moving on to next question. Anisole on cleavage with HIS. ഇത് ഈതറിലെ ഒരു റിയാക്ഷൻ ആണ്. അപ്പോൾ അനിസോൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അനിസോൾ ഇസ് മെത്തോക്സി ബെൻസീൻ ആണ് ഓൺ റിയാക്ഷൻ വിത്ത് HI. ഓക്കെ, ഇതിൽ ദിസ് ബോണ്ട് വിൽ ബ്രേക്ക്. ഇവിടേക്ക് Hഉം ഇവിടേക്ക് Iയും. യു വിൽ ഗെറ്റ് ഫീനോൾ പ്ലസ് CH3I. എന്തുകൊണ്ടാണ് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാത്തത്? കാരണം the lone pair on oxygen is involved in resonance with the pi electrons of benzene ring. അതുകൊണ്ട് തന്നെ എന്താണ്? ഈ ബെൻസീൻ റിങ്ങും ഓക്സിജനുമായിട്ടുള്ള ബോണ്ട് എന്ത് ചെയ്യില്ല? ബ്രേക്ക് ചെയ്യില്ല. സോ ദിസ് ബോണ്ട് ഇസ് ബ്രേക്കിംഗ് ആൻഡ് യു വിൽ ഗെറ്റ് വാട്ട്? ഫീനോൾ ആൻഡ് CH3 ആസ് ദി പ്രോഡക്റ്റ്. അപ്പോൾ ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത്? ദാറ്റ് ഇസ് ഓപ്ഷൻ 1. അണ്ടർസ്റ്റുഡ്? അപ്പോൾ ആറോമാറ്റിക് ഈതേഴ്സിൻ്റെ കേസിൽ ബെൻസീൻ റിങ്ങും ഓക്സിജനുമായിട്ടുള്ള ബോണ്ട് ഒരിക്കലും ബ്രേക്ക് ചെയ്യില്ല. അതെന്തുകൊണ്ടാണ്? കാരണം ഇവിടെ റെസണൻസ് വരുന്നത് കൊണ്ടാണ്. അണ്ടർസ്റ്റുഡ്? Moving on to next question. Identify the correct statements from the following. CO2 is used as a refrigerant for ice cream and frozen food. അത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഡ്രൈ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? റെഫ്രിജറൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദ സ്ട്രക്ചർ ഓഫ് C60, that is fullerene, contains 12 6 carbon rings and 5 carbon rings ആണ്. അതും തെറ്റാണ്. C60 fullerene you have 20 hexagonal ringsഉം എന്താണ് 12 pentagonal ringsഉം ആണുള്ളത്. അതിൽ hexagonal rings will be fused with hexagonal as well as pentagonal ring. Pentagonal rings will be fused with only hexagonal rings ആണ്. ഓക്കെ, അതാണ് C60 fullerene കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നേരെ തിരിച്ചാണ്. 12 6 carbon ringsഉം 20 5 carbon ringsഉം ആണ്. നേരെ തിരിച്ചാണ്. 20 hexagonal ringsഉം 12 pentagonal ringsഉം ആണ്. So that is also wrong statement ആണ്. ഇനി ZSM5, a type of zeolite is used to convert what? Alcohols into gasoline. അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. Zeolite, it's an aluminosilicate ആണ്. ആൽക്കഹോൾസിനെ പെട്രോളായിട്ട് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് തന്നെയാണ് എന്താ? ZSM5. സോ ദാറ്റ് ഇസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാർബൺ മോണോക്സൈഡ് ഇസ് എ കളർലെസ് ആൻഡ് ഓഡർലെസ് ഗ്യാസ്. കാർബൺ മോണോക്സൈഡ് എന്താണ്? കളർലെസ് ആൻഡ് ഓഡർലെസ് ഗ്യാസ് ആണ്. അതും എന്ത് തന്നെയാണ്? കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കറക്റ്റ് വരുന്നത്. ഏതൊക്കെയാണ്? C ആൻഡ് D. ഓപ്ഷൻ ഏത് വരും? 4.
Okay, next question, a question from thermodynamics again. For the reaction 2 chlorine giving chlorine gas, the correct option is. Okay, അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അതായത് 2 ക്ലോറിൻ ആറ്റംസ് കമ്പൈൻ ചെയ്ത് എന്തായിട്ട് മാറുന്നു? ക്ലോറിൻ ഗ്യാസ് ആയിട്ട് മാറുന്നു അല്ലേ? അപ്പോൾ ഇതിൻ്റെ എൻതാൽപ്പി ആൻഡ് എൻട്രോപ്പി ആയിട്ടുള്ള റിലേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 ആറ്റംസ് കമ്പൈൻ ചെയ്ത് എന്തായിട്ട് മാറുന്നു? ക്ലോറിൻ മോളിക്യൂൾ ആയിട്ടാണ് മാറുന്നത്. സോ ദർ ഇസ് ബോണ്ട് ഫോർമേഷൻ. സോ നിങ്ങൾ അറിഞ്ഞിരിക്കുക, വെന്നെവർ ദർ ഇസ് ബോണ്ട് ഫോർമേഷൻ എനർജി ഇസ് റിലീസ്ഡ്. വെന്നെവർ ദർ ഇസ് ബോണ്ട് ഫോർമേഷൻ എന്തായിരിക്കും? എനർജി റിലീസ്ഡ് ആണ്. അപ്പോൾ ഡെൽറ്റ എച്ച് എന്തായിരിക്കും? എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും, ദാറ്റ് ഇസ് ലെസ് ദാൻ 0. ഓക്കെ, അപ്പോൾ ബോണ്ട് ഫോർമേഷൻ്റെ സമയത്ത് എപ്പോഴും എന്തായിരിക്കും? എനർജി റിലീസ്ഡ് ആയിരിക്കും. അറിഞ്ഞിരിക്കുക, ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എനർജി അബ്സോർപ്ഷൻ ആണെങ്കിൽ ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് എന്താണ്? എനർജി റിലീസാണ്. ഇവിടെ ബോണ്ട് ഫോർമേഷനിലേ നടന്നത്. സോ എനർജി റിലീസാണ്. അപ്പോൾ ഡെൽറ്റ എച്ച് എന്തായിരിക്കും? ലെസ് ദാൻ 0 ആയിരിക്കും. ഓക്കെ, അണ്ടർസ്റ്റുഡ്. ഇനി എൻട്രോപ്പി ആണ്. ഇവിടെ 2 ക്ലോറിൻ ആറ്റംസ് കമ്പൈൻ ചെയ്ത് ക്ലോറിൻ ഗ്യാസ് ആയിട്ടാണ്. എൻട്രോപ്പി എന്താണ്? ഇറ്റ്സ് എ മെഷർ ഓഫ് ഡിസോർഡർ ഓർ റാൻഡംനെസ് ആണ് അല്ലേ? ഇവിടെ റാൻഡംനെസ് കുറയല്ലേ ചെയ്യുന്നത്? 2 ക്ലോറിൻ ആറ്റംസ് ഉണ്ടായത് കമ്പൈൻ ചെയ്യുന്നതായിട്ട് മാറി, Cl2 ആയിട്ട് മാറി അല്ലേ? അപ്പം നമ്പർ ഓഫ് ഗേഷ്യസ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്തു? കുറഞ്ഞു അല്ലേ? അപ്പം റാൻഡംനെസ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ്? എൻട്രോപ്പിയും കുറഞ്ഞു. അപ്പോൾ എന്താണ്? ഡെൽറ്റ എസും എന്തായിരിക്കും? ലെസ് ദാൻ 0 ആയിരിക്കും. അപ്പോൾ എൻട്രോപ്പി എന്തിൻ്റെ ഇൻഡിക്കേഷൻ ആണ്? ഇറ്റ്സ് ഇൻഡിക്കേഷൻ ഓഫ് ഡിസോർഡർ ഓർ റാൻഡംനെസ് ആണ്. ഇവിടെ 2 ക്ലോറിൻ ആറ്റംസ് കമ്പൈൻ ചെയ്ത് ക്ലോറിൻ ഗ്യാസ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഗേഷ്യസ് പാർട്ടിക്കിൾസ് ഡിക്രീസ് ചെയ്തു, അതായത് റാൻഡംനെസ് ഡിക്രീസ് ചെയ്തു. റാൻഡംനെസ് ഡിക്രീസ് ചെയ്താൽ എൻട്രോപ്പിയും ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഡെൽറ്റ എച്ചും ലെസ് ദാൻ 0, ഡെൽറ്റ എസും എന്താണ്? ലെസ് ദാൻ 0. അപ്പോൾ ഓപ്ഷൻ ഏതായിട്ടും വരുന്നത്? ഓപ്ഷൻ 4 ആയിരിക്കും വരിക. അണ്ടർസ്റ്റുഡ്. Now it is a direct, ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ എന്ന് വെച്ചാൽ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. പേപ്പർ ക്രൊമറ്റോഗ്രഫി ഈസ് എൻ എക്സാമ്പിൾ ഫോർ അഡ്സോർപ്ഷൻ ക്രൊമറ്റോഗ്രഫി, പാർട്ടീഷൻ ക്രൊമറ്റോഗ്രഫി, തിൻ ലെയർ ക്രൊമറ്റോഗ്രഫി, കോളം ക്രൊമറ്റോഗ്രഫി. എന്താണ് ആൻസർ? പാർട്ടീഷൻ ക്രൊമറ്റോഗ്രഫിയാണ് അല്ല? അത് നിങ്ങൾ ഓൾറെഡി പഠിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. പേപ്പർ ക്രൊമറ്റോഗ്രഫി എന്ന് പറയുന്ന പാർട്ടീഷൻ ക്രൊമറ്റോഗ്രഫിയാണ്. അതായത് 2 ഡിഫറെൻറ്റ് സോൾവെൻസിലായിട്ട് എന്ത് ചെയ്യുന്നു? കമ്പണൻസ് എന്ത് ചെയ്യുന്നു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് എന്തായിട്ട് വരുന്നത്? പേപ്പർ ക്രൊമറ്റോഗ്രഫിയുടെ പ്രിൻസിപ്പിളായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് അതിന് എന്ത് വിളിക്കുന്നത്? പാർട്ടീഷൻ ക്രൊമറ്റോഗ്രഫി എന്ന് വിളിക്കുന്നത്. ഓക്കെ, പേപ്പർ ക്രൊമറ്റോഗ്രഫി അഡ്സോർപ്ഷൻ ക്രൊമറ്റോഗ്രഫി അല്ല കേട്ടോ. ഇറ്റ് ഇസ് പാർട്ടീഷൻ ക്രൊമറ്റോഗ്രഫിയാണ്. ബിക്കോസ് ദ കമ്പണൻസ് ഇൻ ദി ഗിവൺ മിക്സ്ചർ ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു 2 ഡിഫറെൻറ്റ് സോൾവെൻറ്റ്സ്. ഒരു സോൾവെൻറ്റ് ആ പേപ്പറിൽ എന്ത് ചെയ്തിരിക്കുന്ന എൻട്രാപ്പ് ചെയ്തിരിക്കുന്ന വാട്ടറാണ്. മറ്റ് സോൾവെൻറ്റ് നമ്മൾ ആ പേപ്പർ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സോൾവെൻ്റാണ്. ഈ 2 സോൾവെൻറ്റ്സിലുമായിട്ട് എന്ത് ചെയ്യുന്നു? കമ്പണൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിലുള്ള ഡിഫറൻസ് ആണ് എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? പേപ്പർ ക്രൊമറ്റോഗ്രഫിയിലെ പ്രിൻസിപ്പിളായിട്ട് യൂസ് ചെയ്യുന്നത്. അഡ്സോർപ്ഷൻ അല്ല. ഓക്കെ, കോളം ക്രൊമറ്റോഗ്രഫിയിലും തിൻ ലെയർ ക്രൊമറ്റോഗ്രഫിയിലൊക്കെ അഡ്സോർപ്ഷൻ ആണ് വരുന്നത്. പക്ഷേ പേപ്പർ ക്രൊമറ്റോഗ്രഫി എന്ന് പറയുന്നത് ഒരു പാർട്ടീഷൻ ക്രൊമറ്റോഗ്രഫിയാണ്. കാരണം ആ പേപ്പറിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? വാട്ടർ എൻട്രാപ്പ് ചെയ്തിട്ടുണ്ടാവും. ആ പേപ്പർ എന്ന് പറയുന്നത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പേപ്പറാണ്. വാട്ടർ എൻട്രാപ്പ് ചെയ്തിട്ടുണ്ടാവും. അത് ഫിക്സഡ് ആയിട്ടുള്ള സോൾവെൻ്റ് ഉണ്ട്, അത് വാട്ടറാണ്. ആ പേപ്പറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെപ്പറേറ്റ് ചെയ്യേണ്ട മിക്സ്ചർ എന്ത് ചെയ്യുന്നത്? സ്പോട്ട് ചെയ്യുന്നത് അല്ലേ? എന്നിട്ട് ആ പേപ്പർ എന്ത് ചെയ്യുന്നു? ഒരു സോൾവെൻറ്റിൽ ഡിപ്പ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഈ പേപ്പറിലുള്ള വാട്ടറും അതുപോലെ തന്നെ നമ്മൾ ആ പേപ്പർ ഡിപ്പ് ചെയ്ത് വെച്ചിരുന്ന സോൾവെൻസിലുമായിട്ട് എന്ത് ചെയ്യുന്നു? ഈ കമ്പണൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിലുള്ള ഡിഫറൻസ് ആണ് എന്തിൽ വരുന്നത്? പ്രിൻസിപ്പിളായിട്ട് പേപ്പർ ക്രൊമറ്റോഗ്രഫിയിൽ വരുന്നത്. പേപ്പർ ക്രൊമറ്റോഗ്രഫി എന്തല്ല, അഡ്സോർപ്ഷൻ ക്രൊമറ്റോഗ്രഫിയിൽ പലവരും തെറ്റിക്കാറുണ്ട്. ഇറ്റ്സ് എ പാർട്ടീഷൻ ക്രൊമറ്റോഗ്രഫി. ഓക്കെ, ഇനി അടുത്തത്, which of the following alkane cannot be made in good yield by Woods reaction? വുഡ്സ് റിയാക്ഷൻ വഴി പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ നല്ല ഈൽഡിൽ കിട്ടാത്ത ആൽക്കെയിൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് വുഡ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്? ഹാലോ ആൽക്കെയിൻസ് ഓൺ റിയാക്ഷൻ വിത്ത് sodium in dry ether, you will get a hydrocarbon with double the number of what? Carbon atom. For example പറയുകയാണെന്നുണ്ടെങ്കിൽ CH3Cl on reaction with the sodium in dry ether, you will get CH3CH3 അല്ലേ? അപ്പോൾ റിയാക്ഷൻ എപ്പോഴും വുഡ്സ് റിയാക്ഷനിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുക, എപ്പോഴും 2 യൂണിറ്റ് റിയാക്ട് ചെയ്തിരിക്കും കേട്ടോ. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നാലും തന്നില്ലെങ്കിലും 2 യൂണിറ്റ് റിയാക്ട് ചെയ്യും. എന്ത് എലിമിനേറ്റ് ചെയ്തു? NaCl എലിമിനേറ്റ് ചെയ്തു. യു ആർ ഗെറ്റിംഗ് വാട്ട്? CH3CH3. വുഡ്സ് റിയാക്ഷൻ്റെ പ്രോഡക്റ്റ് എഴുതാൻ വളരെ എളുപ്പമാണ്. 2 യൂണിറ്റ് ഹാലോ ആൽക്കെയിൻ എടുക്കാം. ഓക്കെ,
2 യൂണിറ്റ് ഹാലോ ആൽക്കേൻ എടുത്തു. ആ 2 യൂണിറ്റിലെയും ഹാലജൻസ് റിമൂവ് ചെയ്തിട്ട് ഈ 2 കാർബൺസ് നമ്മൾ എന്ത് ചെയ്തേക്കുക, ജോയിൻ ചെയ്തേക്കുക. വെരി ഈസി അല്ലേ. 2 യൂണിറ്റ് ഹാലോ ആൽക്കേൻ എടുക്കുക, 2 യൂണിറ്റിലെ ഹാലജൻ മാറ്റിയിട്ട് അവർ നമ്മൾ എന്ത് ചെയ്തേക്കുക, കമ്പൈൻ ചെയ്തേക്കുക. അതായിരിക്കും എന്തായിട്ട് വരിക, പ്രോഡക്റ്റ് ആയിട്ട് വരിക. അപ്പോൾ എപ്പോഴും ഹാലോ ആൽക്കേനിൽ എത്ര കാർബൺ ഉണ്ടോ അതിൻ്റെ ഡബിൾ കാർബൺ ഉള്ളതായിരിക്കും എന്തായിട്ട് വരിക, പ്രോഡക്റ്റ് ആയിട്ട്. ഡബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് എപ്പോഴും എന്തായിരിക്കും, ഈവൺ കാർബൺ നമ്പേഴ്സ് എന്തിനകത്ത് കാണും, പ്രോഡക്റ്റിൽ കാണും. അപ്പോൾ ഓഡ് കാർബണൻസ് ഉള്ള എന്ത് ചെയ്യാൻ പറ്റില്ല, ആൽക്കീൻസ് നമ്മൾ എന്ത് വഴി പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല, വുഡ്സ് റിയാക്ഷൻ വഴി പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. എൻ ഹെക്സെയിൻ പ്രിപ്പയർ ചെയ്യാം, കാരണം അതിനകത്ത് ഈവൺ നമ്പർ ഓഫ് കാർബൺ ആറ്റമേ ഉള്ളൂ. 2,3 ഡൈമീഥൈൽ ബ്യൂട്ടൈൻ, അതിലും ഈവൺ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആണ് വരുന്നത്. എൻ ഹെപ്റ്റെയിൻ, എൻ ഹെപ്റ്റെയിനിൽ 7 കാർബൺ ആറ്റംസ് ആണുള്ളത്. അത് പ്രിപ്പയർ ചെയ്യാനായിട്ട് 2 ഡിഫറെൻറ്റ് ഹാലോ ആൽക്കീൻസ് നമ്മൾ എടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഈൽഡ് എന്തായിരിക്കും, പുവർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓഡ് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉള്ള ഹൈഡ്രോ കാർബൺസ് പ്രിപ്പയർ ചെയ്യാണ്ട് വുഡ്സ് റിയാക്ഷൻ എന്തല്ല, അത്ര ബെസ്റ്റ് മെത്തേഡ് അല്ല. അണ്ടർസ്റ്റുഡ്? കാരണം എന്തുകൊണ്ടാണ്, വുഡ്സ് റിയാക്ഷൻ്റെ ഡെഫിനേഷൻ തന്നെ എങ്ങനെയാണ്, ഹാലോ ആൽക്കീൻസ് ഓൺ റിയാക്ഷൻ വിത്ത് സോഡിയം ഇൻ ഡ്രൈ ഈതർ യു ആർ ഗെറ്റിംഗ് ഡബിൾ ദ നമ്പർ ഓഫ് കാർബൺ ആറ്റം. ഡബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈവൺ നമ്പർ ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ ഓഡ് നമ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത്, 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹാലോ ആൽക്കീൻസ് യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ യൂസ് ചെയ്താൽ ഈൽഡ് എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ ഏതായിരിക്കും നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ, എൻ ഹെപ്റ്റെയിൻ ആണ്. ഹെപ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ 7 കാർബൺസ് വരും. സോ ഓഡ് നമ്പർ ആണ് വരുന്നത്, ഗുഡ് ഈൽഡ് ആയിരിക്കില്ല. ഓക്കെ, now moving on to next question. An increase in the concentration of reactants of reaction leads to change in activation energy, heat of reaction, threshold energy, collision frequency എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. An increase in concentration of reactants of a reaction leads to, കോൺസെൻട്രേഷൻ കൂടി കഴിഞ്ഞാൽ ആ റിയാക്ഷൻ്റെ എന്ത് ചേഞ്ച് ചെയ്യും, ആക്ടിവേഷൻ എനർജി ചേഞ്ച് ചെയ്യും? ഇല്ല. ഒരു റിയാക്ഷൻ്റെ ആക്ടിവേഷൻ എനർജി എപ്പോഴും എന്താണ്, ഫിക്സഡ് ആണ്. ഹീറ്റ് ഓഫ് റിയാക്ഷനോ, ത്രഷോൾഡ് എനർജി, എന്താ ത്രഷോൾഡ് എനർജി എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ആക്ച്വലി ദി എനർജി ഓഫ് ഇൻ്റർമീഡിയറ്റ്, അതും എപ്പോഴും എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും. വാട്ട് ഈസ് കൊളീഷൻ ഫ്രീക്വൻസി? ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് കൊളീഷൻസ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വോള്യം അല്ലേ, അതാണെന്ത്, കൊളീഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേതാ കറക്റ്റ് ആൻസർ വരുന്നത്, കൊളീഷൻ ഫ്രീക്വൻസി ആണ്. എന്താ കൊളീഷൻ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കൊളീഷൻസ്, അതായത് നമ്പർ ഓഫ് റിയാക്ടൻസ് ദാറ്റ് ഇസ് കൊളൈഡ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വോള്യം ആണ്. കോൺസെൻട്രേഷൻ കൂടുമ്പോൾ കൊളീഷൻസും എന്ത് ചെയ്യും, കൂടും. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ഓക്കെ, now we can move on to the next question. Number of Faradays required to produce 20 gram of calcium from molten calcium chloride. Okay, so അതായത് മോൾട്ടൺ കാൽഷ്യം ക്ലോറൈഡ് ഇലക്ട്രോലൈസ് ചെയ്താൽ 20 ഗ്രാം കാൽഷ്യം കിട്ടാനായിട്ട് എത്ര ഫാരഡേ പാസ് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇലക്ട്രോളിസിസുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കറിയാം കാൽഷ്യം ക്ലോറൈഡ് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുക, Ca2+ഉം 2Cl- ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ when electricity is passed, Ca2+ will be moving towards cathode അല്ലേ. Ca2+ എവിടേക്ക് മൂവ് ചെയ്യും, കാഥോഡിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ Ca2+ 2 moles ഓഫ് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് എന്തായിട്ട് മാറും, Ca ആയിട്ട് മാറും. ഇതാണ് കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ അല്ലേ. അപ്പോൾ ഇവിടെ 1 mole കാൽഷ്യം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 2 moles ഓഫ് ഇലക്ട്രോൺ വേണം അല്ലേ. വാട്ട് ഈസ് ചാർജ് ഓഫ് 1 mole ഓഫ് ഇലക്ട്രോൺ? That is equal to 1 mole എന്ന് പറയുന്നത് എത്രയാണ്, 6.02 × 10⁻23. 1 ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയാണ്, 1.6 × 10⁻−19. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ആസ് വാട്ട്, 96500 കൂളം വിച്ച് ഇസ് ഈക്വൽ ടു 1 ഫാരഡേ. അതായത് 1 മോൾ കാൽഷ്യം എന്ന് പറയുന്നത് എത്രയാണ്, 40 ഗ്രാം. 40 ഗ്രാമിന് 2 മോൾ ഇലക്ട്രോൺ വേണം. 2 മോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയാണ്, 2 ഫാരഡേ. 1 മോൾ ഇലക്ട്രോണിൻ്റെ ചാർജാണ് 1 ഫാരഡേ. അപ്പോൾ 2 മോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയായിരിക്കും, 2 ഫാരഡേ. അപ്പോൾ 2 ഫാരഡേ പാസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 40 ഗ്രാം കാൽഷ്യം കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 20 ഗ്രാം കാൽഷ്യം കിട്ടണമെങ്കിൽ എത്ര ഫാരഡേ വേണം, 1 ഫാരഡേ. അണ്ടർസ്റ്റുഡ്? ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? സോ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ദാറ്റ് ഇസ് ഓപ്ഷൻ 1. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മിക്സ്ചർ വിച്ച് ഷോസ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ.
പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഏതാണ്? ഇറ്റ് ഈസ് എൻ സി ആർ ടിയിലെ എക്സാമ്പിൾസിനെ ബേസ് ചെയ്ത് മാത്രമാണ് ക്വസ്റ്റ്യൻ വരുന്നത്. എത്തനോൾ പ്ലസ് അസറ്റോൺ, ബെൻസീൻ പ്ലസ് ടൊളുവീൻ, അസറ്റോൺ പ്ലസ് ക്ലോറോഫോം, ക്ലോറോ ഈതെയിൻ പ്ലസ് ബ്രോമോ ഈതെയിൻ ആണ്. ഇത് നിങ്ങളുടെ എൻ സി ആർ ടി തന്നെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ ആണ്. എത്തനോൾ പ്ലസ് അസറ്റോൺ ആണ്, ദാറ്റ് ഇസ് ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ. ബെൻസീൻ പ്ലസ് ടൊളുവീൻ ഐഡിയൽ സൊല്യൂഷൻ ആണ്. അസറ്റോൺ ആൻഡ് ക്ലോറോഫോം നെഗറ്റീവ് ഡീവിയേഷൻ ആണ്. ക്ലോറോ ഈതെയിൻ ആൻഡ് ബ്രോമോ ഈതെയിൻ എന്താണ്? ദാറ്റ് ഈസ് ഓൾസോ വാട്ടർ ideal solution. Okay, now next question, hydrolysis of sucrose is given by the following reaction. Sucrose on hydrolysis gives glucose plus fructose. Okay, if the equilibrium constant Kc is 2 into 10 raised to 13 at 300 Kelvin, the value of delta G0 at the same temperature is. Equilibrium constant delta G0 in തമ്മിലുള്ള റിയാക്ഷൻ ആണ്. Delta G0 is equal to minus 2 minus RT natural log of Kc. ഇതാണ് ഇക്വേഷൻ വരുന്നത് അല്ലേ. സോ ഇതിൽ Kc തന്നിട്ടുണ്ട്. ആർ വാല്യൂ എന്താണ്? ജൂളിൽ. ദാറ്റ് ഇസ് 8.314 ആണ്. ടെമ്പറേച്ചർ എത്രയാണ്? 300 ഇൻറ്റു നാച്ചുറൽ ലോഗ് ഓഫ് വാട്ട്? 2 ഇൻറ്റു 10 റൈസ് ടു 13. ഈ രീതിയിൽ സബ്സ്റ്റിറ്റ്യൂഷൻ വന്നിരിക്കുന്ന ഏതാണ്? That is option 1. Understood? Is it clear? Now another simple question. Sucrose on hydrolysis gives. Sucrose നെ hydrolyze ചെയ്താൽ എന്താണ് കിട്ടുക? Sucrose on hydrolysis gives what? ഏതാ കിട്ടുക? Sucrose on hydrolysis gives alpha D glucose and beta D fructose. That is alpha D glucose and beta D fructose. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് ഇറ്റ്സ് എ ഡൈസാക്രൈഡ് ഓഫ് വാട്ടർ, ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റ ഡി ഫ്രക്ടോസ്. അപ്പോൾ സുക്രോസിനെ ഹൈഡ്രോളൈസ് ചെയ്താൽ എന്ത് കിട്ടും? ആൽഫ ഡി ഗ്ലൂക്കോസും ബീറ്റ ഡി ഫ്രക്ടോസും തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, സോറി. Now next question, the calculated spin only magnetic moment of Cr2 plus is. മാഗ്നറ്റിക് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. മാഗ്നറ്റിക് മൊമെൻറ്റ് ഇസ് കാൽക്കുലേറ്റഡ് ബൈ റൂട്ട് ഓഫ് എൻ ഇൻറ്റു എൻ പ്ലസ് 2 ബോർ മാഗ്നറ്റോൺ ആണ്. ക്രോമിയം ഇസ് അറ്റോമിക് നമ്പർ 25. ഇറ്റ് ഇസ് 3d5 4s1 ആണ് വരുന്നത്. ക്രോമിയം പ്ലസ് 2 ആണ്. 2 ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യും. സോ ഇറ്റ് ഇസ് 3d4 അൺപെയർഡ് ഇലക്ട്രോൺസ്. ഓക്കെ, സോ ഇവിടെ n എന്ന് പറയുന്ന അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ്. സോ ഇൻറ്റു 4 + 2 ആണ് വരുന്നത്. ദാറ്റ് ഇസ് ഈക്വൽ ടു 4 into 6, that is equal to root 24 ആണ്. റൂട്ട് 25 5 ആണ്. അപ്പോൾ റൂട്ട് 24 എന്തായിരിക്കും? നിയർ ബൈ ടു 5 ആയിരിക്കും. അപ്പോൾ ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ വരിക? ദാറ്റ് ഇസ് ഓപ്ഷൻ 2. ഓക്കെ, അണ്ടർസ്റ്റുഡ്? അനദർ സിമ്പിൾ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ നാച്ചുറൽ പോളിമർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. cis 1,4 polyisopren, polybutadiene styrene, polybutadiene acrylonitrile. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ ആണ് നാച്ചുറൽ പോളിമർ, ദാറ്റ് ഇസ് നാച്ചുറൽ റബ്ബർ ആണ്. നാച്ചുറൽ റബ്ബർ എന്ന് പറയുന്ന ഐസോപ്രിൻ്റെ പോളിമർ ആണ് കേട്ടോ. പോളിബ്യൂട്ടാഡൈൻ സ്റ്റൈറീൻ എന്ന് പറയുന്നത് ബ്യൂണ എസ് ആണ്. പോളിബ്യൂട്ടാഡൈൻ അക്രൈലോനൈറ്റ് എന്ന ബ്യൂണ എൻ ആണ്. അവർ രണ്ടുപേരും സിന്തറ്റിക് റബ്ബേഴ്സ് ആണ്. ഓക്കെ, നാച്ചുറൽ ബാക്കിയല്ല. പോളിബ്യൂട്ടാഡൈനും എന്ത് തന്നെയാണ്? സിന്തറ്റിക് പോളിമർ. സോ ദ ഓപ്ഷൻ 1. Now which of the following is a basic amino acid എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ബേസിക് അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്? ഓക്കെ, അതായത് അമിനോ ആസിഡ്സ് തന്നെ 3 ടൈപ്പ് ഉണ്ട്. ആസിഡിക് അമിനോ ആസിഡ്, അതായത് COH ഗ്രൂപ്പിൻ്റെ നമ്പർ കൂടുതലായിരിക്കും. ബേസിക് അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ NH2 ഗ്രൂപ്പിൻ്റെ നമ്പർ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ NH2ൻ്റെ COHൻ്റെ നമ്പർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ഇതിൽ ബേസിക് അമിനോ ആസിഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കേണ്ടി വരും. ഓക്കെ, ദാറ്റ് ഈസ് ആക്ച്വലി ഓപ്ഷൻ 4 ആണ് കേട്ടോ. ലൈസിൻ. ലൈസിൻ ഇസ് ആൻ എക്സാമ്പിൾ ഫോർ എ ബേസിക് അമിനോ ആസിഡ്. Now which of the following is a cationic detergent എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാറ്റയോണിക് ഡിറ്റർജൻറ്റ് ഏതാണ്? അതും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ലാസ്റ്റ് ചാപ്റ്ററിൽ കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫിൽ 3 ടൈപ്സ് ഓഫ് ഡിറ്റർജൻസ് ഉണ്ട്. ആനയോണിക് ഡിറ്റർജൻസ്, കാറ്റയോണിക് ഡിറ്റർജൻസ് ആൻഡ് നോൺ അയോണിക് ഡിറ്റർജൻസ്. കാറ്റയോണിക് ഡിറ്റർജൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അമോണിയം സോൾട്ട് ആണ്. ആക്ച്വലി ഇറ്റ് ഈസ് ഓപ്ഷൻ 3 ആണ് വരുന്നത്. സിറ്റൈൽ ട്രൈമീഥൈൽ അമോണിയം ബ്രോമൈഡ്. ഓക്കെ, so that is actually an example for a cationic detergent. They are actually ammonium salts. Okay,
അതൊരു ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, പ്രത്യേകിച്ച് നമുക്ക് എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കാനായിട്ടില്ല. Okay, next question. Find out the solubility of NiOH twice in 0.1 molar NaOH given that ionic product of NiOH is 2 into 10 raised to minus 15. Okay, അതായത് NiOH twice ൻ്റെ സോളിബിലിറ്റി കണ്ടുപിടിക്കണം. അത് ഡിസോൾവ് ചെയ്തിരിക്കുന്ന എന്തിനകത്താണ്? 0.1 മോളാർ NaOH ആണ്. അതിൻ്റെ അയോണിക് പ്രോഡക്റ്റ് എന്താണ്? 2 into 10 raised to minus 15 ആണ്. ഓക്കെ, NiOH twice അത് സ്പ്ലിറ്റ് ചെയ്യുന്നത് Ni2++ 2OH- ആണ്. ഇതിൻ്റെ അയോണിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് Ni2+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH- ദി ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, ഇതിൻ്റെ അയോണിക് പ്രോഡക്റ്റ് ആണ് എന്തെന്ന് പറഞ്ഞു തന്നിരിക്കുന്നത്? 2 into 10 raised to minus 15 എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ സോളിബിലിറ്റി ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ Ni2+ൻ്റെ സോളിബിലിറ്റി S ആണെങ്കിൽ OH- സോളിബിലിറ്റി എത്രയായിരിക്കും? 2S ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? S into 2S ദി ഹോൾ സ്ക്വയർ എന്നാണ് എഴുതുന്നത്. പക്ഷേ NiOH twice ഡിസോൾവ് ചെയ്തിരിക്കുന്നത് എന്തിനകത്താണ്? NaOH-ലാണ്. അപ്പോൾ NaOH-ൽ എന്താണ്? OH- കോൺസെൻട്രേഷൻ വിൽ ബി മെയിൻലി കോൺട്രിബ്യൂട്ടഡ് ഫ്രം വാട്ട്? NaOH. NaOH എത്രയാണ്? 0.1 മോളാർ ആണ്. ഓക്കെ, അപ്പോൾ OH- കോൺസെൻട്രേഷൻ നമുക്ക് എന്തായിട്ട് എടുക്കാം? 0.1 മോളാർ ആയിട്ട് എടുക്കാം. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അയണിക് പ്രോഡക്റ്റ് എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് അയോൺസിൻ്റെ പ്രോഡക്റ്റ് ആണ്. അതായത് Ni2+ൻ്റെ കോൺസെൻട്രേഷൻ ഓഫ് OH- ദ ഹോൾ സ്ക്വയർ ആണ് അല്ലേ? Ni2+ൻ്റെ സോളിബിലിറ്റി S ആണെങ്കിൽ OH- കോൺസെൻട്രേഷൻ എത്രയായിരിക്കും? 2S ആയിരിക്കും അല്ലേ? അതിൽ ഈ OH- കോൺസെൻട്രേഷൻ NiOH twice ആയിരിക്കില്ല മെയിൻലി വരുന്നത്. ദാറ്റ് വിൽ ബി മെയിൻലി കോൺട്രിബ്യൂട്ടഡ് ഫ്രം വാട്ട്? NaOH. കാരണം NaOH ഇസ് എ എന്താണ്? സ്പാരിംഗ്ലി സോളിബിൾ സാൾട്ട് ആണ്. ഓക്കെ, സോ ഇവിടെ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് വാട്ട്? S ഇൻറ്റു OH- കോൺസെൻട്രേഷൻ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? 0.1, ദാറ്റ് ഈസ് 10 raised to minus 2 ദി ഹോൾ സ്ക്വയർ കൊടുക്കുക. അപ്പോൾ സോളിബിലിറ്റി എന്ത് വരും? 2 into 10 raised to minus 15 divided by 10 raised to minus 2 അല്ലല്ലോ, 10 raised to minus 1 അല്ല, 10 raised to minus 1 ദ ഹോൾ സ്ക്വയർ ആണ്, 0.1 ആണ്. അപ്പോൾ 10 raised to minus 2 വരും. ഓൺ സോൾവിങ് യു വിൽ ഗെറ്റ് ആസ് വാട്ട്? 10 raised to minus 13. അപ്പോൾ 2 into 10 raised to minus 13 ആയിരിക്കും. സോ ദാറ്റ് വിൽ ബി ഓപ്ഷൻ 1. Understood? Is it clear for you? Okay, and moving on to the last question. Identify a molecule which does not exist. ഇതിൽ എക്സിസ്റ്റ് ചെയ്യാത്ത മോളിക്യൂൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെരി ഈസി, ബോണ്ട് ഓർഡർ 0 ആയിട്ടുള്ള മോളിക്യൂൾ ആയിരിക്കും എന്ത് ചെയ്യുക? എക്സിസ്റ്റ് ചെയ്യുക. ഓപ്ഷൻ ബൈ ഓപ്ഷൻ നോക്കാം. എങ്ങനെയാണ് ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യണേ? ഹൗ ഡു കാൽക്കുലേറ്റ് ദ ബോണ്ട് ഓർഡർ? Bond order is equal to half into Nb minus Na ആണ്. What is Nb? Number of electrons in bonding orbital and number of electrons in anti-bonding orbital ആയിരിക്കും Na. അപ്പോൾ He2 4 electrons ആണല്ലേ. Sigma 1s2, sigma star 1s2. So bond order എത്ര വരും? half into number of bonding എത്രയാണ്? 2. Number of anti-bonding എത്രയാണ്? 2. So 2 minus 2 0 0. He2 molecule does not exist. അപ്പോൾ ഏതാണ് വരുന്നത്? ഓപ്ഷൻ 1. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് 2020 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ് സ്റ്റുഡൻസ് ഫോർ ദി എക്സാം. താങ്ക് യു.